السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، والصلاة والسلام على أشرف الأنبياء والمرسلين نبينا محمد عليه وعلى آله أفضل الصلوات وأتم التسليم. أما بعد، رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. سبحانك لا علم لنا إلا ما علمتنا إنك أنت العليم الحكيم. ഏറെ ബഹുമാനമുള്ള സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ മജ്ലിസിനെ സാലിഹായ ഒരു അമലായി നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. സത്യസന്ധമായ നിയ്യത്തോടെ ഈ മജ്ലിസിൽ പങ്കെടുക്കാനും അല്ലാഹുവിനെ കണ്ടുമുട്ടുന്ന ദിവസത്തിൽ നമുക്ക് ഏവർക്കും സന്തോഷം നൽകുന്ന മജ്ലിസായും അല്ലാഹു ഈ മജ്ലിസിനെ നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. ഇന്ന് നാം ഇവിടെ ഒരുമിച്ച് കൂടിയതിന്റെ ഉദ്ദേശം, സൗദി അറേബ്യയിൽ സമീപകാലം ജീവിച്ച അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ മഹാപണ്ഡിതനായിരുന്ന ഷെയ്ഖ് അബ്ദുസ്സലാം ബർജസ് റഹിമഹുല്ലാ എഴുതിയിരിക്കുന്ന ഉസൂലുദ് ദഅവത്തി സലഫിയ്യ എന്ന കിതാബ്, അതിനെക്കുറിച്ച് പഠിക്കുക എന്ന ലക്ഷ്യത്തിലാണ്. അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ യഥാർത്ഥ മുസ്ലിമീങ്ങളുടെ ആശയം എന്താണെന്ന് അദ്ദേഹം വിശദീകരിക്കുന്ന വളരെ ലളിതമായ ഒരു ഗ്രന്ഥം. അതിൽ അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ, അതിനെക്കുറിച്ച് മനസ്സിലാക്കുക എന്നതാണ് ഇൻഷാ അല്ലാഹ് ഇന്നത്തെ ദർസിന്റെ നമ്മുടെ ഉദ്ദേശം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കത് മനസ്സിലാക്കാനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുകയും ചെയ്യട്ടെ. അദ്ദേഹം അബ്ദുസ്സലാം ബർജസ് റഹിമഹുല്ലാ, അദ്ദേഹം റിയാദിലാണ് ജനിച്ചത്. നാം ഇവിടെ റിയാദിലാണ് ഒരുമിച്ച് കൂടിയിരിക്കുന്നത്. അദ്ദേഹം ജനിച്ചതും റിയാദിലാണ്. അബ്ദുസ്സലാം റഹിമഹുല്ലാ ജനിച്ചത് റിയാദിലാണ്. ഏകദേശം 25 വർഷങ്ങൾക്ക് അല്ലെങ്കിൽ 20 വർഷങ്ങൾക്ക് മുമ്പാണ് അദ്ദേഹം മരണപ്പെടുന്നത്. ചെറിയ പ്രായത്തിൽ 38ാമത്തെ വയസ്സിലാണ് ഷെയ്ഖ് അബ്ദുസ്സലാം ബർജസ് റഹിമഹുല്ലാ മരണപ്പെടുന്നത്. അൽ അഹ്സായിൽ നിന്ന് അദ്ദേഹം റിയാദിലേക്ക് യാത്ര ചെയ്തു വരുന്ന വഴിയിൽ ഒരൊട്ടകം കുറുകെ ചാടുകയും അതിനെ തുടർന്ന് വാഹനാപകടത്തെ തുടർന്നാണ് ഷെയ്ഖ് അബ്ദുസ്സലാം റഹിമഹുല്ലാ മരണപ്പെടുന്നത്. അദ്ദേഹം അഹ്ലുസുന്നയുടെ ആ കാലഘട്ടത്തിൽ തന്നെ ഇൽമിയായി ധാരാളം സേവനങ്ങൾ ചെയ്ത വലിയ പണ്ഡിതനാണ്. അന്ന് ജീവിച്ചിരുന്ന വലിയ പണ്ഡിതന്മാരുടെ വിദ്യാർത്ഥിയാണ് അദ്ദേഹം. ഷെയ്ഖ് ഇബ്നു ബാസിനെ പോലെ, ഷെയ്ഖ് ഇബ്നു ഉസൈമീനെ പോലെ, ഷെയ്ഖ് അബ്ദുല്ലാ ദുവൈഷ്, അബ്ദുല്ലാ ഉദയ്യാൻ, അഹ്മദ് അൻ-നജ്മി റഹിമഹുമുല്ലാ തുടങ്ങിയ അനേകം പണ്ഡിതന്മാരുടെ വിദ്യാർത്ഥിയാണ് ഷെയ്ഖ് അബ്ദുസ്സലാം ബർജസ് റഹിമഹുല്ലാ. അദ്ദേഹം എഴുതിയിരിക്കുന്ന കിതാബാണ് ഇൻഷാ അല്ലാഹ് ഇന്നത്തെ ദർസിൽ, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ സംസാരമാണ് ഇന്നത്തെ ദർസിൽ നാം വിശദീകരിക്കാൻ ഉദ്ദേശിക്കുന്നത്. അത് പറയുന്നതിന് മുമ്പ് ഒന്നാമതായി നാം മനസ്സിലാക്കേണ്ട കാര്യം, ഇത് അദ്ദേഹം എഴുതിയ ഒരു ഗ്രന്ഥമല്ല, മറിച്ച് അദ്ദേഹത്തിന്റെ സംസാരം പിന്നീട് കിതാബായി പുറത്തിറക്കിയതാണ്. എന്ത് കാരണത്താലാണ് ഈ ഒരു സംസാരം അദ്ദേഹം നടത്തിയത്? ഈ സംസാരം നടത്താനുള്ള അദ്ദേഹത്തിന്റെ സബബ് എന്തായിരുന്നു? പ്രചോദനം എന്തായിരുന്നു? അദ്ദേഹം തന്നെ അത് വിശദീകരിച്ചതുപോലെ അദ്ദേഹം പറയുകയാണ്, ഇന്ന് ധാരാളം ആളുകൾ, ധാരാളം വിഭാഗങ്ങൾ, ധാരാളം സംഘങ്ങൾ, അവരൊക്കെ പറയുന്നു അവർ ഹക്കിന്റെ ആളുകളാണ്. അവരൊക്കെ പറയുന്നു അവരാണ് യഥാർത്ഥ അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ മനഹജിലുള്ള ആളുകൾ. അവരെല്ലാവരും വാദിക്കുന്നു അവരാണ് സത്യം മുറുകെ പിടിക്കുന്നവർ, ഖുർആനിന്റെയും സുന്നത്തിന്റെയും വക്താക്കൾ. എന്നാൽ മനഹജുസ് സലഫുമായി, മുൻഗാമികളുടെ മാർഗവുമായി, സഹാബത്തിന്റെ മാർഗവുമായി അവർക്ക് യാതൊരു ബന്ധവുമില്ല. സഹാബത്തിന്റെ മാർഗവുമായി യാതൊരു ബന്ധവുമില്ലാതെ തങ്ങളാണ് ഹക്കിന്റെ ആളുകൾ, ഞങ്ങളാണ് മനഹജുസ് സലഫിന്റെ ആളുകൾ എന്ന് ചില ആളുകൾ ഇന്ന് വന്ന് കളവായി വാദിക്കാൻ വേണ്ടി തുടങ്ങിയതാണ് അദ്ദേഹം ഈ സംസാരം നടത്താൻ ഒരു കാരണമെന്ന് അദ്ദേഹത്തിന്റെ സംസാരത്തിന്റെ തുടക്കത്തിൽ അദ്ദേഹം പറയുന്നതായി കാണാം. ഇതാണ് ഒരു കാരണം. രണ്ടാമത്തെ കാരണം, അദ്ദേഹം പറയുന്നു, ഇന്ന് ചില വിഭാഗങ്ങൾ, അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ മനഹജിൽ നിന്ന് എതിരായി നിൽക്കുന്ന ചില വിഭാഗങ്ങൾ അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ പണ്ഡിതന്മാരുടെ സംസാരങ്ങൾ ദുരുപയോഗം ചെയ്യുകയും അവരുടെ സംസാരങ്ങൾ അത് ഉൾക്കൊള്ളാത്ത അർത്ഥത്തിൽ വഹിക്കുകയും അവരുടെ സംസാരങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുകയും ചെയ്യുന്നു എന്ന കാരണത്താലുമാണ് അദ്ദേഹം ഈ കിതാബ് എഴുതിയത് എന്ന്, അല്ലെങ്കിൽ ഈ സംസാരം നടത്തിയത് എന്ന് അദ്ദേഹം ഇതിന്റെ തുടക്കത്തിൽ പറയുന്നതായി കാണാം. ഞാൻ പറഞ്ഞതിന്റെ ഉദ്ദേശം, ഈ ഒരു കിതാബ്, നമ്മൾ ഇന്ന് പഠിക്കുന്ന കിതാബ്, അദ്ദേഹം
തുടക്കത്തിൽ തന്നെ എഴുതിയതല്ല, മറിച്ച് അദ്ദേഹം നടത്തിയിരിക്കുന്ന ഒരു സംസാരം അത് ക്രോഡീകരിച്ച് പിന്നീട് ഒരു കിതാബായി വന്നതാണ്. ഈ കിതാബിൽ അദ്ദേഹം സംസാരിക്കുന്നത്, ശരിക്ക് ശ്രദ്ധിക്കുക, അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ അടിസ്ഥാനങ്ങളെയാണ്. ഈ കിതാബിന്റെ പേര് ഉസൂലുദ് ദഅവത്തി സലഫിയ്യ എന്നാണ്. അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ അടിസ്ഥാനങ്ങളാണ് ഈ കിതാബിൽ അദ്ദേഹം വിശദീകരിക്കുന്നത്. എന്നിട്ട് അദ്ദേഹം ഈ വിഷയങ്ങൾ പറയുന്നതിന് മുമ്പ് തുടക്കത്തിൽ തന്നെ പറയുന്നു, ഈ കിതാബിൽ പരാമർശിക്കുന്ന വിഷയങ്ങളൊക്കെ പണ്ഡിതന്മാർക്കിടയിൽ ഏക അഭിപ്രായമുള്ള വിഷയങ്ങളാണ്. ആർക്കും തർക്കമില്ലാത്ത, എല്ലാവരാലും അംഗീകരിക്കപ്പെടുന്ന 10 കാര്യങ്ങളാണ് ഈ കിതാബിൽ അദ്ദേഹം പരാമർശിക്കുന്നത്. എല്ലാവരും അംഗീകരിക്കുന്ന 10 കാര്യങ്ങൾ. ഈ 10 കാര്യങ്ങൾ എന്തിനാണ് നമ്മൾ പഠിക്കുന്നത്? ഈ 10 കാര്യങ്ങൾ നമ്മൾ പഠിക്കുന്നതിന്റെ ഉദ്ദേശം എന്താണ്? ഷെയ്ഖ് അബ്ദുസ്സലാം ബർജസ് റഹിമഹുല്ലാഹ് തന്നെ പറഞ്ഞതുപോലെ, ഇത് വെച്ചുകൊണ്ട് നമുക്ക് ആളുകളെ വിലയിരുത്താൻ സാധിക്കും. ഓരോ സംഘങ്ങളെ നമുക്ക് വിലയിരുത്താൻ സാധിക്കും. അവർ അഹ്ലുസുന്നയിൽപ്പെട്ടവരാണോ അതല്ല അഹ്ലുസുന്നയിൽപ്പെട്ടവരല്ലേ? കാരണം ഇന്ന് നിങ്ങൾ നോക്കിയാൽ നമ്മുടെ ചുറ്റുപാടും ധാരാളം ആളുകളുണ്ട്, പല വിഭാഗങ്ങളുണ്ട്, പല സംഘടനകളുണ്ട്, സംഘങ്ങളുണ്ട്. എല്ലാവരും പറയുന്നു ഞങ്ങൾ ഹക്കിന്റെ ആളുകളാണ്, ഞങ്ങളാണ് ഖുർആനിന്റെയും സുന്നത്തിന്റെയും വക്താക്കൾ. പലരും ചോദിക്കാറുണ്ട്, നമുക്ക് എങ്ങനെയാണ് സത്യത്തിന്റെ ആളുകളെ മനസ്സിലാക്കാൻ സാധിക്കുക? എല്ലാവരും അവർ സത്യത്തിന്റെ ആളുകളാണെന്ന് പറയുമ്പോൾ, എല്ലാവരും ഞങ്ങൾ ഖുർആനിന്റെയും സുന്നത്തിന്റെയും ആളുകളാണെന്ന് പറയുമ്പോൾ ഞങ്ങൾക്ക് എങ്ങനെ സത്യം മനസ്സിലാക്കാൻ സാധിക്കും? സത്യത്തിന്റെ ആളുകളുടെ കൂടെ നിൽക്കുക എന്നുള്ളത് നമ്മുടെ ബാധ്യതയാണ്. നമുക്ക് എങ്ങനെയാണ് അവരെ മനസ്സിലാക്കാൻ സാധിക്കുക? അതിനുള്ള ഉത്തരമാണ് ഈ കിതാബ്. ഷെയ്ഖ് അബ്ദുസ്സലാം പറയുന്നു, ഈ കിതാബിൽ പറയുന്ന അഹ്ലുസുന്നക്കിടയിൽ അഭിപ്രായ വ്യത്യാസമില്ലാത്ത ഈ 10 കാര്യങ്ങൾ, ഇത് നിങ്ങൾ നോക്കുക. ഈ കാര്യങ്ങൾ ഒരു വിഭാഗം ശ്രദ്ധിക്കുന്നുവെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കുക അവർ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ മനഹജിലാണ്. ഈ വിഷയത്തിൽ ഏതെങ്കിലും ഒരു വിഭാഗം, ഏതെങ്കിലും ഒരു സംഘടന അവർ അഹ്ലുസുന്നയാണെന്ന് പറയുന്നു, പക്ഷെ ഇനി പരാമർശിക്കാൻ വേണ്ടി പോകുന്ന ഈ 10 കാര്യങ്ങളിൽ ഏതെങ്കിലും ഒന്ന് അവർക്കില്ല എങ്കിൽ, അതിൽ അവർ കുറവ് വരുത്തിയെങ്കിൽ അവരെ സംബന്ധിച്ചിടത്തോളം അവർ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ മനഹജല്ല. മനസ്സിലായോ? അതാണ് ഈ കിതാബ് എഴുതാനുള്ള അദ്ദേഹത്തിന്റെ, അല്ലെങ്കിൽ ഈ സംസാരം നടത്താനുള്ള കാരണം. അതിൽ ഒന്നാമത്തെ അടിസ്ഥാനം, അദ്ദേഹം ഈ കിതാബിൽ പറയുന്ന 10 അടിസ്ഥാനങ്ങളിൽ ഒന്നാമത്തേത് അൽ-ഇഹ്തിമാമു ബിൽ ഇൽമി ശർഇ വത്തഫഖുഹു ഫിദ്ദീൻ. അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ അടിസ്ഥാനങ്ങളിൽപ്പെട്ട ഒന്നാമത്തെ കാര്യമാണ് ഇൽമിന് പ്രാധാന്യം നൽകുക എന്നുള്ളത്. അറിവിന് പ്രാധാന്യം നൽകണം. അറിവിന് പ്രാധാന്യം നൽകണം. അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടുത്തെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് നൽകിയിരിക്കുന്ന നിർദ്ദേശം സൂറത്ത് മുഹമ്മദിൽ കാണാം. അല്ലാഹു പറഞ്ഞു, ഫഅലം അന്നഹു ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഫഅലം, പ്രവാചകരെ സല്ലല്ലാഹു അലൈഹി വസല്ലം, താങ്കൾ അറിയണം, താങ്കൾ മനസ്സിലാക്കണം, താങ്കൾ ഇൽമുള്ളവരാകണം. ഏത് വിഷയത്തിൽ? അന്നഹു ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു സുബ്ഹാനഹു വ തആലയെ മാത്രമേ ആരാധിക്കാവൂ എന്ന വിഷയത്തിൽ പ്രവാചകരെ താങ്കൾക്ക് അറിവുണ്ടാകണം, താങ്കൾ അറിഞ്ഞിരിക്കണം. ഇതാരോടുള്ള നിർദ്ദേശമാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോ. ഇത് വിശദീകരിച്ചുകൊണ്ട് ഇമാം അബു അബ്ദുല്ലാഹ് അൽ ബുഖാരി റഹിമഹുല്ലാഹ് അദ്ദേഹത്തിന്റെ സഹീഹിൽ ഒരു അധ്യായം കൊണ്ടുവന്നതായി കാണാം. ബാബുൻ അൽ അമലു ഖബ്ല അൽ ഇൽമു ഖബ്ല അൽ ഖൗലി വൽ അമൽ. അൽ ഇൽമു ഖബ്ല അൽ ഖൗലി വൽ അമൽ. നമ്മൾ ഒരു കാര്യം പറയുന്നതിന് മുമ്പ്, ഒരു കാര്യം പ്രവർത്തിക്കുന്നതിന് മുമ്പ് അതിനെക്കുറിച്ച് അറിവുണ്ടായിരിക്കണം. വദ്ദലീൽ, അതിന്റെ തെളിവ് എന്താണ്? അല്ലാഹു പറയുന്നു, ഫഅലം അന്നഹു ലാ ഇലാഹ ഇല്ലല്ലാഹ്. അപ്പോൾ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അല്ലാഹു നൽകിയിരിക്കുന്ന നിർദ്ദേശം, പ്രവാചകരെ താങ്കൾ അറിയണം, താങ്കൾ പഠിക്കണം, താങ്കൾ മനസ്സിലാക്കണം. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അല്ലാഹു പറയുന്നുവെങ്കിൽ നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ഉത്തരവാദിത്തമാണ്. ഇമാം ബുഖാരി അതിൽ നിന്ന് മനസ്സിലാക്കിയതുപോലെ ഏതൊരു കാര്യം ചെയ്യുന്നതിന് മുമ്പും, ഏതൊരു വാക്ക് നമ്മൾ പറയുന്നതിന് മുമ്പും അതിനെക്കുറിച്ച് നമ്മൾ അറിയണം. നമ്മൾ പറയുന്നത് ശരിയാണോ? നമ്മൾ പറയുന്നത് സത്യമാണോ? ദീനിൽ ഒരു മസ്അല നമ്മൾ സംസാരിക്കുമ്പോൾ ഞാൻ പറയുന്നത് ശരിയാണോ? എന്റെ റബ്ബ് ഇങ്ങനെയാണോ ഈ ദീനിൽ പഠിപ്പിച്ചിരിക്കുന്നത്? ഒരാളോട് ഒരു വിഷയത്തിൽ ഒരു സംസാരം നടത്തുമ്പോൾ ഈ സംസാരം എനിക്ക് അനുവദിക്കപ്പെട്ട സംസാരമാണോ? എന്റെ പ്രവർത്തനം എനിക്ക് അനുവദിക്കപ്പെട്ടതാണോ? ഈ രൂപത്തിൽ ഏത് കാര്യത്തിലും പ്രവർത്തിക്കുന്നതിന് മുമ്പ് നമുക്ക് അറിവുണ്ടാകണം. അതാണ് അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ ഒന്നാമത്തെ അടിസ്ഥാനം എന്നുള്ളത്. ഇതെങ്ങനെയാണ് സംഘടനകളിലേക്ക് നാം മനസ്സിലാക്കേണ്ടത്? ഏതൊരു വിഭാഗം അറിവിന് പ്രാധാന്യം നൽകുന്നില്ല എങ്കിൽ മനസ്സിലാക്കുക അവർ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ മനഹജിൽപ്പെട്ടതല്ല. ഒരു വിഭാഗം പറയുന്നു ഞങ്ങൾ ഖുർആനിന്റെയും സുന്നത്തിന്റെയും വക്താക്കളാണ്, പക്ഷേ അറിവിന് അവർ പ്രാധാന്യം നൽകുന്നില്ല, ഇൽമു പഠിക്കുന്നതിൽ അവർക്ക് പ്രാധാന്യമില്ല. അങ്ങനെയാണെങ്കിൽ അവർ പിഴച്ച മാർഗത്തിലാണ് ചലിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം
അള്ളാഹുവിന്റെ റസൂലിന് നൽകപ്പെട്ട നിർദ്ദേശമാണ്. ഫഅലം, പ്രവാചകരെ സല്ലല്ലാഹു അലൈഹി വസല്ലം, താങ്കൾ അറിഞ്ഞിരിക്കണം, താങ്കൾ പഠിക്കണം. എന്തുകൊണ്ടാണ് പഠിക്കണമെന്ന് പറയുന്നത്? എന്റെ സഹോദരങ്ങൾ ശരിക്കിത് ശ്രദ്ധിക്കണം. എന്തുകൊണ്ടാണ് നാം പറയുന്നത് പഠിക്കണം, അറിവ് നേടണം എന്ന് പറയാനുള്ള ഏറ്റവും വലിയ കാരണം എന്താണ്? അറിവുണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് സത്യം മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. അറിവുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് സത്യം മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. എന്റെ സഹോദരങ്ങൾ ശരിക്ക് ചിന്തിക്കുക. അറിവില്ലാതെ ഇപ്പൊ നമ്മൾ ഇന്ന് ജീവിക്കുമ്പോൾ നമ്മുടെ ചുറ്റുഭാഗം ധാരാളം സംഘടനകളെ കാണുന്നു, ധാരാളം വിഭാഗങ്ങളെ കാണുന്നു, ധാരാളം ആളുകൾ. എല്ലാവരും പറയുന്നു നാം ഹക്കിന്റെ ആളുകളാണ്. എല്ലാവരും പറയുന്നു നാമാണ് ഖുർആനിന്റെയും സുന്നത്തിന്റെയും വക്താക്കൾ. ഇതിൽ നിന്ന് ഏത് വിഭാഗമാണ് ഹക്കിന്റെ ആളുകൾ എന്ന് മനസ്സിലാക്കണമെങ്കിൽ നമുക്ക് എന്ത് വേണം? അറിവ് വേണം. നിർബന്ധമായും അറിവ് വേണം. ഇനി അതല്ല നമുക്ക് ഇങ്ങനെ പറയാൻ പറ്റുമോ? എല്ലാവരും അങ്ങനെ പറഞ്ഞ് നടക്കുന്ന സ്ഥിതിക്ക് നമ്മൾ ഒന്നിനും പോകുന്നില്ല, നമ്മൾ മിണ്ടാതിരിക്കുകയാണ്. ചില ആളുകൾ അങ്ങനെയാണല്ലോ, നമ്മൾ ദർശനമൊന്നുമില്ല, ക്ലാസ് കേൾക്കാൻ നമ്മൾ ഉദ്ദേശിക്കുന്നില്ല, പഠിക്കാൻ നമുക്ക് ആഗ്രഹമില്ല, അല്ലെങ്കിൽ പഠിക്കുന്നില്ല. എന്താ കാരണം? നിങ്ങൾ പറയുന്നു നിങ്ങളാണ് ശരി, അവര് പറയുന്നു അവരാണ് ശരി, നമുക്കിത് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല, അതുകൊണ്ട് നാം അത് ഒഴിവാക്കുന്നു എന്ന് പറയുന്ന ആളുകളുണ്ട്. അത് ശരിയല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തിനോട് ഒരിക്കൽ പറഞ്ഞു, എനിക്ക് ശേഷം നിങ്ങൾ ജീവിച്ചിരിക്കുകയാണെങ്കിൽ ഫഇന്നഹു മൻ യഇശ് മിൻകും ബഅദി ഫസയറ ഇഖ്തിലാഫൻ കസീറ, നിങ്ങൾ അഭിപ്രായ വ്യത്യാസം കാണും. ഇത് അല്ലാഹുവിന്റെ റസൂൽ അഭിപ്രായ വ്യത്യാസം നടക്കുന്നതിന് മുമ്പ് പറഞ്ഞ വാക്കാണ്. അതുകൊണ്ട് ഈ ഉമ്മത്തിൽ അഭിപ്രായ വ്യത്യാസം നടക്കുക എന്നുള്ളത് നിർബന്ധമാണ്, നടന്നേ പറ്റൂ. കാരണം അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു ഈ ഉമ്മത്തിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടാകും. പിന്നെ ചില ആളുകൾ പറയുന്ന ന്യായീകരണം, ഉമ്മത്തിൽ ധാരാളം അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്, അല്ലെങ്കിൽ ഇങ്ങനെ തർക്കിച്ച് നടക്കുന്ന ആളുകളാണ്, അതുകൊണ്ട് നമ്മൾ ഒന്നിനുമില്ല എന്ന് പറയുന്ന ആളുകൾക്ക് ആ ഹദീസിൽ മറുപടിയുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു ഈ ഉമ്മത്തിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടാകുമെന്നല്ല പറഞ്ഞത്, ധാരാളക്കണക്കിന് അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകും. സഹാബികളോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ശേഷം പറഞ്ഞു ഈ ഉമ്മത്ത് അഭിപ്രായ വ്യത്യാസമുണ്ടാകും, അവർക്കിടയിൽ ഭിന്നിപ്പുണ്ടാകും, എല്ലാവരും നരകത്തിന്റെ ആളുകളായിരിക്കും, ഒരു വിഭാഗം മാത്രമേ വിജയിക്കുകയുള്ളൂ എന്ന് പറഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സഹാബികൾ ചോദിച്ചു മൻ ഹിയ യാ റസൂലല്ലാഹ്, നമ്മളിനി ഒന്നിനുമില്ല, ഇങ്ങനെ എല്ലാവരും ഹക്കിന്റെ ആളുകളാണെന്ന് പറയുന്ന സ്ഥിതിക്ക് നമ്മളായിട്ടൊന്നും പഠിക്കാൻ പോകുന്നില്ല എന്നല്ല. പ്രവാചകരെ, ആ വിജയിക്കുന്ന കക്ഷികൾ ആരാണ്? അവരെ കുറിച്ച് താങ്കൾ പറഞ്ഞു തരണം, അവരെ മനസ്സിലാക്കാനുള്ള അടയാളങ്ങൾ പറഞ്ഞു തരണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു മാ അന അലൈഹി അൽയൗമ വഅസ്ഹാബി, ഞാനും എന്റെ സഹാബികളും നിലകൊള്ളുന്ന മാർഗം, ആ മാർഗത്തിൽ ജീവിക്കുന്നവരാണ് വിജയിച്ചവർ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഇവിടെ നാം ജീവിക്കുന്ന ഈ ചുറ്റുപാടിൽ ഹക്കിന്റെ ആളുകളെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കണമെങ്കിൽ നമുക്ക് അറിവുണ്ടാകണം. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞു, പ്രവാചകരെ പറയുക ഹാദിഹി സബീലി അദ്ഉ ഇലല്ലാഹ് അലാ ബസീറത്തിൻ അന വമൻ ഇത്തബഅനി, പ്രവാചകരെ താങ്കൾ പ്രഖ്യാപിക്കുക ഇതാണ് ശരിയായ മാർഗം, ഞാൻ അല്ലാഹുവിലേക്ക് ജനങ്ങളെ ക്ഷണിക്കുകയാണ്. എങ്ങനെയാണ് ക്ഷണിക്കുന്നത്? അലാ ബസീറത്തിൻ, വ്യക്തമായ അറിവോടുകൂടി. വ്യക്തമായ അറിവ് പ്രിയപ്പെട്ടവരെ നാം നേടിയെടുക്കാൻ വേണ്ടി ശ്രമിക്കണം. അതുകൊണ്ടാണ് ഇമാം അഹ്മദ് ബിൻ ഹംബൽ റഹിമഹുല്ലാ പറഞ്ഞതായി ഇബ്നുൽ ഖയ്യിം മദാരിജുസ് സാലികീനിൽ ഉദ്ധരിക്കുന്ന ഒരു അഥർ കാണാം, അന്നാസു ഇലാ തഅല്ലുമിൽ ഇൽമി അഹ്വജു മിൻഹും ഇലാ തഅമി വശറാബ്. ഇമാം അഹ്മദിന്റെ ഈ വാക്ക് കേവലം ഒരു ഭംഗി വാക്കായിട്ട് നമ്മൾ മനസ്സിലാക്കരുത്. ഇമാം അഹ്മദ് പറയുന്ന വാക്ക്, അതിന്റെ അർത്ഥം നാം ചിന്തിക്കുക. ഇമാം അഹ്മദ് പറയുന്നു, ജനങ്ങൾക്ക് ഭക്ഷണപാനീയങ്ങൾ എത്രമാത്രം ആവശ്യമാണോ അതിനേക്കാളും അവർക്ക് അറിവ് ആവശ്യമാണ്. لأن الرجل يحتاج إلى الطعام والشراب في اليوم مرة أو مرتين, ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഭക്ഷണപാനീയങ്ങൾ ഒരു ദിവസം ആവശ്യമായി വരുന്നത് ഒരു തവണയാണ്, അല്ലെങ്കിൽ 2 തവണയാണ്. وحاجته إلى العلم بعدد أنفاسه, എന്നാൽ അറിവിലേക്കുള്ള അവന്റെ ആവശ്യകത എന്ന് പറയുന്നത് അവന്റെ ശ്വാസം എത്ര തവണയാണോ അവൻ എടുക്കുന്നത് അത്രയും തവണ അവൻ ഈ അറിവ് മനസ്സിലാക്കൽ, അള്ളാഹുവിന്റെ ദീനിനെ കുറിച്ച് അറിയൽ അവന് ആവശ്യമാണ് എന്ന് ഇമാം അഹ്മദ് ബിൻ ഹംബൽ റഹിമഹുല്ലാ പറയുന്നതായി നമുക്ക് കാണാൻ സാധിക്കും. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, ഇമാം അഹ്മദിന്റെ ആ വാക്ക് ചിന്തിച്ചാൽ, ശ്വാസം വിടുന്ന എണ്ണത്തിനനുസരിച്ച് അറിവിലേക്ക് ആവശ്യക്കാരാണെന്ന് പറഞ്ഞാൽ എന്താണ് ഇതിന്റെ ഉദ്ദേശം? നമ്മൾ രാവിലെ എഴുന്നേൽക്കുന്നു, രാവിലെ എഴുന്നേൽക്കുമ്പോൾ എന്ത് പറയണം എന്ന് നമ്മൾ അറിയണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്താണ് പഠിപ്പിച്ചത്? അതിനുശേഷം നാം ടോയ്ലറ്റിലേക്ക് പോകുന്നു, ടോയ്ലറ്റിൽ കയറുമ്പോൾ എന്ത് പറയണം, അവിടെ നിന്ന് പുറത്തിറങ്ങുമ്പോൾ എന്ത് പറയണം, ചായ കുടിക്കുമ്പോൾ എന്ത് പറയണം, പല്ല് തേക്കുമ്പോൾ നമ്മുടെ നിയ്യത്ത് എന്തായിരിക്കണം. ഈ രൂപത്തിൽ നമ്മുടെ ഓരോരോ ശ്വാസത്തിനനുസരിച്ച് ഇബാദത്താകാൻ, അല്ലെങ്കിൽ നമുക്ക് നന്മ നേടിയെടുക്കാനുള്ള മാർഗം
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇമാം അഹ്മദ് പറഞ്ഞത് ഭക്ഷണത്തെക്കാളും നമുക്ക് ആവശ്യമാണ് അറിവ് പഠിക്കുക എന്നുള്ളത്. ഭക്ഷണത്തെക്കാൾ ആവശ്യമാണ്. ആ അറിവ് നാം നേടിയെടുത്താൽ നമുക്ക് എത്രയോ പ്രതിഫലങ്ങൾ നേടിയെടുക്കാൻ സാധിക്കും. എത്രയോ പ്രതിഫലങ്ങൾ. ഇപ്പൊ രാത്രി ഉറങ്ങുന്ന രണ്ടാളുകൾ രാത്രിയിൽ ഉറങ്ങുകയാണ്. ഒരാൾക്ക് അറിവുണ്ട്, മറ്റേ ആൾക്ക് അറിവില്ല. എന്താണ് വ്യത്യാസം? രണ്ടുപേരും അവർക്ക് ലഭിക്കുന്നത് ഉറക്കാണ്. പക്ഷേ ഒരാൾ ഉറങ്ങുമ്പോൾ അയാളുടെ നിയ്യത്ത് എനിക്ക് ഉറങ്ങി ആരോഗ്യമുണ്ടാക്കണം, രാവിലെ ഫജ്റിന് എഴുന്നേൽക്കണം, അല്ലെങ്കിൽ തഹജ്ജുദിന് എഴുന്നേൽക്കണം, എനിക്ക് നിസ്കരിക്കണം, എനിക്ക് അതിനു വേണ്ടി ആരോഗ്യം വേണം, എനിക്ക് ഇബാദത്തുകൾ ചെയ്യാൻ ആരോഗ്യം വേണം, അതുകൊണ്ട് ഞാനിതാ ഉറങ്ങുന്നു. രണ്ടാമത്തവൻ അവൻ അത്തരത്തിലുള്ള ഉദ്ദേശമോ ലക്ഷ്യമോ ഒന്നുമില്ല. അവൻ അവിടെ പോയി ഉറങ്ങി. രണ്ടുപേർക്കും ഉറക്ക് ലഭിച്ചു. ഒരാളുടെ ഉറക്ക് പ്രതിഫലത്തിന്റെ കാരണമാണ്, മറ്റേയാളുടെ ഉറക്ക് അയാൾക്ക് സമാധാനം അല്ലെങ്കിൽ ശാരീരികമായി അയാൾക്ക് ബലം ലഭിക്കുമെന്നല്ലാതെ അയാളെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകിച്ച് പ്രതിഫലമില്ല. ഇതാണ് ഇമാം അഹ്മദ് പറഞ്ഞത്, ശ്വാസം വിടുന്ന അത്രയും അറിവിലേക്ക് നാം ആവശ്യക്കാരാണ്. ശ്വാസം വിടുന്ന അത്രയും അറിവിലേക്ക് നാം ആവശ്യക്കാരാണ്. ഇത് നമുക്ക് എപ്പോഴാണ് നേടിയെടുക്കാൻ സാധിക്കുക? അറിവ് പഠിച്ചാൽ മാത്രം. മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹു പറഞ്ഞതുപോലെ, ഞാൻ എന്റെ ഉറക്കിൽ വരെ പ്രതിഫലം കാംക്ഷിക്കുന്നു എന്ന് മുആദ് റളിയല്ലാഹു അൻഹു പറഞ്ഞതായി നമുക്ക് കാണാം. എന്റെ ഉറക്കിൽ വരെ ഞാൻ അള്ളാഹുവിൽ നിന്ന് പ്രതിഫലം ആഗ്രഹിക്കുന്നു. കാരണം എന്താണ്? അവരുടെ നിയ്യത്ത് ഉറങ്ങി എനിക്ക് ശക്തി ഉണ്ടാകണം, എനിക്ക് രാവിലെ എഴുന്നേറ്റ് നിസ്കരിക്കണം, ഉറങ്ങാതിരുന്നാൽ എനിക്ക് ക്ഷയം ബാധിക്കും, അല്ലെങ്കിൽ എനിക്ക് പ്രയാസമുണ്ടാകും, ആരോഗ്യപരമായ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, അറിവിനുള്ള സ്ഥാനം എന്ന് പറയുന്നത് നിസാരമല്ല. നമ്മളെ ഏത് തിന്മകളിൽ നിന്നും തടുക്കാൻ ഏറ്റവും അധികം സാധിക്കുന്നത് അറിവിനാണ്. അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്, ഇന്നമാ യഖ്ഷല്ലാഹ മിൻ ഇബാദിഹിൽ ഉലമാ. സൂറത്തു ഫാത്തിറിൽ അല്ലാഹു പറഞ്ഞു, അല്ലാഹുവിനെ ഭയപ്പെടേണ്ടതുപോലെ ഭയപ്പെടുന്നവർ അറിവുള്ളവർ മാത്രമാണ്. അവർക്കാണ് അതിന് സാധിക്കുകയുള്ളൂ. കാരണം അവർക്കറിയാം, ഞാനൊരു കളവ് പറഞ്ഞാൽ എന്നെ ഭാവിയിൽ അല്ലാഹുവിങ്കൽ കാത്തിരിക്കുന്ന ശിക്ഷ എത്രമാത്രം വലുതാണ്. ഞാനൊരു ഹറാമ് ചെയ്താൽ എന്നെ അല്ലാഹുവിന്റെ മുമ്പിൽ എനിക്ക് ലഭിക്കാനിരിക്കുന്ന ശിക്ഷ എത്രമാത്രം വലുതാണ്. ഞാൻ എന്റെ ജീവിതത്തിൽ അള്ളാഹു വാജിബാക്കിയിരിക്കുന്ന കാര്യങ്ങളിൽ അശ്രദ്ധ കാണിച്ചാൽ റബ്ബിന്റെ മുമ്പിലുള്ള വിചാരണ എത്രമാത്രം കഠിനമാണ്. ഞാൻ പഠിക്കാതിരുന്നാൽ ആളുകൾ വന്ന് അവരൊക്കെ ഹക്കിന്റെ ആളുകളാണെന്ന് പറയുമ്പോൾ സത്യം ഏതാണ് ബാത്തിൽ ഏതാണ് എന്നെനിക്ക് മനസ്സിലാക്കാൻ സാധിക്കാതെ വരും പഠിക്കാതിരുന്നാൽ. അതുകൊണ്ട് പഠിക്കുക എന്ന് പറയുന്നത് നിർബന്ധമായ ബാധ്യതയാണ്. ഒരു വിഭാഗം ഇപ്പൊ നമ്മളെല്ലാവരും തീരുമാനം എടുക്കുകയാണ്, നമ്മൾ പഠിക്കും, നമ്മൾ നന്നായി പഠിക്കും, കാര്യങ്ങൾ മനസ്സിലാക്കും, നമ്മുടെ ജീവിതത്തിൽ ആ ഒരു ബോധ്യമുണ്ടാക്കും എന്ന് നാം തീരുമാനമെടുത്താൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാകും. അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് നാം ഇന്ന് ജീവിച്ചിരിക്കുന്ന ഈ ഒരു രാജ്യം, നാം ഇന്ന് ജീവിക്കുന്ന സൗദി അറേബ്യ. ഈ നാട്ടിൽ ഇവിടുത്തെ മുൻകഴിഞ്ഞ ഭരണാധികാരികൾ മലിക് സഊദ് ബിൻ അബ്ദുൽ അസീസും ഫൈസൽ ബിൻ തുർക്കിയും റഹിമഹുമുല്ലാ അവർ തീരുമാനമെടുക്കുന്നു, ഇവിടെയുള്ള മസാജിദുകളിൽ ഉസൂലു സലാത്ത് പഠിപ്പിക്കപ്പെടണം, ഇവിടെയുള്ള മസാജിദുകളിൽ കശ്ഫ് ശുബഹാത്ത് പഠിപ്പിക്കപ്പെടണം, ഇവിടെയുള്ള മസാജിദുകളിൽ കിതാബ് തൗഹീദ് പഠിപ്പിക്കപ്പെടണം. വർഷങ്ങൾക്ക് മുമ്പ് ഈ രാജ്യത്തിന്റെ അവസ്ഥ എന്തായിരുന്നു നമുക്കറിയാം. ഈ രാജ്യത്തിന്റെ ചരിത്രം പഠിക്കുന്നവർക്കറിയാം ഏതൊരു അവസ്ഥയിലാണ് ഈ രാജ്യം ഉണ്ടായിരുന്നത്. ശിർക്കുകളും ബിദ്അത്തുകളും ഖുറാഫാത്തുകളും ഒക്കെ ധാരാളക്കണക്കിനുണ്ടായിരുന്ന ഒരു നാട്. ആളുകൾ ഹജ്ജിന് വരുമ്പോൾ നിങ്ങൾ പഴയ ആളുകളോടൊക്കെ ചോദിച്ചാൽ അത്രയും അധികം തിന്മകൾ നിറഞ്ഞ നാട്. ഈ നാടിന്റെ ചരിത്രം വായിച്ചവർക്കറിയാം ശിർക്കുകൾ ധാരാളമായി ഉണ്ടായിരുന്ന ഒരു നാടാണ്, തിന്മകൾ ധാരാളമായി ഉണ്ടായിരുന്ന ഒരു നാടാണ്. പക്ഷേ ദഅവത്ത് ആരംഭിച്ചു. ജനങ്ങൾക്കിടയിൽ അറിവിന്റെ പ്രാധാന്യം മനസ്സിലാക്കിക്കൊണ്ട് ഈ ഭരണാധികാരികൾ പറഞ്ഞു, മസാജിദുകളിൽ വെച്ച് ഈ കിതാബുകൾ പഠിപ്പിക്കപ്പെടണം. ആളുകളൊക്കെ ഈ കിതാബുകൾ മനഃപ്പാഠമാക്കാൻ തുടങ്ങി. അതുകൊണ്ട് ഇന്ന് സൗദി അറേബ്യയിലെ സാധാരണ ജനങ്ങൾ വരെ, ഒരുപക്ഷെ അവൻ താടി പഠിച്ച് നടക്കുന്നവനായിരിക്കാം, നിര്യാണിക്ക് താഴെ വസ്ത്രം ധരിക്കുന്നവരായിരിക്കാം, പക്ഷേ അവർക്ക് തൗഹീദിനെ കുറിച്ചുള്ള അറിവ് നൽകപ്പെട്ടത് കാരണത്താൽ ഇന്ന് ഈ നാട്ടിൽ അൽഹംദുലില്ലാഹ് തൗഹീദ് ഉയർന്നു നിൽക്കുകയാണ്. ബിദ്അത്തുകൾ ഈ നാട്ടിൽ നമുക്ക് കാണാൻ സാധിക്കുന്നില്ല. കാരണം എന്താണ്? ഒരു സമൂഹത്തിലേക്ക് അറിവ് വ്യാപിപ്പിക്കാൻ ഇവിടുത്തെ ഭരണാധികാരികൾ മുൻകൈയെടുത്തു. ഇതുപോലെ അറിവ് പ്രവേശിച്ചു കഴിഞ്ഞാൽ പ്രിയപ്പെട്ടവരെ, ഒരു പക്ഷേ നമ്മുടെ വരും തലമുറയിലേക്ക് ഏത് രൂപത്തിലാണ് മാറ്റങ്ങൾ ഉണ്ടാവുക എന്ന് നമുക്കറിയില്ല. നമ്മുടെ ജീവിതത്തിൽ അതിന്റെ മാറ്റമുണ്ടാകും, അതുപോലെ തന്നെ വരുന്ന തലമുറയിലേക്കും അതിന്റെ മാറ്റങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ട് അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ ഒന്നാമത്തെ അടിസ്ഥാനം അറിവിന് പ്രാധാന്യം നൽകുക എന്നുള്ളതാണ്. ഞാൻ നേരത്തെ പറഞ്ഞ വാക്ക് ഒന്നുകൂടി പറയുന്നു. നിങ്ങൾ ഏതെങ്കിലും ഒരു സംഘടന, ഏതെങ്കിലും ഒരു വിഭാഗം നിങ്ങളുടെ അരികിലേക്ക് വന്ന് അതാണ് ഹക്കിന്റെ മാർഗം എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് അവരെ മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു അടയാളം ഇതാണ്, അവര് അറിവിന് എത്രമാത്രം പ്രാധാന്യം നൽകുന്നവരാണ്. ഇപ്പൊ നമ്മുടെ നാട്ടിൽ ചില സംഘടനകളുണ്ട്. ആ സംഘടനയിൽ പ്രവർത്തിക്കുന്ന ആളുകൾ
അവർക്ക് എന്തറിവാണുള്ളത്? ആ സംഘടനയിൽ പ്രവർത്തിക്കുന്ന ആളുകൾക്ക് എത്രമാത്രം അറിവ് നൽകാനാണ് അവർ പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്? ഇത് നാം ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. ഇൽമിന് പ്രാധാന്യം നൽകാതിരിക്കുക എന്നുള്ളത് ഒരിക്കലും അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ മാർഗമല്ല. അതുകൊണ്ട് അറിവ് നാം പഠിക്കുക. അതിന് നാം എന്ത് ചെയ്യണം? അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ പണ്ഡിതന്മാരുടെ ദർസുകൾ, ഇവിടെ നടക്കുന്ന ക്ലാസുകളാണെങ്കിൽ അതിന് നമുക്ക് അറബി അറിയെങ്കിൽ അതിന് പങ്കെടുക്കുക. അതല്ലെങ്കിൽ നമുക്ക് പഠിക്കാനുള്ള സൗകര്യങ്ങൾ എന്താണെന്ന് നോക്കി അത് പഠിക്കാൻ നാം ശ്രമിക്കുക. കാരണം അറിവ് നേടുക എന്നുള്ളത് തിന്മകളിൽ നിന്ന് നമ്മെ തടയുന്ന ഏറ്റവും വലിയ കാര്യമാണ്. ഇനി ഒരാൾ പറയാണ്, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരാൾ പറയുന്നു, ഞാനിതിനൊന്നും പോകുന്നില്ല, നമ്മൾ പഠിക്കുന്നില്ല, എനിക്ക് ഈ ദർസുകൾ കേൾക്കാനൊന്നും സമയമില്ല. ആർക്കാണ് അതിന്റെ നഷ്ടം? അവർക്ക് തന്നെയാണ്. നാം എപ്പോഴും പ്രിയപ്പെട്ടവരെ നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഒരു ദിവസം ഇവിടുന്ന് നാം മരിക്കേണ്ടവരാണ്. അതിൽ ആർക്കും തർക്കമില്ല. നമ്മളെല്ലാവരും ഏക അഭിപ്രായത്തിലാകുന്ന ഒരു വിഷയമാണത്. നമ്മളെല്ലാവരും മരിക്കും. ഒരാൾക്കും പറയാൻ പറ്റില്ല മരിക്കില്ല എന്നുള്ളത്. മരണശേഷം അള്ളാഹുവിന്റെ മുമ്പിൽ ചോദ്യമുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ത്വലബുൽ ഇൽമി ഫരീളത്തുൻ അലാ കുല്ലി മുസ്ലിം. ഓരോരോ മുസ്ലിം എന്ന് പറഞ്ഞാൽ ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരും സ്വയം നഫ്സിനോട് പറയാ, എനിക്ക് വ്യക്തിപരമായി അറിവ് നേടുക എന്നുള്ളത് നിർബന്ധമായ ബാധ്യതയാണ്. അത് നീ നേടുന്നില്ലെങ്കിൽ അള്ളാഹുവിന്റെ മുമ്പിൽ നിന്റെ വിചാരണക്ക് മറുപടി പറയേണ്ടതും നീ തന്നെയാണ്. നീ പഠിക്കേണ്ടത് നിനക്ക് വേണ്ടിയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സംബന്ധിച്ചിടത്തോളം യാ അയ്യുഹന്നാസ് അൻതുമുൽ ഫുഖറാഉ ഇലല്ലാഹ്, ജനങ്ങളെ നിങ്ങളാണ് അല്ലാഹുവിലേക്ക് ആവശ്യക്കാർ. വല്ലാഹു ഹുവൽ ഗനിയുൽ ഹമീദ്, അല്ലാഹു സ്വയം പര്യാപ്തനാണ് എന്ന ബോധ്യം നമുക്കുണ്ടാകണം. നമ്മൾ പഠിക്കാൻ വേണ്ടി തീരുമാനിക്കുക. ഇതാണ് അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ ഒന്നാമത്തെ അടിസ്ഥാനം. രണ്ടാമത്തെ കാര്യം, നമ്മൾ ഈ ഓരോ വിഷയങ്ങൾ നന്നായി വിശദീകരിക്കുകയാണെങ്കിൽ ധാരാളം സമയം വേണം. ഞാൻ അതിൽ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ പറയുക എന്നതാണ് ഇൻഷാ അല്ലാഹ് നമ്മുടെ ഉദ്ദേശം. ഒന്നാമത്തെ കാര്യം നമ്മൾ പറഞ്ഞു. രണ്ടാമത്തേത് ഷെയ്ഖ് അബ്ദുസ്സലാം ബർജസ് റഹിമഹുല്ലാ പറയുന്നു, അൽ ഹിർസു അല തത്ബീഖ് അൽ അമലി ലിൽ ഇസ്ലാം. ഇസ്ലാം അനുസരിച്ച് ജീവിക്കാൻ നമ്മൾ ശ്രമിക്കുക. ഒന്നാമത്തേത് അറിവാണ്. രണ്ടാമത്തേത് നാം പഠിച്ച അറിവനുസരിച്ച് നാം പ്രവർത്തിക്കുക. ഇത് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞതുപോലെ നാം ഓരോരുത്തരും ഈ ഒരു വാക്കിനെ കുറിച്ച് ഒന്ന് ചിന്തിച്ച് അറിവനുസരിച്ച് നമ്മൾ പ്രവർത്തിക്കണം. ഉമർ റളിയല്ലാഹു അൻഹു പറയുന്നു, ഹാസിബു അൻഫുസകും ഖബ്ല അൻ തുഹാസബു. അല്ലാഹുവിന്റെ മുമ്പിൽ നിങ്ങളെ വിചാരണക്കെടുക്കുന്നതിന് മുമ്പ് സ്വയം ഒന്ന് വിചാരണ നടത്താൻ നമ്മൾ തയ്യാറാവുക. നമുക്കറിയുന്ന കാര്യങ്ങൾ അത് ജീവിതത്തിൽ നാം പ്രാവർത്തികമാക്കാറുണ്ട്. ഫർളായ കാര്യങ്ങളാകട്ടെ സുന്നത്തായ കാര്യങ്ങളാകട്ടെ, നമ്മുടെ ജീവിതത്തിൽ അമലുകൾക്ക് നാം നൽകുന്ന സ്ഥാനം എന്താണ്? ഇത് അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ ഒരു അടിസ്ഥാനമാണ്. അമലുകളിൽ അവർ ശ്രദ്ധ കാണിക്കും. അബൂ അബ്ദുറഹ്മാൻ അസ്സുലമി റഹിമഹുല്ലാ പറയുന്നതായി നമുക്ക് കാണാം, حدثنا من كان يقرئنا من أصحاب النبي صلى الله عليه وسلم أنهم كانوا يقترئون من رسول الله عليه الصلاة والسلام 10 آيات. അബൂ അബ്ദുറഹ്മാൻ അസ്സുലമി പറയുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് ദീന് പഠിച്ച, ഖുർആൻ പഠിച്ച സഹാബികൾ നമ്മോട് പറയാറുണ്ടായിരുന്നു, അവർ 10 ആയത്തുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് പഠിച്ചു കഴിഞ്ഞാൽ ഫലാ യഖുദൂന ഫിൽ 10 الأخرى حتى يعلموا ما في هذا من العلم والعمل. ആ പഠിച്ചതനുസരിച്ച് പ്രവർത്തിക്കുന്നതുവരെ അടുത്ത 10 കാര്യങ്ങൾ അവർ പഠിക്കാറില്ലായിരുന്നു എന്ന് ഇബ്നു അബി ശൈബ റഹിമഹുല്ലാ ഉദ്ധരിക്കുന്ന അസറിൽ നമുക്ക് കാണാൻ സാധിക്കും. നമ്മുടെ മുൻഗാമികൾ അങ്ങനെയാണ്. ഒരു കാര്യം അവർ പഠിച്ചു കഴിഞ്ഞാൽ അവർ ജീവിതത്തിൽ അമലിൽ കൊണ്ടുവരും. ഈ വിഷയത്തിൽ പ്രിയപ്പെട്ടവരെ, ഇത് അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ അടിസ്ഥാനമായി ഷെയ്ഖ് അബ്ദുസ്സലാം ബർജസ് റഹിമഹുല്ലാ പരിചയപ്പെടുത്തുന്ന കാര്യമാണ്. അമലുകളിൽ നമുക്ക് ശ്രദ്ധയുണ്ടാകണം. നിങ്ങൾക്കറിയാം, ജൂതന്മാരെ അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിൽ ആക്ഷേപിച്ചപ്പോൾ പറഞ്ഞൊരു കാര്യം എന്താണ്? മസലുൽ ലദീന ഹുമ്മിലു തൗറാത ثم ലം യഹ്മിലൂഹാ കമസലിൽ ഹിമാരി യഹ്മിലു അസ്ഫാറ. ജൂതന്മാരെ സംബന്ധിച്ചിടത്തോളം വേദഗ്രന്ഥങ്ങൾ അവർക്ക് നൽകപ്പെട്ടു, പക്ഷെ അതനുസരിച്ച് അവർ പ്രവർത്തിച്ചിട്ടില്ല. അതനുസരിച്ചുകൊണ്ട് അവർ ജീവിതം ചിട്ടപ്പെടുത്തിയിട്ടില്ല. അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ജൂതന്മാരെ ആക്ഷേപിച്ചതായി പരിശുദ്ധ ഖുർആനിൽ കാണാം. അതുകൊണ്ടാണ് സലഫുകളിൽ നിന്ന് ചിലർ പറഞ്ഞത്, നമുക്കൊരു വിഷയത്തിൽ അറിവുണ്ടായിരിക്കുകയും അതനുസരിച്ച് നാം പ്രവർത്തിക്കുകയും ചെയ്യുന്നില്ല എങ്കിൽ നമ്മിൽ ജൂതന്മാരോട് സാദൃശ്യമുണ്ട് എന്ന് സലഫുകളിൽ ചിലർ പറഞ്ഞതായി നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ട് അമലുകളിൽ പ്രിയപ്പെട്ടവരെ നാം കഴിവിന്റെ പരമാവധി ശ്രദ്ധ ചെലുത്താൻ ശ്രമിക്കണം. അമലുകളിൽ മുന്നേറുക, സൽക്കർമ്മങ്ങളിൽ മുന്നേറുക. നമ്മുടെ അമലുകൾ എത്രമാത്രമുണ്ട് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല കാണണം. നമ്മിൽ നിന്ന് നാം അമലുകൾ വർദ്ധിപ്പിക്കുക. അമലുകളിൽ മുന്നേറുക എന്നുള്ളത് അമ്പിയാക്കളുടെ സ്വഭാവമാണ്, മുഅ്മിനീങ്ങളുടെ സ്വഭാവമാണ്.
അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ പറഞ്ഞതായി കാണാം. സൂറത്ത് ആലു ഇംറാനിൽ യുഅ്മിനൂന ബില്ലാഹി വൽ യൗമിൽ ആഖിർ, അവർ അല്ലാഹുവിലും അന്ത്യനാളിലും വിശ്വസിക്കുന്നവരാണ്. വയഅ്മുറൂന ബിൽ മഅറൂഫി വയൻഹൗന അനിൽ മുൻകർ, മുഅ്മിനീങ്ങൾ എന്ന് പറഞ്ഞാൽ നന്മ പറയുന്നവരും തിന്മ വിലക്കുന്നവരുമാണ്. വയുസാരിഊന ഫിൽ ഖൈറാത്ത്, വയുസാരിഊന ഫിൽ ഖൈറാത്ത്, നന്മകളിൽ അവർ നന്മകൾ ചെയ്യുമെന്നല്ല, വിശ്വാസികളുടെ വിശേഷണമാണിത്. നാം വിശ്വാസികളാണെങ്കിൽ നമുക്ക് ഈ വിശേഷണം ഉണ്ടോ? എന്താണ് അവരുടെ വിശേഷണം? യുസാരിഊൻ, അവർ നന്മകളിൽ മത്സരിക്കുന്നവരാണ്. മത്സരമാണ്. എങ്ങനെയെങ്കിലും ഒരു നന്മ ചെയ്യുക എന്നതല്ല, മറിച്ച് സലഫുസ് സാലിഹീങ്ങൾ, നമ്മുടെ മുഅ്മിനീങ്ങളായ മുൻഗാമികളായ ആളുകൾ, അവർ നന്മകളിൽ മത്സരിക്കുന്നവരായിരുന്നു. സഹാബത്തിന്റെ ചരിത്രം നിങ്ങൾ നോക്കിയാൽ അവരെത്രമാത്രം നന്മകളിൽ മത്സരിച്ചിരുന്നു. നമുക്കിന്ന് പലപ്പോഴും വരുന്ന വലിയൊരു കുറവാണ് അമലിലുള്ള മുന്നേറ്റം എന്നുള്ളത്. നമുക്ക് ഇൽമുണ്ട്, പലർക്കും ദർസുകളിൽ ഇരിക്കുന്നവരാണ്, പക്ഷെ അമലുകൾ എത്രമാത്രം നാം ശ്രദ്ധിക്കുന്നു. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തിനോട് പറഞ്ഞു, സഹൽ ബിൻ സഅദ് അൽ-സാഇദി റളിയല്ലാഹു അൻഹുവിന്റെ ഹദീസിൽ കാണാം, അവിടുന്ന് ഒരിക്കൽ സഹാബത്തിനോട് പറഞ്ഞു, ലഉഅതിയന്ന റായത ഗദൻ റജുലൻ യുഹിബ്ബുല്ലാഹ വറസൂലഹു വയുഹിബ്ബുഹു അല്ലാഹു വറസൂലുഹു, ഞാൻ നാളെ ഖൈബർ യുദ്ധത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ഞാൻ നാളെ ഈ യുദ്ധത്തിന്റെ പതാക നൽകുന്നത് ഒരു വ്യക്തിക്കായിരിക്കും. എന്താണ് ആ വ്യക്തിയുടെ പ്രത്യേകത? അയാളെ അള്ളാഹുവും റസൂലും ഇഷ്ടപ്പെടുന്നു, അദ്ദേഹം അള്ളാഹുവിനെയും റസൂലിനെയും ഇഷ്ടപ്പെടുന്നു. അങ്ങനെയുള്ള ഒരാൾക്ക് ഞാൻ ഈ പതാക നൽകുന്നതാണ്. ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സാക്ഷ്യം പറയുകയാണ്, ഞാൻ ആ നൽകുന്ന വ്യക്തിയുടെ വിശേഷണം എന്താണെന്നാൽ സഹാബികൾക്ക് ഇതുവരെ ആരാണെന്ന് അറിയില്ല. ഈ സംസാരം പ്രവാചകൻ നടത്തുമ്പോൾ സഹാബികൾക്കറിയില്ല ആരെക്കുറിച്ചാണ് പറയുന്നത്. പക്ഷേ പ്രവാചകൻ അയാൾക്ക് വേണ്ടി സാക്ഷ്യം പറയുന്നു. പ്രവാചകൻ പറഞ്ഞു, അയാളുടെ വിശേഷണം എന്താണെന്നാൽ അയാളെ അള്ളാഹുവിനും റസൂലിനും ഇഷ്ടമാണ്. അയാളെ അള്ളാഹുവിനും റസൂലിനും ഇഷ്ടമാണ്. നമ്മൾ അള്ളാഹുവിനെയും റസൂലിനെയും സ്നേഹിക്കുക എന്നുള്ളത് വലിയ മർത്തബയാണ്. അതിനേക്കാളും വലുതാണ് അള്ളാഹുവിന്റെ സ്നേഹം അയാൾക്കുണ്ട് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സാക്ഷി പറയുന്നു. ഇത് കേട്ട സഹാബികൾ അവരെന്താ ചെയ്തത്? എന്തായാലും പ്രവാചകൻ പറഞ്ഞതല്ലേ, നമുക്ക് എല്ലാവർക്കും ഉറങ്ങിക്കളയാം, നാളെ പ്രവാചകൻ ആർക്കെങ്കിലും നൽകുമ്പോൾ മനസ്സിലാക്കുക എന്നാണോ? ആ സഹാബി ഉദ്ധരിക്കുമ്പോൾ, ഹദീസ് ഉദ്ധരിക്കുമ്പോൾ പറയുന്നു, എല്ലാവരും രാത്രിയും വല്ലാതെ ആഗ്രഹിച്ചു കടന്നു, നാളെ പ്രവാചകൻ എന്നെ വിളിച്ചിരുന്നെങ്കിൽ എത്ര നന്നായേനെ. ഈ കൊടി നൽകാൻ എന്നെയാണ് പ്രവാചകൻ വിളിച്ചിരുന്നതെങ്കിൽ എത്ര നന്നായേനെ എന്ന് ഓരോരോ സഹാബികളും അവർ സ്വയം മനസ്സിൽ മന്ത്രിച്ചു. അവർ പരസ്പരം പറഞ്ഞു, അവരാഗ്രഹിച്ചു, എന്നെ വിളിക്കണം. കാരണം എന്താ? ആ വ്യക്തിയുടെ ക്വാളിറ്റി എന്നാൽ അവരെ അള്ളാഹുവിന് ഇഷ്ടമാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. ആ നന്മയിൽ മുന്നേറാൻ പൊതുവെ സഹാബത്തിന്റെ ചരിത്രം നമുക്കറിയാം. അവരൊരിക്കലും ഭൗതികമായ നേട്ടങ്ങൾ ആഗ്രഹിച്ചിരുന്നില്ല. അവരൊരിക്കലും സൈന്യത്തിന്റെ മുന്നിൽ നിൽക്കണമെന്ന് ആഗ്രഹിച്ചിരുന്നില്ല. എന്ന് പറഞ്ഞാൽ സേനാധിപനായി മുന്നിൽ ഉണ്ടാകണമെന്ന് ആഗ്രഹിച്ചില്ല. ഇസ്ലാമിന് വേണ്ടി ഖിദ്മത്ത് ചെയ്യണമെന്ന ചിന്ത മാത്രമാണ് അവർക്ക്. പക്ഷേ ഇവിടെ അവർ സൈന്യാധിപനായി, ആ സൈന്യത്തെ മുന്നിൽ നടക്കുന്നവനായി എനിക്കാകണം, ആ സ്ഥാനം എനിക്ക് വേണം എന്ന് ആഗ്രഹിക്കാനുള്ള കാരണം എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഷഹാദത്ത്, അള്ളാഹുവിനെ സ്നേഹിക്കുന്ന, അള്ളാഹു സ്നേഹിക്കുന്ന ആ മർത്തബയിൽ എനിക്ക് എത്തണം എന്ന താല്പര്യമായിരുന്നു ആ രാത്രിയിൽ സഹാബികൾ പരസ്പരം സംസാരിക്കാനും ഇത്തരത്തിൽ ചിന്തിക്കാനും കാരണം. അങ്ങനെയായിരുന്നു അവർ നന്മകളിൽ മുന്നേറുന്നവർ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മസ്ജിദ് നബവി നിർമ്മിക്കുന്ന സമയം സഹാബികളൊക്കെ ഓരോരോ ഇഷ്ടിക കൊണ്ടുകൊടുക്കുമായിരുന്നു. ഇഷ്ടിക എടുത്ത് മസ്ജിദ് പണിയാൻ എല്ലാവരും സഹായിക്കും. അമ്മാർ ഇബ്നു യാസിർ റളിയല്ലാഹു അൻഹു ആവട്ടെ 2 ഇഷ്ടികകളാണ് എടുത്തുകൊണ്ട് നടക്കാറ്. സഹീഹ് ബുഖാരിയിലുള്ള സംഭവമാണ്. ഇമാം അഹ്മദിന്റെ അരികിൽ സിയാദ കാണാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അമ്മാറിനോട് ചോദിച്ചു, അമ്മാർ, ബാക്കിയുള്ള സഹാബികൾ ചെയ്യുന്നത് പോലെ ഒരു ഇഷ്ടിക എടുത്താൽ പോലെ താങ്കൾക്കും, താങ്കൾ എന്തിനാ 2 ഇഷ്ടിക എടുക്കുന്നത്? അമ്മാർ ഇബ്നു യാസിർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, പ്രവാചകരെ, എനിക്ക് അള്ളാഹുവിങ്കിൽ വലിയ പ്രതിഫലം വേണം, എനിക്ക് അള്ളാഹുവിന്റെ അരികിൽ വലിയ പ്രതിഫലം വേണം. അവരൊക്കെ ഒരു ഇഷ്ടിക എടുത്ത് നടക്കുമ്പോൾ 2 ഇഷ്ടിക ഞാൻ എടുത്താൽ ഞാൻ അമലുകൾ കൂടുതൽ ചെയ്ത ഒരാളായില്ലേ, അതുകൊണ്ട് എനിക്ക് ആ പ്രതിഫലം ആഗ്രഹമുണ്ട് എന്ന് അമ്മാർ ബിൻ യാസിർ റളിയല്ലാഹു അൻഹു പറഞ്ഞതായി നമുക്ക് കാണാം. ഇതായിരുന്നു സഹാബത്തിന്റെ ജീവിതം. അമലുകളിൽ അവർ മുന്നേറി. മഹാനായ ഉമർ ബിൻ അൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ കയ്യിൽ ഒരിക്കൽ കുറച്ച് സമ്പാദ്യം ഉണ്ടായിരുന്നു. പൊതുവെ ഉണ്ടാവാറില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അന്നേ ദിവസം സഹാബികളോട് ചോദിച്ചു, സദഖ ചെയ്യണം, നിങ്ങൾ സദഖ നൽകണമെന്ന് സഹാബികളോട് പറഞ്ഞു. ഉമർ റളിയല്ലാഹു അൻഹു തീരുമാനമെടുത്തു, അൽയൗമ അസ്ബിഖു അബൂബക്കർ, എപ്പോഴും അബൂബക്കർ അല്ലേ എന്നെ ഇബാദത്തുകളിൽ തോൽപ്പിക്കാറുള്ളത്, ഇന്ന് ഞാൻ അബൂബക്കറിനെ തോൽപ്പിക്കും, ഇന്ന് അബൂബക്കറിനെ ഞാൻ തോൽപ്പിക്കും. എപ്പോഴും അബൂബക്കറാണ് നന്മകളിൽ മുന്നേറുന്നതെങ്കിൽ ഇന്ന് ഉമറിന്റെ ദിവസമാണ്. ഉമർ റളിയല്ലാഹു അൻഹു പറയുന്നു, ഞാൻ നേരെ വീട്ടിലേക്ക് പോയി,
എന്റെ അരികിലുള്ള ആ സമ്പാദ്യത്തിന്റെ പകുതിയും എടുത്ത് ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുന്നിൽ കൊണ്ടുവന്നു. പകുതി എന്നൊക്കെ പറഞ്ഞാൽ പ്രിയപ്പെട്ടവരെ അങ്ങനെ തന്നെ നമ്മൾ മനസ്സിലാക്കണം. 100 രൂപയുണ്ടെങ്കിൽ 50 രൂപ പ്രവാചകന് കൊണ്ടുകൊടുത്തു. അദ്ദേഹം വന്നപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെ ഇരിക്കുകയാണ്. പ്രവാചകന്റെ കയ്യിൽ അത് കൊടുത്തു. ശേഷം അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വന്നു. അബൂബക്കർ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന്റെ സമ്പാദ്യം മുഴുവനായി അവിടെ കൊണ്ടുകൊടുത്തു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉമറിനോട് ചോദിച്ചു, ഉമറെ, വീട്ടിൽ എന്താണ് വീട്ടുകാർക്ക് വേണ്ടി ബാക്കിയാക്കിയിട്ടുള്ളത്? ഉമർ പറഞ്ഞു, പ്രവാചകരെ, കൊണ്ടുവന്നതിന്റെ നേരെ പകുതി അതുപോലെ ഒന്ന് വീട്ടിലുമുണ്ട്. അബൂബക്കറിനോട് ചോദിച്ചു, അബൂബക്കർ, താങ്കൾ എന്താണ് വീട്ടിൽ ബാക്കിയാക്കിയത്? അബൂബക്കർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, പ്രവാചകരെ, അള്ളാഹുവിനോടും റസൂലിനോടുമുള്ള ഇഷ്ടം മാത്രമേ എനിക്കുള്ളൂ, വേറൊന്നുമില്ല. ഞാൻ എന്റെ സമ്പാദ്യം മുഴുവനായി കൊണ്ടുവന്നിട്ടുണ്ട്. ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, അന്ന് എനിക്ക് മനസ്സിലായി അബൂബക്കറിനെ മറികടക്കാൻ എനിക്ക് സാധിക്കുകയില്ല. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, നാം ഇന്ന് ചിന്തിച്ചാൽ പലപ്പോഴും നമ്മുടെ അരികിലേക്ക് ഒരു സദഖയുടെ വിഷയം വന്നാൽ നമ്മൾ എങ്ങനെയാ ചെയ്യാറ്? നാം നോക്കും, ഏറ്റവും അധികം അല്ലെങ്കിൽ ആളുകളൊക്കെ എന്താണ് നൽകിയിരിക്കുന്നത് അതിനേക്കാളും കുറച്ചധികം കൊടുക്കുന്ന ആളുകൾ ഉണ്ടാകും. ആളുകളൊക്കെ കുറഞ്ഞ സംഖ്യയാണെങ്കിൽ കുറഞ്ഞ സംഖ്യ ആയിരിക്കും ബാക്കിയുള്ളവർ കൊടുക്കുക. അങ്ങനെയല്ല നമ്മൾ ചെയ്യേണ്ടത്, നന്മകളിൽ മുന്നേറുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിലേക്ക് ഒരിക്കൽ ഒരു വ്യക്തി വന്നു, വിശന്ന് പ്രയാസപ്പെടുന്ന ഒരു വ്യക്തി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞു, വിശക്കുന്നു പ്രവാചകരെ, പ്രയാസത്തിലാണ്. ആ വ്യക്തി വന്നപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഭാര്യമാരുടെ അരികിലേക്ക് അയച്ചു. അവരോട് പറഞ്ഞു, വീട്ടിൽ എന്തെങ്കിലും ഭക്ഷണം ഉണ്ടെങ്കിൽ ഈ വ്യക്തിക്ക് കൊടുക്കണം. ഭാര്യമാരുടെ വീട്ടിൽ നിന്നൊക്കെ മറുപടി വന്നു. അള്ളാഹുവിന്റെ റസൂലിന്റെ വീട്ടിൽ നിന്ന് മറുപടികൾ വന്നു, എവിടെയും ഭക്ഷണമില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് 9 ഭാര്യമാരുണ്ട്, അവർക്കൊക്കെ വീടുകളുണ്ട്. ആ വീടുകളിൽ ഒന്നും ഈ ആൾക്ക് നൽകാൻ മാത്രം ഭക്ഷണമില്ല. എത്രമാത്രം അവസ്ഥയിലായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിച്ചത് എന്ന് കൂടി നാം ചിന്തിക്കുക അതിനിടയിൽ. ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബികളോട് ചോദിച്ചു, ഇന്ന് ഈ വ്യക്തിക്ക് ആരാണ് ഭക്ഷണം നൽകാൻ തയ്യാറാകുക? അൻസാരിയായ ഒരു സഹാബി എന്നിട്ട് പറഞ്ഞു, പ്രവാചകരെ, ഞാൻ ഭക്ഷണം നൽകാം. അങ്ങനെ ആ വ്യക്തി ഈ അതിഥിയെയും കൂട്ടി വീട്ടിലേക്ക് പോയി. ഭാര്യയോട് ചോദിച്ചു, വീട്ടിൽ എന്താണ് ഭക്ഷണം ഉള്ളത്? അവർ പറഞ്ഞു, കാര്യമായിട്ടൊന്നുമില്ല, മക്കൾക്ക് തയ്യാറാക്കിയ കുറച്ച് ഭക്ഷണമുണ്ട്. മക്കൾക്ക് തയ്യാറാക്കിയ ഒരല്പം ഭക്ഷണം മാത്രമേ ഉള്ളൂ. ആ സഹാബി ഭാര്യയോട് പറഞ്ഞു, ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഏൽപ്പിച്ച അതിഥിയാണ്, നമുക്കൊരു കാര്യം ചെയ്യാം, മക്കളെ നമുക്ക് ഉറക്കാം, മക്കൾ ഉറങ്ങിക്കോട്ടെ. അങ്ങനെ മക്കളെ ഉറക്കി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിർദ്ദേശിച്ച നിർദ്ദേശപ്രകാരം ഈ സഹാബി ഭാര്യയോട് പറഞ്ഞു, നീ ഒരു കാര്യം ചെയ്യുക, ഭക്ഷണം വിളമ്പിക്കഴിഞ്ഞാൽ ലൈറ്റ് നന്നാക്കുന്നത് പോലെ നീ അവിടെ ചെന്ന് ലൈറ്റിന്റെ മുകളിൽ ഒന്ന് അത് കെടുത്തി കളയാം. ലൈറ്റ് നന്നാക്കുന്നത് പോലെ നീ അവിടെ പോയാൽ മതി. പഴയകാലം വിളക്കാണ്, ആ വിളക്ക് നീ കെടുത്തി കളയുക. ഒരിക്കലും അതിഥികൾക്ക് തോന്നരുത് നമുക്ക് ഭക്ഷണമില്ല എന്ന്. ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞയച്ച ആ അതിഥിക്ക് ഭക്ഷണം നൽകി. ഇവരെല്ലാവരും പട്ടിണി കിടന്നു. എല്ലാവരും പട്ടിണി കിടന്നു. ഉമ്മയും വാപ്പയും മക്കളൊക്കെ പട്ടിണി കിടന്നു. പിറ്റേ ദിവസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിൽ ഈ സഹാബി പോയപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, നിങ്ങൾ ഇന്നലെ ചെയ്തിരിക്കുന്ന പ്രവർത്തനം കണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ചിരിച്ചിരിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ചില റിവായത്തിൽ അല്ലാഹു അത്ഭുതപ്പെട്ടിരിക്കുകയാണ് എന്ന് കാണാം. ഇപ്പൊ നിങ്ങൾ ചിന്തിച്ചു നോക്കിയേ, അന്ന് ആ സഹാബിയെ സംബന്ധിച്ചിടത്തോളം ഈ വാർത്ത നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുഖേന അറിഞ്ഞു. പ്രിയപ്പെട്ടവരെ, നാം ഇന്ന് ഇത്തരത്തിൽ നന്മകളിൽ മുന്നേറുകയാണെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇത്തരത്തിൽ ഒരു ഫളിൽ നമുക്ക് അവിടെ തയ്യാറാക്കി വെച്ചാൽ, ഇത്തരത്തിൽ അല്ലാഹുവിൽ നിന്നുള്ള ഒരു സന്തോഷ വാർത്ത നമുക്ക് അവിടെ ഉണ്ട് എങ്കിൽ അത് എത്രമാത്രം വിലപിടിപ്പുള്ളതാണ്. നമുക്ക് നന്മകളിൽ മുന്നേറാൻ ഇനിയും ധാരാളം സാധിക്കും, സൽക്കർമ്മങ്ങളിൽ മുന്നേറാൻ സാധിക്കും. പക്ഷേ പലപ്പോഴും നമ്മുടെ അലസത നമ്മെ അതിന് തടസ്സപ്പെടുത്തുകയാണ്. എന്നാൽ സഹാബത്തിന്റെ ജീവിതം, അവരെപ്പോഴും നന്മകളിൽ മത്സരിക്കുന്നവരാണ്. അള്ളാഹു പറഞ്ഞതുപോലെ, വസാരിഉ ഇലാ മഗ്ഫിറത്തിൻ മിർ റബ്ബിക്കും, നിങ്ങൾ അള്ളാഹുവിന്റെ മഗ്ഫിറത്തിന് വേണ്ടി പരസ്പരം മത്സരിക്കുക. അതുകൊണ്ട് തന്നെ ചില സഹാബികൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അരികിൽ വന്നിട്ട് പറഞ്ഞു, പ്രവാചകരെ, ദഹബ അഹ്ലുദ് ദുസൂരി ബിൽ ഉജൂർ, പ്രവാചകരെ, ഈ സമ്പാദ്യമുള്ള ആളുകളൊക്കെ പ്രതിഫലവുമായിട്ട് പോയി കളയുകയാണ്. സഹാബികൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിൽ വന്ന് പരാതി പറയുന്നു. പ്രവാചകൻ ചോദിച്ചു, എന്താ വിഷയം? പ്രവാചകനോട് പറഞ്ഞു, പ്രവാചകരെ, ഇവർക്ക് സമ്പാദ്യമുണ്ട്, ഇവർ നമ്മെ പോലെ നിസ്കരിക്കുന്നു, നമ്മെ പോലെ അദ്കാറുകൾ ചെല്ലുന്നു, പക്ഷേ നമ്മുടെ അരികിൽ പണമില്ലാത്തത് കൊണ്ട് നമുക്ക് സദഖ നൽകാൻ സാധിക്കുന്നില്ല. അവരാകട്ടെ സദഖ ചെയ്തുകൊണ്ട് നന്മകളിൽ മുന്നേറുകയാണ്. പ്രവാചകരെ, നമ്മൾ എന്ത് ചെയ്യും? അവരുടെ ആവലാതിയാണ്, അവരുടെ വിഷമം പ്രകടിപ്പിക്കുകയാണ്. അവർ നന്മകളിൽ മുന്നേറാൻ ഒരു അവസരം ലഭിക്കുന്നില്ലല്ലോ ഈ വിഷയത്തിൽ എന്ന ഖേദമായിരുന്നു പ്രിയപ്പെട്ടവർ അവരുടെ മനസ്സ് നിറയെ. അമലുകളിൽ മുന്നേറാൻ അതായിരുന്നു നമ്മുടെ മുൻഗാമികളുടെ മാർഗം. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഇത് അഹ്ലുസ് സുന്നത്തി വൽ ജമാഅത്തിന്റെ രണ്ടാമത്തെ അടിസ്ഥാനമായി ഷെയ്ഖ് അബ്ദുൽ സലാം ഈ കിതാബിൽ പറഞ്ഞ കാര്യമാണ്. നന്മകളിൽ നമ്മൾ മുന്നേറുക, പഠിക്കുക, പഠിച്ച കാര്യങ്ങൾ പ്രാവർത്തികമാക്കുക. അദ്കാറു സബാഹ് നമ്മൾ പഠിച്ചാൽ രാവിലെ കിടന്നുറങ്ങാനുള്ളതല്ല, ആ സമയം നാം അദ്കാറു സബാഹ് പറയുക.
അദ്കാറുൽ മസാ പഠിച്ചാൽ ആ ദിക്ർ നമ്മൾ പ്രാവർത്തികമാക്കുക. ഒരു അമൽ നമ്മൾ പഠിച്ചാൽ, ഒരു ഇൽമ് നമ്മൾ നേടിയെടുത്തു കഴിഞ്ഞാൽ ആ അമൽ നമ്മുടെ ജീവിതത്തിൽ നിർബന്ധമായി നമ്മൾ ചെയ്യണം. ഒരു കാരണവശാലും ഒഴിവാക്കില്ല എന്ന തീരുമാനം നമ്മൾ എടുക്കുക. ഇമാം അഹ്മദ് പറഞ്ഞതുപോലെ ഏത് ഹദീസ് ഞാൻ കേട്ടാലും അതനുസരിച്ച് ഞാൻ അമൽ ചെയ്യാൻ ശ്രമിക്കാറുണ്ട്. ഏത് ഹദീസ് കേട്ടാലും അതനുസരിച്ച് അമൽ ചെയ്യുക എന്നുള്ളത് നമ്മുടെ ജീവിതത്തിൽ ഒരു വിശേഷണമായി നാം കൊണ്ട് നടക്കുക. അതാണ് സഹാബത്തിന്റെ മാർഗമെന്ന് അബു അബ്ദുറഹ്മാൻ സുലമി റഹിമഹുല്ല പറഞ്ഞത് നേരത്തെ നമ്മൾ വായിക്കുകയും ചെയ്തിരുന്നു. മൂന്നാമത്തെ അടിസ്ഥാനം, ഒന്നാമത്തേത് ഇൽമ്, രണ്ടാമത്തേത് അമൽ, മൂന്നാമത്തെ കാര്യം അദ്ദഅവതു ഇലല്ലാഹ്, അല്ലാഹു സുബ്ഹാനഹു വ തആലയിലേക്ക് ആളുകളെ ക്ഷണിക്കുക. നാം പഠിച്ച കാര്യങ്ങൾ അത് മറ്റുള്ളവരിലേക്ക് പകർത്തി നൽകുക. അല്ലാഹു പറയുന്നു സൂറത്തു ഫുസ്സിലത്തിൽ, വമൻ അഹ്സനു ഖൗലൻ മിമ്മൻ ദഅാ ഇലല്ലാഹി വഅമില സാലിഹൻ വഖാല ഇന്നനി മിനൽ മുസ്ലിമീൻ. വമൻ അഹ്സനു ഖൗലൻ മിമ്മൻ ദഅാ ഇലല്ലാഹ്, അല്ലാഹുവിലേക്ക് ആളുകളെ ക്ഷണിക്കുന്നതിനേക്കാളും നല്ല സംസാരം സംസാരിക്കുന്നവർ മറ്റാരാണുള്ളത് എന്ന് പറഞ്ഞാൽ, രണ്ടാളുകൾ പരസ്പരം കണ്ടുമുട്ടുമ്പോൾ നിന്റെ സംസാരം റബ്ബിനെ കുറിച്ചാണെങ്കിൽ, ഈ ദീനിനെ കുറിച്ചാണെങ്കിൽ, അള്ളാഹുവിന്റെ റസൂലിനെ കുറിച്ചാണെങ്കിൽ, ഈ ദീനിനെ ഉയർത്താനുള്ള വിഷയങ്ങളാണ് നീ സംസാരിക്കുന്നതെങ്കിൽ നിന്റെ സംസാരമാണ് ഏറ്റവും നല്ല സംസാരമെന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു. അപ്പൊ നമ്മളൊന്ന് ചിന്തിച്ചു നോക്കിയാൽ എത്ര ദിവസമായി നാം നല്ല സംസാരങ്ങൾ സംസാരിച്ചിട്ട്, എത്ര ദിവസമായി നല്ല കാര്യങ്ങൾ പറഞ്ഞിട്ട്. നമുക്കിത് വലിയ അവസരമാണ്. നമ്മുടെ ഭാര്യയോട് നല്ല കാര്യങ്ങൾ നമ്മൾ പറയുക, നന്മകൾ നമ്മൾ പറയുക. വമൻ അഹ്സനു ഖൗലൻ മിമ്മൻ ദഅാ ഇലല്ലാഹ്, നല്ല കാര്യങ്ങൾ പറയുന്നവരെക്കാൾ, അള്ളാഹുവിലേക്ക് ക്ഷണിക്കുന്നവരെക്കാൾ നല്ല ആളുകൾ മറ്റാരാണുള്ളത് എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയും. ആളുകൾക്ക് പ്രിയപ്പെട്ടവരെ എപ്പോഴും നല്ലത് പറഞ്ഞു കൊടുത്തുകൊണ്ടേയിരിക്കുക. ഒരാളെ കണ്ടാൽ അയാൾക്ക് ഖൈറ് പറഞ്ഞു കൊടുക്കുക. നമ്മളെ കുടുംബത്തിലൊക്കെ പലരും ഉണ്ടാവും. ഹറാമ് ചെയ്യുന്നവരുണ്ടാകും, സിഗരറ്റ് വലിക്കുന്നവരുണ്ടാകും, നിര്യാണിക്ക് താഴെ വസ്ത്രം ധരിക്കുന്നവരുണ്ടാകും, ശിർക്ക് ചെയ്യുന്നവരുണ്ടാകും, അള്ളാഹു അല്ലാത്തവരെ വിളിച്ചു പ്രാർത്ഥിക്കുന്നവരുണ്ടാകും, ഖബറാളികളോട് ദുആ ചെയ്യുന്നവരുണ്ടാകും, തവസ്സുൽ ചെയ്യുന്ന ആളുകളുണ്ടാകും, ബിദ്അഇയായ തവസ്സുൽ ചെയ്യുന്ന ആളുകളുണ്ടാകും, പാപങ്ങൾ ചെയ്യുന്നവരുണ്ടാകും. ഇനി നമ്മുടെ കച്ചവട മേഖലയിൽ നോക്കിയാൽ കൈകൂലി വാങ്ങുന്ന ആളുകൾ ഉണ്ടായേക്കാം. അതുപോലെ തന്നെ ഹറാമായ സർട്ടിഫിക്കറ്റ് വെച്ചുകൊണ്ട് ജോലിക്ക് അപ്ലൈ ചെയ്യുന്ന ആളുകൾ ഉണ്ടാകാം. ഇതൊക്കെ ഹറാമുകളാണ്. ഇങ്ങനെ തെറ്റുകൾ കണ്ടാൽ അവരെ നാം ദഅവത്ത് നടത്തുക, അവർക്ക് നാം നന്മകൾ പറഞ്ഞു കൊടുക്കുക. ഒരു വ്യക്തി കുഫ്ർ ചെയ്യുന്നത് കണ്ടാൽ അയാൾക്ക് ഇസ്ലാം പറഞ്ഞു കൊടുക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി അലി ഇബ്നു അബി ത്വാലിബിന്റെ ഹദീസിൽ കാണാം, ലാ യഹ്ദിയല്ലാഹു ബിക റജുലൻ വാഹിദൻ ഖൈറുൻ ലക മിൻ ഹുമറിൻ നഅം. അലി, താങ്കൾ മുഖേന അള്ളാഹു ഒരു വ്യക്തിക്ക് സന്മാർഗം നൽകിയാൽ താങ്കൾക്ക് ചുവന്ന ഒട്ടകങ്ങൾ ലഭിക്കുന്നതിനേക്കാളും ഉന്നതമായ സ്ഥാനമാണതെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി കാണാം. അറബികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ വലിയ സമ്പത്തായിരുന്നു ചുവന്ന ഒട്ടകങ്ങൾ. അതുകൊണ്ട് തന്നെ സഹാബികൾ നന്മകൾ പറയുന്നതിൽ മുന്നേറുന്നവരാണ്. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായ ശേഷം സഹാബികൾ എല്ലാവരും മദീനയിൽ തന്നെ ഇരിക്കുകയാണോ ചെയ്തത്? അല്ല, അവർ ദഅവത്തിന് വേണ്ടി പല രാജ്യങ്ങളിലേക്കും യാത്രയായി. ദഅവത്തിന് വേണ്ടി പല രാജ്യങ്ങളിലേക്കും അവർ സഞ്ചരിച്ചു. കാരണം എന്താണ്? ഈ ദീൻ എത്തിക്കുന്നതിന്റെ മഹത്വം അവർ മനസ്സിലാക്കി, അവരുടെ ഉത്തരവാദിത്വം അവർ മനസ്സിലാക്കി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ, മൻ ദഅ ഇലാ ഹുദാ കാന ലഹു മിനൽ അജ്രി മിസ്ലു ഉജൂരി മൻ തബിഅ. ആരെങ്കിലും ഒരാളെ സന്മാർഗത്തിലേക്ക് ക്ഷണിച്ചാൽ ആ ക്ഷണിക്കപ്പെട്ടവൻ ചെയ്യുന്നതിന്റെ പ്രതിഫലവും കൂടി ക്ഷണിച്ചവന് ലഭിക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. ഇതവർ മനസ്സിലാക്കി. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മുടെ കുടുംബത്തിലും മറ്റും ശിർക്ക് ചെയ്യുന്ന ആളുകളുണ്ടെങ്കിൽ, ഹറാമുകൾ ചെയ്യുന്ന ആളുകളുണ്ടെങ്കിൽ അവർക്ക് നാം പറഞ്ഞു കൊടുക്കുക, ഇത് ചെയ്യാൻ പാടില്ല. നന്മകൾ മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കാൻ നമുക്ക് സാധിക്കുന്ന ഒരു മാർഗവും നാം ഒഴിവാക്കാതിരിക്കുക. അത് നമുക്ക് എളുപ്പത്തിൽ നടക്കുന്ന ഒന്ന് രണ്ട് കാര്യങ്ങൾ ഞാൻ പറയാം. നമ്മുടെ മക്കൾക്ക് സൂറത്തുൽ ഫാത്തിഹ നമ്മൾ പഠിപ്പിച്ചു കൊടുക്കുക. മാതാപിതാക്കൾക്ക് സൂറത്തുൽ ഫാത്തിഹ നന്നായി അറിയുമെങ്കിൽ നിങ്ങൾ തീരുമാനമെടുക്കുക, എന്റെ മകന്, എന്റെ മകൾക്ക് ഞാൻ പഠിപ്പിച്ചു കൊടുക്കും. എന്താണ് അതിന്റെ മെച്ചം? അവരെത്ര കാലം ഈ സൂറത്തുൽ ഫാത്തിഹ ഓതിക്കൊണ്ട് നിസ്കരിക്കുന്നുവോ അതിന്റെ പ്രതിഫലം നിനക്കാണ്. ഇന്ന് പല ആളുകളും അങ്ങനെയുള്ള സ്വന്തം മക്കളെ നന്നാക്കുന്നതിൽ, സ്വന്തം മക്കളുടെ തർബിയത്തിന്റെ വിഷയത്തിൽ പ്രത്യേകിച്ച് ശ്രദ്ധയുണ്ടാവില്ല. അവരെ മദ്രസയിലേക്ക് അയക്കും, മദ്രസയിൽ വെച്ച് പഠിച്ചോട്ടെ എന്ന് വിചാരിക്കും. മദ്രസയിൽ അയക്കണം, ദീന് പഠിപ്പിക്കണം, അതൊക്കെ വേണം. പക്ഷേ നമുക്ക് നന്മകൾ നേടിയെടുക്കാൻ ലഭിക്കുന്ന ഒരു അവസരങ്ങൾ അതൊരിക്കലും നഷ്ടപ്പെടുത്താതിരിക്കാൻ ശ്രമിക്കും. അവർക്ക് പഠിപ്പിച്ചു കൊടുക്കാൻ നമുക്ക് അർഹതയുണ്ടെങ്കിൽ, നമുക്ക് അതിനെക്കുറിച്ചുള്ള അറിവുണ്ടെങ്കിൽ അവർക്ക് ആ കാര്യം നാം പറഞ്ഞു കൊടുക്കുക. സൂറത്തുൽ ഫാത്തിഹ പഠിപ്പിച്ചു കൊടുക്കുക. ഇസ്ലാമിന്റെ പ്രാരംഭ പാഠങ്ങൾ അവരോട് പറയുക. ആരെങ്കിലും നിനക്ക് എന്തെങ്കിലും നൽകിയാൽ അവരോട് ജസാക്കല്ലാഹു ഖൈറൻ പറയണം. ആ മക്കൾ ആരോടൊക്കെ അത് പറഞ്ഞാൽ നിങ്ങൾക്ക് അതിന്റെ പ്രതിഫലമുണ്ട്.
ആരോട് പറഞ്ഞാലും നിങ്ങൾക്ക് അതിന് പ്രതിഫലമുണ്ട്. ഇനി ആ മക്കൾ അവരുടെ മക്കൾക്ക് പഠിപ്പിച്ചു കൊടുത്താൽ പ്രിയപ്പെട്ടവരെ, മരണശേഷവും നമ്മുടെ ഖബറിലേക്ക് ഇത്തരത്തിൽ പ്രതിഫലം വന്നുകൊണ്ടേയിരിക്കും. ആ മക്കൾക്ക് നന്മകൾ പഠിപ്പിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ മരണശേഷം അവർ നമുക്ക് വേണ്ടി ദുആ ചെയ്യും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ഹദീസിൽ പറഞ്ഞതായി കാണാം, മരണപ്പെട്ട മയ്യിത്തിന് പരലോകത്ത് സ്ഥാനം ഉയർത്തി നൽകപ്പെടും. ഈ സമയം ആ മയ്യിത്ത് അല്ലെങ്കിൽ ആ മരണപ്പെട്ട വ്യക്തി ചോദിക്കും, ഇത് എവിടെ നിന്നാണ് എനിക്ക് ലഭിച്ചത്? ഇത് ലഭിക്കാനുള്ള കാരണം എന്താണ്? അദ്ദേഹം മരണപ്പെട്ടു കഴിഞ്ഞതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, അവനോട് പറയപ്പെടും, ബിസ്തിഗ്ഫാരി വലദിക് ലക്, നിന്റെ മകൻ നിനക്ക് വേണ്ടി ഇസ്തിഗ്ഫാർ ചെയ്ത കാരണത്താൽ. നമ്മുടെ ഉമ്മ മരണപ്പെട്ടിട്ടുണ്ട് എങ്കിൽ ആ ഉമ്മാക്ക് വേണ്ടി നാം ഒരു ഇസ്തിഗ്ഫാർ നടത്തിയാൽ, ആ ഉമ്മാക്ക് വേണ്ടി ഒരു ഇസ്തിഗ്ഫാർ നടത്തിയാൽ, ഈ ഇസ്തിഗ്ഫാർ കാരണത്താൽ ആ ഉമ്മയുടെ ദറജ പ്രിയപ്പെട്ടവരെ വർദ്ധിക്കപ്പെടും. അത് അല്ലാഹുവെങ്കിൽ ആ ദറജ ഉയർത്തപ്പെടും. ഇത് നമ്മുടെ മക്കൾക്ക് നമ്മൾ പഠിപ്പിച്ചു കൊടുക്കുക. ഇങ്ങനെ നമ്മുടെ വീട്ടിൽ ഒരു ദീനിയായ അന്തരീക്ഷം ഉണ്ടാക്കുക. ദഅവത്ത് എന്നൊക്കെ പറയുമ്പോൾ എപ്പോഴും പൊതുജനങ്ങളോടുള്ള സംസാരം മാത്രമല്ല, മറിച്ച് നമ്മുടെ വീടുകളിൽ നാം ദഅവത്ത് നടത്തുക. ഭാര്യയ്ക്ക് ദഅവത്ത് നടത്തുക. ഭാര്യ ഏതെങ്കിലും നന്മകളിൽ കുറവ് വരുത്തുന്നെങ്കിൽ, ഏതെങ്കിലും ഖൈറായ കാര്യങ്ങളിൽ കുറവ് വരുത്തുന്നെങ്കിൽ അവർക്ക് പറഞ്ഞു കൊടുക്കുക. അവർ ഹിജാബ് ധരിക്കുന്നില്ലെങ്കിൽ അവരോട് പറയാ, ഹിജാബ് ധരിക്കണം, ഇതാണ് യഥാർത്ഥ ഇസ്ലാമിന്റെ വേഷം, ഇതാണ് ധരിക്കേണ്ടത്, ഹിജാബ് ധരിക്കണം പറഞ്ഞു കൊടുക്കുക. മക്കൾ ഹറാമായ വസ്ത്രങ്ങൾ ധരിക്കുന്നുവെങ്കിൽ, അവരുടെ ശരീരം പ്രദർശിപ്പിച്ചുകൊണ്ട് അവർ നടക്കുന്നുവെങ്കിൽ അവരോട് പറയാ, ഇത് പാടില്ലാത്തതാണ്, ഇസ്ലാം വിലക്കിയതാണ്. ഈ കാര്യങ്ങൾ അവർക്ക് നിർദ്ദേശങ്ങൾ നാം നൽകുക. വീട്ടിൽ TV വെച്ചുകൊടുത്ത് മക്കൾ മ്യൂസിക് കേൾക്കുന്നെങ്കിൽ അത് പറയുക കുട്ടികളോട്, ഇത് പാടില്ലാത്തതാണ്, ഇസ്ലാം വിലക്കിയതാണ്, ഹറാമാണ്. ഈ രൂപത്തിൽ നമ്മുടെ വീടുകളിൽ നിന്ന് നാം ദഅവത്ത് ആരംഭിക്കണം. വീടുകളിൽ നിന്ന് ദഅവത്ത് ആരംഭിക്കുക. ആളുകളിലേക്ക് ദീൻ എത്തിക്കാൻ നമുക്ക് സാധിക്കുന്നത് എന്താണോ അത് നാം ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. അബൂ മദീനത്ത് അദ്ദാരിമി റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിൽ നിന്ന് വന്നിരിക്കുന്ന ഒരു അഥർ ഇമാം തബറാനി അദ്ദേഹത്തിന്റെ അൽ മുഅ്ജമുൽ ഔസത്തിൽ ഉദ്ധരിച്ചതായി കാണാം. സഹാബികൾ പരസ്പരം രണ്ടുപേർ കണ്ടുമുട്ടിയാൽ സൂറത്തുൽ അസ്ർ ഓതി കൊടുക്കാറുണ്ട്. രണ്ടാളുകൾ പരസ്പരം കണ്ടാൽ അവർ സൂറത്തുൽ അസ്ർ പാരായണം ചെയ്യുമായിരുന്നു. എന്താണ് അതിന് കാരണം? ഒരു ഉണർത്തലാണ്, പരസ്പരം ഉണർത്തുകയാണ്. അള്ളാഹു പറഞ്ഞിട്ടുണ്ട്, വൽ അസ്ർ ഇന്നൽ ഇൻസാന ലഫീ ഖുസ്ർ, തീർച്ചയായും മനുഷ്യരൊക്കെ നശിച്ചവരാണ്, നഷ്ടത്തിലാണ്. നിനക്ക് വിജയിക്കണമോ? മനുഷ്യർ നഷ്ടത്തിലാണെന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു ജനവിഭാഗം മാത്രമാണോ? അല്ല, നാം എല്ലാവരും അതിൽ ഉൾപ്പെടും. നമ്മളൊക്കെ നശിച്ചവരാണ്. നമുക്ക് വിജയിക്കണമെങ്കിൽ നമ്മുടെ മുമ്പിലുള്ള മാർഗം എന്താണ്? ഇല്ലല്ലദീന ആമനു, വിശ്വസിക്കണം, ഈമാൻ ശക്തമായി ഉണ്ടാകണം, വഅമിലുസ് സാലിഹാത്ത്, സൽക്കർമ്മങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ചെയ്യണം. ഇതാണ് നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യം, അമലുകളിൽ മുന്നേറണം. മൂന്നാമത്തെയും നാലാമത്തെയും കാര്യം എന്താണ്? വിജയിക്കാനുള്ള മാനദണ്ഡമായി അള്ളാഹു പറഞ്ഞ മൂന്നാമത്തെയും നാലാമത്തെയും കാര്യം വതവാസൗ ബിൽ ഹഖ്, സത്യം പരസ്പരം നിങ്ങൾ പറഞ്ഞു കൊടുക്കണം, ഹക്ക് പറഞ്ഞു കൊടുക്കണം. അള്ളാഹുവിന്റെ ദീന് നിങ്ങൾ ആളുകൾക്ക് പറഞ്ഞു കൊടുക്കണം. നിങ്ങൾക്ക് ഉത്തരവാദിത്വമുള്ളവർ, അവരെ കുറിച്ച് നിങ്ങൾക്ക് ചോദ്യമുണ്ടാകും. യാ അയ്യുഹല്ലദീന ആമനു ഖൂ അൻഫുസകും വഅഹ്ലീകും നാറ, അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ വിശ്വാസികളെ, നിങ്ങൾ നിങ്ങളെയും നിങ്ങളുടെ കുടുംബത്തെയും നരകത്തെ തൊട്ട് നിങ്ങൾ സൂക്ഷിക്കുക. വഖൂദുഹൻ നാസു വൽ ഹിജാറ, നരകത്തിൽ അള്ളാഹു ശിക്ഷിക്കാൻ വേണ്ടി, അവിടെ കത്തിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നത് മനുഷ്യരെയും കല്ലുകളെയുമാണ്. നമ്മുടെ ശരീരമാണ് നരകത്തിൽ വിറകുകളായി ഉപയോഗിക്കുക എന്ന് അള്ളാഹു താക്കീത് നൽകും. അലി ബിൻ അബി താലിബ് റളിയല്ലാഹു അൻഹു അതിന് നൽകിയ വിശദീകരണം കാണാം. ഐ അല്ലിമൂഹും വഅദ്ദിബൂഹും, നിങ്ങളുടെ കുടുംബത്തിന്, നിങ്ങളുടെ മക്കൾക്ക് നിങ്ങൾ അറിവ് പഠിപ്പിച്ചു കൊടുക്കുക, അവർക്ക് നിങ്ങൾ അദബ് പഠിപ്പിച്ചു കൊടുക്കുക. അതാണ് നിങ്ങളുടെ ഉത്തരവാദിത്വം. അത് നിങ്ങൾ നിർവഹിക്കുന്നില്ലെങ്കിൽ പരലോകത്ത് നരകത്തിലെ വിറകുകൊള്ളിയായി നിങ്ങളെ ഉപയോഗിക്കപ്പെടുമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല താക്കീത് നൽകും. ഖുർആനിന്റെ ആയത്തുകളിൽ നിങ്ങൾ എന്നൊക്കെ നിങ്ങൾ കേൾക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ, അത് ഞാൻ എപ്പോഴും പറയാറുണ്ടല്ലോ, നാം ഓരോരുത്തരും ചിന്തിക്കേണ്ടത് എന്നെ കുറിച്ചാണ് പറയുന്നത്. ഞാനാണ് വിറകുകൊള്ളിയാകാൻ പോകുന്നത് ഞാൻ ഖൈറ് പറഞ്ഞു കൊടുത്തിട്ടില്ലെങ്കിൽ. ഞാനാണ് എന്റെ മക്കൾ തിന്മയിലായാൽ അതിന്റെ പ്രയാസം എനിക്ക് കൂടി സഹിക്കേണ്ടി വരും ഞാൻ അവർക്ക് ഖൈറ് പറഞ്ഞു കൊടുത്തിട്ടില്ലെങ്കിൽ. അതുകൊണ്ടാണ് ആസാറുകൾ നിങ്ങൾ നോക്കിയാൽ, സലഫുകളുടെ മനഹജ് നോക്കിയാൽ, മക്കളെ പഠിപ്പിക്കുന്നതിൽ, വീട്ടുകാരെ പഠിപ്പിക്കുന്നതിൽ, അവർക്ക് ദഅവത്ത് നടത്തുന്നതിൽ എത്രമാത്രം നമ്മുടെ മുൻഗാമികൾ ശ്രദ്ധ കാണിച്ചിരുന്നു എന്ന് നമുക്ക് മനസ്സിലാകുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആയിഷ റളിയല്ലാഹു അൻഹയും പ്രവാചകനും നടത്തിയ സംഭാഷണങ്ങൾ നിങ്ങൾ നോക്കിയാൽ എത്രയെത്ര നിങ്ങൾക്ക് കാണാൻ സാധിക്കും. പ്രവാചകൻ ആയിഷയെ പഠിപ്പിക്കുന്നു. ആയിഷ റളിയല്ലാഹു അൻഹ സംശയങ്ങളായി ചോദിക്കുന്നു, പ്രവാചകരെ ബഖീഇന്റെ അരികിൽ പോയാൽ, പ്രവാചകൻ ബഖീഇൽ നിന്ന് തിരിച്ചു വന്നപ്പോൾ പ്രവാചകനോട് ചോദിക്കുന്നു, ഖബറിന്റെ അരികിൽ പോയാൽ പ്രവാചകരെ എന്താണ് പറയേണ്ടത്? ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ, വീട്ടിൽ ദീനിയായ സംസാരങ്ങൾ, വീട്ടിലുള്ള ദഅവത്ത്, അത് ആദ്യം നാം ആരംഭിക്കണം. നമ്മുടെ മക്കളിൽ നിന്ന്, നമ്മുടെ ഭാര്യയിൽ നിന്ന്, നമ്മുടെ ഉമ്മയിൽ നിന്ന്, നമ്മുടെ വാപ്പയിൽ നിന്ന്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഉമ്മ ശിർക്ക് ചെയ്യുന്നുവെങ്കിൽ, ഇന്ന് പല ആളുകളും അവർ ദീന് പഠിക്കുന്നവരാണ്, അവർ അറിവ് പഠിക്കുന്നവരാണ്, പക്ഷേ
ഉമ്മയിൽ ശിർക്കുണ്ട്, വാപ്പയിൽ ശിർക്കുണ്ട്, അവരിൽ ബിദ്അത്തുകളുണ്ട്, അവർ ഹറാമ ചെയ്യുന്നവരാണ്, അവർ ഇത്തരത്തിൽ നിഷിദ്ധമായ കാര്യങ്ങൾ ചെയ്യുന്നു. പക്ഷേ അവരെ ഒന്ന് ഉണർത്താൻ, അവരോട് ഇത് പാടില്ല എന്ന് പറയാൻ പലപ്പോഴും നാം തയ്യാറാകാറില്ല. നമ്മൾ വിചാരിക്കും അത് കുഴപ്പമാവില്ലേ, അത് തമ്മിൽ പ്രശ്നം ഉണ്ടാവില്ലേ, പ്രശ്നം ഉണ്ടായിക്കോട്ടെ, പക്ഷെ നമ്മൾ പറഞ്ഞു കൊടുക്കണം. നല്ല രൂപത്തിൽ മാതാപിതാക്കളോട് പറഞ്ഞു കൊടുക്കുക. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിന്റെ ഉമ്മ പലപ്പോഴും പ്രവാചകനെ ചീത്ത പറയായിരുന്നു. പക്ഷെ അദ്ദേഹം എപ്പോഴും ദുആ ചെയ്യും, അല്ലാഹുവേ എന്റെ ഉമ്മാക്ക് ഹിദായത്ത് നൽകണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിൽ പോയിട്ട് പറഞ്ഞു, പ്രവാചകരെ എന്റെ ഉമ്മാക്ക് വേണ്ടി ഒന്ന് ദുആ ചെയ്യണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദുആ ചെയ്തു, അല്ലാഹുമ്മ ഹ്ദി ഉമ്മ അബീ ഹുറൈറ, അല്ലാഹുവേ അബൂ ഹുറൈറയുടെ ഉമ്മാക്ക് ഹിദായത്ത് നൽകണം. അദ്ദേഹം പറയുന്നു, എന്റെ ഉമ്മ ഇസ്ലാം സ്വീകരിച്ചു. അദ്ദേഹം അങ്ങനെ പരിശ്രമിച്ചിരുന്നു. ഈ രൂപത്തിൽ നമ്മുടെ വീട്ടിൽ ദഅവത്ത് വ്യാപിപ്പിക്കാൻ നാം പരിശ്രമിക്കണം. കാരണം എന്താണ്? ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇത് നമ്മൾ വ്യാപിച്ചില്ലെങ്കിൽ, ഇത് നമ്മുടെ വീട്ടുകാർക്ക് നാം പറഞ്ഞു കൊടുത്തില്ലെങ്കിൽ, ആരോടും ഇത് പറയാതെയാണ് നാം ജീവിക്കുന്നതെങ്കിൽ, അള്ളാഹു പറഞ്ഞ ഇന്നൽ ഇൻസാന ലഫീ ഖുസ്ർ എന്നതിൽ നിന്ന് നമുക്ക് മോചനം വേണമെങ്കിൽ, അതിൽ നിന്ന് നാം രക്ഷപ്പെടണമെങ്കിൽ, അള്ളാഹു പറഞ്ഞ വാക്ക് ഇന്നൽ ഇൻസാന ലഫീ ഖുസ്ർ, ഓരോരുത്തരും സ്വയം നഫ്സിനോട് പറയുക, നീ നശിച്ചവനാണ്. നിനക്ക് വിജയിക്കണമെങ്കിൽ ഈ 4 കാര്യങ്ങൾ നീ ചെയ്തേ പറ്റൂ. നിനക്ക് വിജയിക്കണമെങ്കിൽ ഈ 4 കാര്യങ്ങൾ ചെയ്യണം. ഒന്ന് ഈമാൻ, രണ്ടാമത്തേത് അമലുസ് സാലിഹാത്ത്, മൂന്നാമത്തേത് വതവാസൗ ബിൽ ഹഖ്, നിങ്ങൾ ഹഖ് കൊണ്ട് പരസ്പരം പറയണം. വതവാസൗ ബിസ് സബ്ർ, നിങ്ങൾ പരസ്പരം നന്മ കൊണ്ടും സബർ കൊണ്ടും ഉപദേശിക്കാൻ നിങ്ങൾ തയ്യാറാകണം. എന്നാൽ മാത്രമേ നമുക്ക് വിജയമുള്ളൂ, എന്നാൽ മാത്രമേ വിജയമുള്ളൂ. ഇതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ താക്കീത്. ഇതായിരുന്നു സഹാബികൾ പരസ്പരം 2 പേർ കാണുമ്പോൾ പറയാറുള്ളത്. ഇനി ഇവിടെ ഒരു വിഷയം, ചില ആളുകൾ പറയാറുണ്ട്, ദഅവത്ത് നടത്തേണ്ടത്, ഇങ്ങനെ ദീന് പറഞ്ഞു കൊടുക്കേണ്ടത് പണ്ഡിതന്മാർ മാത്രമാണ് എന്നൊക്കെയുള്ള ചില പ്രയോഗങ്ങൾ നമ്മുടെ പേരിലും മറ്റിലുമൊക്കെ ചില ആളുകൾ ഇല്ലാത്തത് പ്രചരിപ്പിക്കാറുണ്ട്. അതൊരിക്കലും ആരും പറഞ്ഞ വാദമല്ല. ദഅവത്ത് നടത്തേണ്ടത് നമുക്കറിയുന്ന കാര്യങ്ങൾ, അബ്ദുറഹ്മാൻ ബിൻ ഖാസിം ഹാഷിയത്ത് കിതാബ് തൗഹീദിൽ പറഞ്ഞതുപോലെ നമുക്കറിയാവുന്ന കാര്യങ്ങളാണെങ്കിൽ അത് നമുക്ക് പറഞ്ഞു കൊടുക്കാം. എന്നാൽ ഉമ്മത്തിന്റെ ഫത്വ നൽകേണ്ടത്, ഉമ്മത്തിന്റെ വിഷയങ്ങളിൽ സംസാരിക്കേണ്ടത്, പൊതുവായ ആളുകളെ പഠിപ്പിക്കേണ്ടത്, അതൊക്കെ പണ്ഡിതന്മാർ ചെയ്യേണ്ട ജോലിയാണ്. അതല്ലാതെ നമ്മുടെ വീട്ടിലുള്ളവർക്ക് ദഅവത്ത് നടത്തുക, നമ്മുടെ ഭാര്യയ്ക്ക് ദീന് പറഞ്ഞു കൊടുക്കുക, നമ്മുടെ വീട്ടിലുള്ളവർക്ക് ദീന് പഠിപ്പിച്ചു കൊടുക്കുക, അതൊക്കെ ഓരോരുത്തർക്കും ബാധ്യതയുള്ള കാര്യമാണ്. അതുകൊണ്ട് മൂന്നാമത്തെ കാര്യം അദ്ദഅവതു ഇലല്ലാഹ്, അല്ലാഹുവിലേക്കുള്ള ദഅവത്താണ്. ഇത് അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ ഉസൂലുകളിൽ പെട്ടതാണ്. ദഅവത്ത് നടത്തണം, ആളുകൾക്ക് ദീന് പറഞ്ഞു കൊടുക്കണം, നന്മകൾ കൽപ്പിക്കണം, തിന്മകൾ വിലക്കണം. ഇതാണ് ദഅവത്ത്, ഇതാണ് ദഅവത്ത്. അല്ലാഹു പറഞ്ഞതുപോലെ യഅ്മുറൂന ബിൽ മഅറൂഫ് വയൻഹൗന അനിൽ മുൻകർ, നന്മ പറയുകയും തിന്മ വിലക്കുകയും ചെയ്യുക. ഞാൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ ഒരു സംഘടനയെ നമുക്ക് വിലയിരുത്താൻ സാധിക്കുന്ന ഒരു മാനദണ്ഡമാണിത്. നന്മ പറയുകയും തിന്മ വിലക്കുകയും ചെയ്യുന്നതാണ് യഥാർത്ഥത്തിൽ അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ രീതി. എന്നൊരു സംഘടന പറയാണ്, നമ്മൾ നന്മകൾ പറയും, തിന്മകളിൽ നിന്ന് ആളുകളെ വിലക്കുകയില്ല. കാരണം തിന്മകളിൽ നിന്ന് ആളുകളെ വിലക്കിയാൽ അവർ നമ്മുടെ ദഅവത്തിൽ നിന്ന് മാറിപ്പോകാൻ സാധ്യതയുണ്ട്, അല്ലെങ്കിൽ ഉൾക്കൊള്ളാൻ പ്രയാസമാണ് എന്നൊരു സംഘടന പറഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാം ആ സംഘടന പിഴച്ച വിഭാഗത്തിലാണ്. ആ സംഘടന ഒരിക്കലും ഹക്കിന്റെ മാർഗത്തിലുള്ളവരല്ല. കാരണം ദഅവത്ത് ചെയ്യുക എന്നുള്ളത്, നന്മ പറയുകയും തിന്മ വിലക്കുകയും ചെയ്യുക എന്നുള്ളത് അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ അടിസ്ഥാനമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം. നാലാമത്തെ അടിസ്ഥാനം ശൈഖ് അബ്ദുസ്സലാം ബർജസ് റഹിമഹുല്ലാഹ് പറയുന്നു, അൽ ഇഹ്തിമാമു ബിഅഖീദത്തി സലഫ് ഇൽമൻ വഅമലൻ വതഅലീമൻ. നാലാമത്തെ കാര്യം എന്നുള്ളത് സലഫ് സാലിഹീങ്ങളുടെ മാർഗം, അത് നാം മനസ്സിലാക്കുകയും അത് പഠിക്കുകയും അത് പഠിപ്പിക്കുകയും വേണം. സലഫ് സാലിഹീങ്ങളുടെ മാർഗം, നമ്മുടെ മുൻഗാമികളുടെ മാർഗം, അത് നാം മനസ്സിലാക്കുകയും പഠിക്കുകയും പഠിപ്പിക്കുകയും വേണം. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്, നമ്മുടെ ദീനിന്റെ അടിസ്ഥാനമാണ് സലഫ് സാലിഹീങ്ങളുടെ മാർഗം മനസ്സിലാക്കുക എന്നുള്ളത്. നേരത്തെ നമ്മൾ പറഞ്ഞ ഹദീസ്, ഈ ഉമ്മത്തിൽ ഭിന്നിപ്പുണ്ടാകുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞ വിഷയം, അബ്ദുല്ലാഹ് ഇബ്നു അംറിന്റെ ഹദീസിൽ കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ പറഞ്ഞു, ഇന്ന ബനി ഇസ്രായീല ഇഫ്തറഖത് അലാ 72 ഫിർഖ. ബനു ഇസ്രായേലികൾ അവർ 72 കക്ഷികളായി പിരിഞ്ഞിട്ടുണ്ട്. ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വഇന്ന ഹാദിഹിൽ ഉമ്മ, എന്റെ ഈ സമുദായം സതഫ്തരിഖു അലാ 73 ഫിർഖ, 73 കക്ഷികളായി പിരിയുന്നതാണ്. ശേഷം അവിടുന്ന് പറഞ്ഞു, കുല്ലുഹാ ഫിന്നാർ, അവരെല്ലാവരും നരകത്തിലാണ്, ഇല്ലാ വാഹിദ, ഒരു വിഭാഗം ഒഴികെ. സഹാബികൾ ചോദിച്ചു, പ്രവാചകരെ ആ വിഭാഗം ആരാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മാ അന അലൈഹി അൽയൗമ വഅസ്ഹാബി, ഞാനും എന്റെ സഹാബികളും
ഏത് മാർഗത്തിലാണോ ആ മാർഗം മുറുകെ പിടിക്കുന്നവരാണ് വിജയിക്കുന്നവരെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഇവിടെ പ്രിയപ്പെട്ടവരെ, നാം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഭിന്നിപ്പുണ്ടാകും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. വ്യത്യസ്ത കക്ഷികൾ ഉണ്ടാകും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഇവിടെ വിജയിക്കുന്ന ആളുകൾ ആരാണ്? ഖുർആനിന്റെയും അല്ലെങ്കിൽ പ്രവാചകന്റെയും സഹാബത്തിന്റെയും മാർഗം മുറുകെ പിടിക്കുന്നവർ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഇവിടെ നമുക്ക്, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ, ഒന്നാമതായി നമുക്ക് ഉണ്ടാകേണ്ട കാര്യം അറിവുണ്ടാകണം, ഇൽമു പഠിക്കണം. അതുപോലെ തന്നെ ഇൽമു പഠിച്ചാൽ മാത്രമാണ് മൻഹജുസ് സലഫ് എന്താണെന്ന് നമുക്ക് മനസ്സിലാവുകയുള്ളൂ. കാരണം നമ്മെ വഴികേടിലേക്ക് കൊണ്ടുപോകാൻ ശ്രമിക്കുന്ന പലരും ഉണ്ടാകും. എല്ലാത്തിനും നമുക്ക് മറുപടിയായി ഉപയോഗിക്കാൻ പറ്റുന്ന കാര്യമാണ് മൻഹജുസ് സലഫ്, മുൻഗാമികളുടെ മാർഗം, സഹാബത്തിന്റെ മാർഗം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിന്റെ ഹദീസിൽ വന്നതുപോലെ ഖത്ത റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖത്തൻ മുസ്തഖീമ, ഒരിക്കൽ പ്രവാചകൻ നേരെ ഒരു വര വരച്ചു. വഖത്ത ഖുതൂതൻ അൻ യമീനിഹി വഅൻ ശിമാലി, വലതു ഭാഗത്തേക്കും ഇടതു ഭാഗത്തേക്കും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ധാരാളം വരകൾ വരച്ചു. ശേഷം പ്രവാചകൻ പറഞ്ഞു, ഹാദാ സിറാത്തുല്ലാഹിൽ മുസ്തഖീം, ഇതാണ് ശരിയായ മാർഗം, അല്ലാഹുവിലേക്ക് എത്തിക്കുന്ന മാർഗം. വഹാദിഹി സുബുൽ, വലതു ഭാഗത്തേക്കും ഇടതു ഭാഗത്തേക്കുമുള്ള ഈ മാർഗങ്ങൾ, നമ്മെ വഴികേടിലേക്ക് എത്തിക്കുന്ന ഈ മാർഗങ്ങൾ, അതിനെക്കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലൈസ മിൻഹാ സബീലുൻ ഇല്ലാ അലൈഹി ശൈത്വാനുൻ യദ്ഉ ഇലൈഹി. ആ മാർഗം എന്ന് പറഞ്ഞാൽ ആരാലും ഒഴിവാക്കപ്പെട്ട, ഒരാളും പ്രവേശിക്കാത്ത മാർഗമല്ല, മറിച്ച് അതിലേക്ക് ജനങ്ങളെ ക്ഷണിക്കാൻ വേണ്ടി ആളുകൾ തയ്യാറായിക്കൊണ്ടിരിക്കുന്നു, ആളുകൾ ക്ഷണിച്ചുകൊണ്ടിരിക്കുന്നു, ബിദ്അത്തിന്റെ ആളുകൾ ക്ഷണിച്ചുകൊണ്ടിരിക്കുന്നു. ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മറ്റൊരു ഹദീസിൽ കാണാം, ഹുദൈഫ റളിയല്ലാഹു അൻഹു ഫിത്നയുമായി ബന്ധപ്പെട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സംസാരിക്കുമ്പോൾ അവിടുന്ന് പറഞ്ഞു, ദുആഅത്തുൻ അലാ അബ്വാബി ജഹന്നം, നരക കവാടങ്ങളിലേക്ക് നിങ്ങളെ ക്ഷണിക്കുന്ന ദാഇമാരുണ്ടാകും, ക്ഷണിക്കുന്ന പ്രബോധകരുണ്ടാകും. ഇനിയുള്ള വാക്കുകൾ ഹുദൈഫ റളിയല്ലാഹു അൻഹു പ്രവാചകനോട് പറഞ്ഞു. നരക കവാടത്തിലേക്ക് എന്ന് പറഞ്ഞാൽ ഈ നേരായ മാർഗമല്ലാതെ വലതു ഭാഗത്തേക്കും ഇടതു ഭാഗത്തേക്കും വരച്ചിരിക്കുന്ന വരകൾ, അതിലേക്ക് നിങ്ങളെ ക്ഷണിക്കുന്ന പ്രബോധകരുണ്ടാകുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം താക്കീത് നൽകി. ഹുദൈഫ റളിയല്ലാഹു അൻഹു ചോദിച്ചു, യാ റസൂലല്ലാഹ്, പ്രവാചകരെ, സിഫ്ഹും ലനാ, അവരെ കുറിച്ച് നമുക്ക് പറഞ്ഞു തന്നാലും, അവരെങ്ങനെയുള്ളവരാണ്? സഹാബത്തിന്റെ ചോദ്യം, ഹുദൈഫയുടെ ചോദ്യം, അവരുടെ ദഅവത്ത് എങ്ങനെയായിരിക്കും? ഈ പിഴച്ച മാർഗത്തിലേക്ക് നിങ്ങളെ ക്ഷണിക്കുമെന്നൊക്കെ പറയുമ്പോൾ അവരുടെ ദഅവത്തിന്റെ രൂപം എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഹും മിൻ ജിൽദതിനാ, അവർ മുസ്ലിമീങ്ങളിൽപ്പെട്ടവരായിരിക്കും. പിഴച്ച മാർഗത്തിലേക്ക് നിങ്ങളെ നയിക്കുന്നവർ ഏതെങ്കിലും കാഫിരീങ്ങളല്ല, മുശ്രിക്കീങ്ങളല്ല, മറിച്ച് ഹും മിൻ ജിൽദതിനാ, അവർ മുസ്ലിമീങ്ങളാണ്, അവരെ നിങ്ങൾ കരുതിയിരിക്കണം. തീർന്നില്ല, അവരുടെ സംസാരങ്ങൾ ഉണ്ടാവുക അവരുടെ ബുദ്ധി ഉപയോഗിച്ച് മാത്രമായിരിക്കില്ല, അവരുടെ വെറും വർത്താനങ്ങളായിരിക്കില്ല. അവിടുന്ന് പറയുന്നു, വയതകല്ലമൂന ബിഅൽസിനതിന, അവരുടെ സംസാരമുണ്ടാവുക ഖാല അല്ലാഹ് വഖാല റസൂലുള്ളാഹ് പറഞ്ഞുകൊണ്ടായിരിക്കും, നമ്മുടെ സംസാരങ്ങൾ കൊണ്ടായിരിക്കും അവർ സംസാരിക്കുന്നത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. എന്ന് പറഞ്ഞാൽ നേരായ മാർഗത്തിൽ നിന്ന് തെറ്റിച്ചു കളയുന്ന, പിഴച്ച മാർഗത്തിലേക്ക് നിങ്ങളെ നയിക്കുന്ന ആളുകൾ അവർ മുസ്ലിമീങ്ങളായിരിക്കും. അതുപോലെ തന്നെ അവർ സംസാരിക്കുമ്പോൾ അവർ പറയുന്നതും ഖാല അല്ലാഹ് വഖാല റസൂലുള്ളാഹ് എന്ന് തന്നെയായിരിക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുന്നറിയിപ്പ് നൽകുന്നു. അതുകൊണ്ടാണ് ഹഖ് മനസ്സിലാക്കി കഴിഞ്ഞാൽ, ഇർബാദ് ബിൻ സാരിയയുടെ ഹദീസിൽ വന്നതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, തമസ്സകൂ ബിഹാ ഫഅലൈക്കും ബിസുന്നതി വസുന്നത്തുൽ ഖുലഫാഇർ റാഷിദീൻ, നിങ്ങൾ എന്റെ സുന്നത്ത് മുറുകെ പിടിക്കുക, ഖുലഫാകളുടെ സുന്നത്ത് മുറുകെ പിടിക്കുക. ശേഷം പ്രവാചകൻ പറഞ്ഞ വാക്കെന്താ? തമസ്സകൂ ബിഹാ, നിങ്ങൾ അത് മുറുകെ പിടിക്കണം, ശക്തമായി മുറുകെ പിടിക്കണം. വഅല്ലു അലൈഹാ ബിന്നവാജിദ്, കേവലം മുറുകെ പിടിച്ചാൽ മാത്രം പോരാ, അണപ്പല്ലുകൾ കൊണ്ട് കടിച്ചു പിടിക്കണം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാർഗം അണപ്പല്ലുകൾ കൊണ്ട് കടിച്ചു പിടിക്കണമെന്ന് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി ഹദീസിൽ കാണാം. എന്തുകൊണ്ടാണ് കടിച്ചു പിടിക്കണം എന്ന് പറയുന്നത്? തെറ്റിച്ചു കളയാൻ പല ആളുകളുമുണ്ട്. അവരൊക്കെ വന്ന് പറയുന്നത് പ്രവാചകൻ പറഞ്ഞു, ഖുർആനിലുണ്ട്, ഹദീസിലുണ്ട് എന്ന് തന്നെയായിരിക്കും. അവരിൽ നിന്ന് നിങ്ങൾ നിങ്ങളെ സൂക്ഷിക്കണം, അതിന്റെ സഹാബത്തിന്റെ മാർഗം നിങ്ങൾ മുറുകെ പിടിക്കണമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി ഹദീസുകളിൽ നമുക്ക് കാണാം. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, മുൻഗാമികളുടെ മാർഗം അത് നമ്മൾ മുറുകെ പിടിക്കുക. ഏത് സാഹചര്യത്തിലും ഏത് തെളിവുകൾ ആളുകൾ കൊണ്ടുവന്നാലും, ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ചില ആചാറുകൾ വന്നതുപോലെ നിങ്ങൾ ആളുകളോട് സംസാരിക്കുമ്പോൾ പ്രവാചകന്റെ സുന്നത്തുകൾ വെച്ച് സംസാരിക്കുക. ചില ആധാറുകളിൽ കാണാം, മുൻഗാമികളുടെ വാക്കുകൾ വെച്ചുകൊണ്ട് നിങ്ങൾ സംസാരിക്കുക. മുൻഗാമികളുടെ മാർഗം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, ഖൈറുൻ നാസി ഖർനി, ഏറ്റവും നല്ല തലമുറ എന്ന് പറയുന്നത് എന്റെ തലമുറയാണ്. സുമ്മൽ ലദീന യലൂനഹും, പിന്നീട് അതിന് ശേഷമുള്ളവർ. സുമ്മൽ ലദീന യലൂനഹും, പിന്നീട് അതിന് ശേഷമുള്ളവർ.
ഏത് വിഷയം നിങ്ങൾക്കിടയിൽ വന്നാലും മുൻഗാമികളുടെ മാർഗം നിങ്ങൾ അന്വേഷിക്കുക. ഇപ്പൊ നോക്കുക, രണ്ട് ഉദാഹരണങ്ങൾ ഞാൻ പറയാം. നമ്മുടെ നാട്ടിൽ ഒരാൾ വന്നിട്ട് പറയുന്നു അള്ളാഹു അല്ലാത്തവരോട് സഹായം ചോദിക്കാം. എന്താണ് തെളിവ്? അള്ളാഹു പറഞ്ഞിട്ടുണ്ട്, ഇന്നമാ വലിയുക്കുമുല്ലാഹു വറസൂലു എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് റസൂലിനോട് സഹായം ചോദിക്കാം. ഇന്ന ആയത്തൊക്കെ അതിന് തെളിവാണ് എന്ന് പറഞ്ഞാൽ നമുക്ക് അവരോടുള്ള ചോദ്യം എന്താ? അവർ തെളിവായി പറയുന്നത് ഖുർആനിന്റെ ആയത്താണ്. അവരോടുള്ള ചോദ്യം, ഈ ആയത്തിനെ ഇങ്ങനെ ഏതെങ്കിലും സഹാബി മനസ്സിലാക്കിയിട്ടുണ്ട്? ഒരാൾ വന്നിട്ട് പറയുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മൗലിദ് ആഘോഷം നടത്താം, നബിദിനാഘോഷം നടത്താം. എന്താണ് തെളിവ്? അള്ളാഹു പറഞ്ഞിട്ടുണ്ട്, ഖുൽ ബിഫദ്ലില്ലാഹി വബിറഹ്മതിഹി ഫബിദാലിക ഫല്യഫ്റഹു. അള്ളാഹുവിന്റെ റഹ്മത്ത് കൊണ്ട് നിങ്ങൾ സന്തോഷിച്ചു കൊള്ളുക എന്ന് അള്ളാഹു പറഞ്ഞിട്ടുണ്ട്. പ്രവാചകൻ റഹ്മത്താണ് എന്നതിൽ നിങ്ങൾക്ക് തർക്കമുണ്ടോ എന്ന് ചോദിച്ചാൽ അവരോട് ചോദിക്കാനുള്ള ചോദ്യം എന്താ? ഫഹ്മുസ് സലഫ്, സഹാബികൾ ആരെങ്കിലും ഇങ്ങനെ മനസ്സിലാക്കിയിട്ടുണ്ടോ? പ്രവാചകന്റെ വഫാത്തിന് ശേഷം 100 വർഷത്തോളം സഹാബികൾ ജീവിച്ചു. അവസാനം മരണപ്പെടുന്ന സഹാബി ഹിജ്റ 110 100 വർഷം. പ്രവാചകൻ ഹിജ്റ 11 അല്ലെങ്കിൽ 10 അവസാനത്തിൽ. വർഷം എണ്ണുന്നതിൽ വ്യത്യസ്ത അഭിപ്രായങ്ങൾ അനുസരിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ വർഷങ്ങളിലാണ് മരണപ്പെട്ടത്. അതിനുശേഷം 100 വർഷങ്ങൾ സഹാബികൾ ജീവിച്ചിരുന്നു. ഏതെങ്കിലും ഒരു സഹാബി ഈ ആയത്തിന് ഇങ്ങനെ മനസ്സിലാക്കിയിട്ട് നബിദിനാഘോഷം നടത്തിയിട്ടുണ്ടോ? പ്രവാചകന്റെ സഹാബികൾ നടത്താത്ത ഒരു ആഘോഷം അതെങ്ങനെ ദീനാകും? അതെങ്ങനെയാണ് മതമാവുക? അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ആര് നിങ്ങളുടെ അരികിൽ വന്നാലും അവരെ നിങ്ങൾക്ക് നേരിടാനുള്ള ഏറ്റവും വലിയ ആയുധം മൻഹജുസ് സലഫാണ്, മുൻഗാമികളുടെ മാർഗമാണ്. മുൻഗാമികളുടെ മാർഗം നാം മുറുകെ പിടിക്കുക. ഒരാൾ വന്നിട്ട് പറയാണ് നമ്മുടെ സ്നേഹം, അല്ലെങ്കിൽ ഒരു വിഭാഗത്തിൽ നാം കാണുകയാണ് ഒരു സംഘടന, ആ സംഘടനയിലുള്ള ആളുകളോട് ഇഷ്ടം, ആ സംഘടനയിൽ നിന്ന് പുറത്തായ ആളുകളോട് വെറുപ്പ്. അങ്ങനെ കണ്ടാൽ മനസ്സിലാക്കുക അത് സഹാബത്തിന്റെ മാർഗമല്ല. സഹാബികൾ അങ്ങനെ ചെയ്തിരുന്നില്ല. സഹാബികളുടെ സ്നേഹം ഖുർആനിന്റെയും സുന്നത്തിന്റെയും അടിസ്ഥാനത്തിലാണ്. തെറ്റുകൾ കണ്ടാൽ അവരെതിർത്തു. കൂടെയുള്ളവരാണെങ്കിലും തെറ്റുകൾ കണ്ടാൽ അവരെതിർത്തു. കൂടെയുള്ളവരാണെങ്കിൽ അവരുടെ കൂടെയുണ്ട് എന്നതിന്റെ പേരിൽ തെറ്റുകൾ കണ്ടപ്പോൾ അവർ മിണ്ടാതിരുന്നില്ല. തെറ്റുകൾ കണ്ടപ്പോൾ അത് പാടില്ല എന്ന് പറഞ്ഞു. തെറ്റുകൾ കണ്ടപ്പോൾ പ്രവാചകന്റെ അരികിൽ ചെന്ന് പരാതി പറഞ്ഞു. തങ്ങളുടെ കൂടെയുള്ളവരല്ലേ, മിണ്ടാതിരിക്കാമെന്ന് കരുതിയിട്ടില്ല. എന്നൊരു വിഭാഗം പറയാണ് ഞങ്ങളുടെ കൂടെയുള്ള ആളുകൾ അവരോട് നമുക്ക് ഇഷ്ടമാണ്, നമ്മളിൽ നിന്ന് വേറിട്ട് നിന്നാൽ അവരോട് നമുക്ക് വെറുപ്പാണ് എന്ന് പറഞ്ഞാൽ അത് സഹാബികളുടെ മാർഗമല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ സഹാബത്തിന്റെ കൂടെ ഇരിക്കുകയായിരുന്നു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിലുള്ള സഹാബികൾ, അവർക്കിടയിൽ സംസാരങ്ങൾ നടന്നു. ഒരു സഹാബി മറ്റൊരു സഹാബിയെ പിറകിൽ ചെറുതായി ഒന്ന് അടിച്ചപ്പോൾ ഈ അടികൊണ്ട സഹാബി, അദ്ദേഹം അൻസാരിയായിരുന്നു, അദ്ദേഹം ബാക്കിയുള്ളവരോട് പറഞ്ഞു, യാലൽ അൻസാർ, അൻസാരികളെ, ഇതാ മുഹാജിറായ ഒരു വ്യക്തി എന്നെ അടിച്ചിരിക്കുകയാണ്, അതുകൊണ്ട് നിങ്ങൾ എന്നെ സഹായിക്കണം. അൻസാരിയായ സഹാബി പറയുന്നു, അൻസാരികളെ നിങ്ങൾ എന്നെ സഹായിക്കണം. മുഹാജിറായ സഹാബി, ആ സഹാബിക്കെതിരിൽ അൻസാരികൾ നിന്നപ്പോൾ മുഹാജിറായ സഹാബി കൂടെയുള്ളവരോട് പറഞ്ഞു, യാലൽ മുഹാജിരീൻ, മുഹാജിരീങ്ങളെ നിങ്ങൾ എന്റെ കൂടെ നിൽക്കൂ എന്ന് പറഞ്ഞു. അവരെ സംബന്ധിച്ചിടത്തോളം ഒരു സഹാബി മറ്റൊരു സഹാബിയെ ചെറുതായി തട്ടിയതാണ്. അവിടെ ഹക്കും ബാത്തിലും നോക്കാതെ പരസ്പരം ഈ രൂപത്തിൽ അവർ അവരുടെ ഗോത്രങ്ങളെ ഉപയോഗിച്ചപ്പോൾ, അൻസാരികളെ മുഹാജിറുകളെ എന്ന് വിളിച്ച് അവർ ഉപയോഗിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എതിർത്തു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അബി ദഅവൽ ജാഹിലിയ്യ ഫഅന ബൈന അദ്ഹുരിക്കും, ഞാൻ നിങ്ങൾക്കിടയിൽ ജീവിച്ചിരിക്കുമ്പോൾ ജാഹിലിയ പ്രയോഗമാണോ നിങ്ങൾ നടത്തുന്നത്? എന്താണ് അവിടെ ജാഹിലിയ പ്രയോഗം? ഹക്കും ബാത്തിലും നോക്കാതെ അൻസാരിയായതിന്റെ പേരിൽ അൻസാരിയെ സഹായിക്കുകയും മുഹാജിരിയായതിന്റെ പേരിൽ മുഹാജിറിനെ സഹായിക്കാൻ വേണ്ടി പറയുകയും ചെയ്തപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിന് നൽകിയ വിശേഷണം ജാഹിലിയ ദഅവത്ത് എന്നാണ്, ജാഹിലിയ ദഅവ എന്നാണ്. അതല്ലെങ്കിൽ നിങ്ങൾക്കറിയാം, അൻസാർ മുഹാജിർ എന്നുള്ള പേര് പരിശുദ്ധ ഖുർആനിൽ വന്നിരിക്കുന്ന പേരാണ്, അള്ളാഹു അംഗീകരിച്ച പേരാണ്. എന്നിട്ട് കൂടി ഹക്കും ബാത്തിലും നോക്കാതെ ആ പ്രയോഗം നടന്നപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ദഊഹ, നിങ്ങൾ അതിനെ വെടിയുക, ഫഇന്നഹാ മുൻതിന, അത് നശിച്ചതാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. പിന്നൊരു വിഭാഗം പറയുന്നു, ഞങ്ങളുടെ സംഘടനയിലുള്ള ആളുകൾ അവരോട് നമുക്ക് പ്രത്യേക ഇഷ്ടമാണ്. നമ്മുടെ സംഘടനയിലില്ല എങ്കിൽ അവർ ഖുർആനിന്റെ സുന്നത്തിന്റെ വക്താക്കളാണെങ്കിലും ഫഹ്മുസ് സലഫിന്റെ ആളുകളാണെങ്കിലും സംഘടനയില്ലെങ്കിൽ നമുക്ക് അവരോട് ഇഷ്ടമില്ല എന്ന് പറഞ്ഞാൽ അതൊരിക്കലും സഹാബത്തിന്റെ മനഹജായിരുന്നില്ല. സഹാബത്തിന്റെ ഇഷ്ടം, അവരുടെ വെറുപ്പ് അത് അല്ലാഹുവിന് വേണ്ടിയാണ്. അൽ ഹുബ്ബു ഫില്ലാഹ് വൽ ബുഗ്ദു ഫില്ലാഹ്, സ്നേഹം അല്ലാഹുവിന് വേണ്ടി, വെറുക്കുന്നത് അല്ലാഹുവിന് വേണ്ടി. അതല്ലാതെ ഒരിക്കലും ഭൗതികമായി ഇത്തരത്തിലുള്ള കാരണങ്ങളിൽ അല്ലെങ്കിൽ തന്റെ ഗോത്രമായതിന്റെ പേരിൽ തന്റെ സംഘടനയിലുള്ളതിന്റെ പേരിൽ സ്നേഹിക്കലും വെറുക്കലും ഒരിക്കലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോ സഹാബത്തോ പഠിപ്പിച്ചിരിക്കുന്ന കാര്യമായിരുന്നില്ല. അഞ്ചാമത്തെ അടിസ്ഥാനം ഷെയ്ഖ് അബ്ദുസ്സലാം ബർജസ് റഹിമഹുല്ലാഹ് പറയുന്ന അഞ്ചാമത്തെ കാര്യം അൽ-ഇഹ്തിമാമു ബിസ്സുന്നത്തി നബവിയ്യ വൽ ഹിർസു അലൽ അമലി ബിഹാ.
നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്ത് ശ്രദ്ധിക്കുകയും അതനുസരിച്ച് അമൽ ചെയ്യാൻ ശ്രമിക്കുകയും ചെയ്യണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്ത് നാം മുറുകെ പിടിക്കണം. എന്താണ് പ്രവാചകന്റെ സുന്നത്ത് എന്ന് പറഞ്ഞാൽ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യ. അല്ലാഹു പറഞ്ഞു, വമാ ആതാകുമുർ റസൂലു ഫഖുദു, അല്ലാഹുവിന്റെ റസൂൽ നിങ്ങൾക്ക് കൊണ്ടുവന്ന കാര്യങ്ങൾ അത് നിങ്ങൾ മുറുകെ പിടിക്കുക. വമാ നഹാകും അൻഹു ഫൻതഹു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിലക്കിയ കാര്യങ്ങൾ നിങ്ങൾ ഉപേക്ഷിക്കുകയും ചെയ്യുക എന്ന് റസൂൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നിർദ്ദേശിച്ചു. പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു പറഞ്ഞു, അതീഉ അല്ലാഹ വ അതീഉ റസൂൽ, ജനങ്ങളെ നിങ്ങൾ അല്ലാഹുവിനെയും റസൂലിനെയും അനുസരിക്കുക എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹു പറഞ്ഞതായി പരിശുദ്ധ ഖുർആനിൽ നമുക്ക് കാണാൻ സാധിക്കും. സുന്നത്തിനെ പ്രിയപ്പെട്ടവരെ ബഹുമാനിക്കാൻ നാം പഠിക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിനെ ബഹുമാനിക്കുക. ആ സുന്നത്ത് അനുസരിച്ച് ജീവിതം ക്രമീകരിക്കുക. ഒരു കാര്യം നമ്മൾ കേട്ടു, ഇത് പ്രവാചകന്റെ സുന്നത്താണ്, അത് നാം ജീവിതത്തിൽ മുറുകെ പിടിക്കുക. ഇന്ന് ചില ആളുകൾ ചില മസലകൾ അവരോട് പറഞ്ഞാൽ അവർ ചോദിക്കും, ഇത് വാജിബാണോ അതല്ല സുന്നത്താണോ? അത് പ്രവാചകൻ ചെയ്തതാണ്, ഇത് വാജിബാണോ സുന്നത്താണോ എന്ന് ചോദിക്കും. എന്തിനാണ്? വാജിബാണെങ്കിൽ എന്തായാലും ചെയ്യണം, സുന്നത്താണെങ്കിൽ വേണമെങ്കിൽ ഒഴിവാക്കാം എന്നൊരു അർത്ഥത്തിൽ പണ്ഡിതന്മാർ പറഞ്ഞതായി കാണാം. സഹാബത്തിനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു കാര്യം പറഞ്ഞു കൊടുത്താൽ അവരെ സംബന്ധിച്ചിടത്തോളം സമിഅനാ വ അതഅനാ, കേൾക്കുക, അനുസരിക്കുക. സുന്നത്താണെങ്കിൽ സുന്നത്തല്ലേ എന്ന് പറഞ്ഞ് ഒഴിവാക്കലല്ല, മറിച്ച് സുന്നത്തല്ലേ എന്ന് പറഞ്ഞ് ചെയ്യാൻ നാം പഠിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്ത് മുറുകെ പിടിക്കുക എന്നുള്ളത് നമ്മെ സംബന്ധിച്ചിടത്തോളം നിർബന്ധമായ ബാധ്യതയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഫഅലൈക്കും ബിസുന്നതി, നിങ്ങൾ എന്റെ സുന്നത്ത് മുറുകെ പിടിക്കുക. ആ സുന്നത്തിനെതിരായ ഒരു പ്രവർത്തനം ഒരിക്കലും നമ്മിൽ നിന്നുണ്ടാകാൻ പാടില്ല. ഉർവത്ത് ഇബ്നു സുബൈർ റഹിമഹുല്ലാ പറഞ്ഞതായി കാണാം, അസ്സുനൻ അസ്സുനൻ ഫഇന്ന അസ്സുനന ഖിവാമുദ്ദീൻ, നിങ്ങൾ സുന്നത്ത് മുറുകെ പിടിക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്ത് പ്രിയപ്പെട്ടവരെ നമ്മുടെ ജീവിതത്തിൽ നാം മുറുകെ പിടിക്കുക. എല്ലാ മേഖലകളിലും, ഏതേത് മേഖലയാണെങ്കിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്ത് ഒരു കാരണവശാലും നാം ഒഴിവാക്കാൻ പാടില്ല. നമ്മൾ കേൾക്കാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിൽപ്പെട്ടതാണ് താടി നീട്ടി വളർത്തുക എന്നുള്ളത്. അവിടെ സുന്നത്ത് എന്ന് പറഞ്ഞാൽ വാജിബല്ല എന്നല്ല, മറിച്ച് പ്രവാചകന്റെ ചര്യയിൽപ്പെട്ടതാണ് താടി നീട്ടി വളർത്തുക എന്നുള്ളത്. ഇത് നാം കേട്ട് കഴിഞ്ഞാൽ നമ്മുടെ തീരുമാനം എന്തായിരിക്കണം? ഇനി എന്റെ മുഖത്ത് എപ്പോഴും താടി ഉണ്ടാകും, ഒരു കാരണവശാലും ഞാൻ ആ താടി ഒടിക്കുകയില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്താണ് ഒരു ദിവസം 12 റക്അത്ത് അല്ലെങ്കിൽ 10 റക്അത്ത് റവാത്തിബ് സുന്നത്ത് നിസ്കരിക്കുക എന്നുള്ളത്. അത് കേട്ട് കഴിഞ്ഞാൽ നമ്മുടെ ചിന്ത എന്തായിരിക്കണം? പ്രവാചകൻ അങ്ങനെ പറഞ്ഞുവെങ്കിൽ ബിഇദ്നില്ലാഹ് ഞാൻ ഇനി അത് ഒഴിവാക്കുകയില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്ത് ഈ രൂപത്തിൽ നാം പഠിക്കാൻ തയ്യാറാവുക. സഹാബത്തിന്റെ ജീവിതം നിങ്ങൾ നോക്കിയാൽ അവർ അത്രയും അധികം പ്രവാചകന്റെ വാക്കുകൾക്ക് വില നൽകിയിരുന്നു. ഒരിക്കൽ ഹജ്ജിന്റെ ഒരു ഇനം തമത്തു എന്ന് പറയും, അതിനെക്കുറിച്ച് സഹാബികൾക്കിടയിൽ ചർച്ച നടന്നു. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു സഹാബികളോട് പറഞ്ഞു, അല്ലെങ്കിൽ ഇബ്നു അബ്ബാസിന്റെ കൂടെ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന വ്യക്തി പറഞ്ഞു, ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തമത്തുആയി ഹജ്ജ് ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ കൂടെയുള്ള ആളുകൾ പറഞ്ഞു, അബൂബക്കറും ഉമറും അത് വിലക്കിയിരുന്നു. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു അവരോട് പറഞ്ഞു, നിങ്ങൾ നശിക്കുമോ എന്ന് ഞാൻ ഭയക്കുകയാണ്. അഖൂലു ലക്കും ഖാല റസൂലുള്ളാഹ്, ഞാൻ നിങ്ങളോട് പറയുന്നത് പ്രവാചകൻ പറഞ്ഞു എന്നാണ്, നിങ്ങൾ എന്നോട് എതിര് പറയുന്നത് അബൂബക്കറും ഉമറും പറഞ്ഞു എന്നാണ്. അതുകൊണ്ട് ആകാശത്ത് നിന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങളുടെ മേൽ കല്ലുമഴ വർഷിപ്പിച്ചേക്കുമെന്ന് ഞാൻ ഭയപ്പെടുന്നു എന്ന് അബ്ദുല്ലാഹ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞതായി നമുക്ക് കാണാം. അബൂ ദർദാ റളിയല്ലാഹു അൻഹു ഒരിക്കൽ ഒരു വ്യക്തിയിൽ നിന്ന് സുന്നത്തിനെതിരായ പ്രവർത്തനം കണ്ടപ്പോൾ അബൂ ദർദാ റളിയല്ലാഹു അൻഹു പറഞ്ഞതായി കാണാം, ആ വ്യക്തി ജീവിക്കുന്ന നാട്ടിൽ ഞാൻ ജീവിക്കാൻ ആഗ്രഹിക്കുന്നില്ല എന്ന് അബൂ ദർദാ റളിയല്ലാഹു അൻഹു പറഞ്ഞതായി നമുക്ക് കാണാൻ സാധിക്കും. ഇതായിരുന്നു സഹാബത്തിന്റെ സമീപനം. ഒരു കാര്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു കഴിഞ്ഞാൽ അവരെ സംബന്ധിച്ചിടത്തോളം അവരതിന് ഒരു കാരണവശാലും പ്രിയപ്പെട്ടവരെ അതിൽ നിന്ന് മാറി നിന്നിരുന്നില്ല. അബ്ദുല്ലാഹ് ഇബ്നു മുഗഫൽ റളിയല്ലാഹു അൻഹു ഒരിക്കൽ അദ്ദേഹത്തിന്റെ ഒരു കുടുംബക്കാരൻ കവണ ഉപയോഗിച്ചുകൊണ്ട് ഒരു ജീവിയെ ഉപദ്രവിക്കുന്നത് കണ്ടു. അദ്ദേഹത്തോട് അബ്ദുല്ലാഹ് ഇബ്നു മുഗഫൽ റളിയല്ലാഹു അൻഹു പറഞ്ഞു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇതിനെ തൊട്ട് വിലക്കിയിട്ടുണ്ട്. ആ വ്യക്തി അബ്ദുല്ലാഹ് ഇബ്നു മുഗഫൽ റളിയല്ലാഹു അൻഹു പോയ ശേഷം വീണ്ടും കവണ ഉപയോഗിച്ചു. അബ്ദുല്ലാഹ് ഇബ്നു മുഗഫൽ തിരിച്ചു വരുമ്പോൾ കാണുന്നത് അദ്ദേഹം വിലക്കിയ കാര്യം വീണ്ടും ചെയ്യുന്നതാണ്. അബ്ദുല്ലാഹ് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തോട് പറഞ്ഞു, അഖൂലു ലക നഹാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അനിൽ ഖദ്ഫി വഅൻത തഫഅലു, അല്ലാഹുവിന്റെ റസൂൽ വിലക്കി എന്ന് പറഞ്ഞിട്ടും നീ അത് ചെയ്യാൻ ധൈര്യപ്പെടുകയാണോ? ലാ ഉകല്ലിമുക, നിന്നോട് ഇനി ഞാൻ സംസാരിക്കുകയില്ല എന്ന് പറഞ്ഞ് അബ്ദുല്ലാഹ് ഇബ്നു മുഗഫൽ അദ്ദേഹത്തോട് ബന്ധവിച്ഛേദനം നടത്തിയതായി ഹദീസിൽ നമുക്ക് കാണാൻ സാധിക്കും. ഇതായിരുന്നു സഹാബത്തിന്റെ സമീപനം.
നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്കുകൾ ധിക്കരിക്കപ്പെടുന്നു എന്ന് കണ്ടാൽ അവർക്ക് അവിടെ ക്ഷമിക്കാൻ സാധിക്കുമായിരുന്നില്ല. അവർക്ക് വലിയ പ്രയാസമുണ്ടാകുമായിരുന്നു, അവർക്കത് ബുദ്ധിമുട്ടുണ്ടാകുമായിരുന്നു. പ്രിയപ്പെട്ടവരെ, നമുക്ക് എത്ര പേർക്ക് ഈ രൂപത്തിലുള്ളൊരു ചിന്ത ഇതുവരെ വന്നിട്ടുണ്ട്? നമ്മുടെ മുന്നിലുള്ള ഒരു വ്യക്തി ഹറാമ് ചെയ്യുമ്പോൾ, പ്രവാചകന്റെ കൽപ്പനകൾക്കെതിരായി അവൻ പ്രവർത്തിക്കുമ്പോൾ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്കുകൾക്ക് വില നൽകാതിരിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്ന ഇന്നത്തെ ഭാഷയിൽ പറഞ്ഞാൽ പ്രവാചകൻ ഹിജാബ് ധരിക്കണം, സ്ത്രീകൾ ഹിജാബ് ധരിക്കണം എന്ന് പഠിപ്പിച്ചിട്ട് നമ്മുടെ വീട്ടിൽ നമ്മുടെ ഭാര്യ ഹിജാബ് ധരിക്കാതെ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ, നമ്മുടെ മക്കൾ ഇസ്ലാമിക വസ്ത്രം ധരിക്കാതെ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ, നമ്മുടെ സുഹൃത്ത് നിര്യാണിക്ക് താഴെ വസ്ത്രമിട്ട് നടക്കുമ്പോൾ, അവൻ താടി വടിക്കുമ്പോൾ, അവനിങ്ങനെ ഹറാമുകൾ ചെയ്ത് പ്രവാചകന്റെ വാക്കുകൾക്കെതിരായി പ്രവർത്തിക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ എത്ര ആളുകൾക്ക് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയല്ലേ ഇവൻ ധിക്കരിക്കുന്നത് എത്ര ഗൗരവമുള്ള വിഷയമാണെന്ന ബോധത്തിൽ അവരെ തിരുത്തി കൊടുക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട്. പ്രവാചകന്റെ സുന്നത്തിനോട് നമുക്ക് ഇഷ്ടമുണ്ടാകണം, അതിനോട് നമുക്ക് മഹബ്ബത്ത് ഉണ്ടാകണം. സഹാബികൾ സ്നേഹിച്ചതുപോലെ, സഹാബികൾ പ്രവാചകനെ സ്നേഹിച്ചതുപോലെ നമുക്ക് സ്നേഹമുണ്ടാകണം. അതിന് എങ്ങനെയാ സാധിക്കുക? പ്രവാചകനെ കുറിച്ച് പഠിക്കുക, സഹാബികൾ എങ്ങനെ സ്നേഹിച്ചു എന്ന് പഠിക്കുക. മാലിക് ഇബ്നു അനസ് റഹിമഹുല്ലാഹ് പറഞ്ഞതായി ഇമാം ലാലകായി അദ്ദേഹത്തിന്റെ ഉസൂൽ ഇഅ്തിഖാദി അഹ്ലി സുന്ന എന്ന കിതാബിൽ പറയുന്നതായി കാണാം. അദ്ദേഹത്തിന്റെ വാക്കുകൾ എന്റെ പ്രിയപ്പെട്ടവർ ചിന്തിക്കണം. ഇമാം മാലിക് പറയുന്നു, കുന്നാ നുഅല്ലിമു സിബ്യാനന ഹുബ്ബ അബീ ബക്കർ വഉമർ കമാ നുഅല്ലിമു സൂറത മിനൽ ഖുർആൻ. ഖുർആനിൽ നിന്ന് ഒരു സൂറത്ത് പഠിപ്പിക്കുന്നത് പോലെയാണ് നമ്മുടെ മക്കൾക്ക് അബൂബക്കറിനെയും ഉമറിനെയും ഇഷ്ടപ്പെടണമെന്ന് നാം പഠിപ്പിക്കാറുള്ളത് എന്ന് മാലിക് ഇബ്നു അനസ് റഹിമഹുല്ലാഹ് പറയുന്നു. ഒരു സൂറത്ത് പഠിപ്പിക്കുന്നത് പോലെ, സൂറത്തുൽ ഫാത്തിഹ നമ്മുടെ മക്കൾക്ക് നാം പഠിപ്പിക്കുന്നത് പോലെ, ഖുർആനിലെ ഒരു സൂറത്ത് പഠിപ്പിക്കുന്നത് പോലെ അബൂബക്കറിനെയും ഉമറിനെയും സ്നേഹിക്കണമെന്ന് സലഫുസ് സാലിഹീങ്ങൾ അവളുടെ മക്കൾക്ക് പഠിപ്പിക്കാറുണ്ട് എന്ന് ഇമാം മാലിക് പറയുന്നുവെങ്കിൽ, പ്രിയപ്പെട്ടവരെ, ഇവിടെ നാം ചിന്തിക്കേണ്ട കാര്യം അബൂബക്കറിനെയും ഉമറിനെയും കുറിച്ചാണ് മാലിക് ഇങ്ങനെ പറഞ്ഞതെങ്കിൽ പ്രവാചകനെ കുറിച്ച് അവരെങ്ങനെയായിരിക്കും പഠിച്ചിട്ടുണ്ടാവുക? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ചുള്ള ഒരു ചർച്ച ആവശ്യമുണ്ടായിരുന്നില്ല. കാരണം അവർക്ക് അത്രയും അധികം പ്രവാചകനെ കുറിച്ച് അറിവുണ്ടായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവർക്കറിയാം. നമ്മൾ ഇന്ന് പല ആളുകളും പ്രവാചകനെ കാണുന്നത് എന്തായിട്ടാണ്? നമുക്കിങ്ങനെ കുറച്ച് ഹദീസുകൾ പറഞ്ഞു തന്ന ഒരു വ്യക്തി എന്നതിലുപരി പ്രവാചകനോട്, പ്രിയപ്പെട്ടവരെ, എന്ത് ബന്ധമാണ് നമുക്കുള്ളത്? ഇത് നാം പരിശോധിക്കേണ്ട കാര്യമല്ലേ? പ്രവാചകനോടുള്ള മഹബ്ബത്ത് എത്രമാത്രം നമ്മുടെ മനസ്സിൽ കടന്നുകൂടിയിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു പ്രയാസം വന്നാൽ, ഞാൻ പൊതുവെ പറയുന്നത് പോലെ നമുക്കിത് മനസ്സിലാകുന്ന രൂപത്തിലെടുത്താൽ, നമ്മുടെ ഉമ്മ മരിച്ചാൽ, നമ്മുടെ ഉപ്പ മരിച്ചാൽ നമുക്ക് വേദനയുണ്ടാകും, വിഷമമുണ്ടാകും. നമ്മൾ സ്നേഹിക്കുന്ന നമ്മുടെ കുട്ടി മരിച്ചു എന്ന് കരുതുക, നമുക്ക് വിഷമമുണ്ടാകും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, നിങ്ങൾക്കൊരു മുസീബത്ത് ബാധിച്ചാൽ നിങ്ങൾ എന്റെ മരണത്തെക്കുറിച്ച് ചിന്തിക്കുക. അതാണ് ഒരു വിശ്വാസിയുടെ ഏറ്റവും വലിയ മുസീബത്ത്. ഒരു വിശ്വാസിക്ക് ബാധിക്കാനിരിക്കുന്ന ഏറ്റവും വലിയ മുസീബത്ത് എന്റെ മരണമാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. ഇന്ന് വരെ ഒരു ദിവസമെങ്കിലും അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മരണപ്പെട്ടതോർത്ത്, പ്രിയപ്പെട്ടവരെ, നമ്മുടെ മനസ്സൊന്ന് പിടഞ്ഞിട്ടുണ്ടോ? നമുക്കൊരു പ്രയാസം തോന്നിയിട്ടുണ്ടോ? സഹാബത്തിന്റെ ചരിത്രം നിങ്ങൾ നോക്കിയാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകൾ കേൾക്കുമ്പോൾ, ഹദീസുകൾ പറയുമ്പോൾ അവരെത്രമാത്രം പ്രവാചകനെ സ്നേഹിച്ചു എന്നുള്ളത് പ്രകടമായിരുന്നു. പ്രവാചകനെ എത്രമാത്രം അവർ സ്നേഹിച്ചു, അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്കുകൾക്ക് നൽകിയിരിക്കുന്ന വില എത്രമാത്രമാണ്, അവർ എത്രമാത്രം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് വേണ്ടി പ്രവാചകന്റെ ഈ ഹദീസുകൾ പ്രചരിപ്പിക്കാൻ എത്രമാത്രം അവർ ശ്രമിച്ചു. അതുകൊണ്ട് പ്രവാചകനെ കുറിച്ച് നമ്മൾ പഠിക്കുക, അവിടുത്തെ സുന്നത്തുകൾക്ക് നമ്മുടെ ജീവിതത്തിൽ ഒരു സ്ഥാനമുണ്ടാവുക, നമ്മുടെ മക്കളിൽ, പ്രിയപ്പെട്ടവരെ, അത് നാം പഠിപ്പിക്കുക. ഇമാം മാലിക് പറഞ്ഞതുപോലെ അബൂബക്കറിനെയും ഉമറിനെയും സ്നേഹിക്കണമെന്ന് ഖുർആനിലെ സൂറത്ത് പോലെ നാം പഠിപ്പിക്കാറുണ്ടായിരുന്നു എന്ന് ഇമാം മാലിക് മുൻഗാമികളുടെ ചര്യ ഇതാണെന്ന് ഇമാം മാലിക് പറയുന്നുവെങ്കിൽ, സലഫുസ് സാലിഹീങ്ങളെ പിൻപറ്റുന്നു എന്ന് നമ്മൾ അവകാശപ്പെടുന്നുവെങ്കിൽ, പ്രിയപ്പെട്ടവരെ, നമ്മുടെ മക്കൾക്ക് സലഫുസ് സാലിഹീങ്ങളെ കുറിച്ച്, അവരുടെ ഈ മാർഗം നമ്മുടെ മക്കളുടെ വിഷയത്തിൽ നാം പ്രയോഗിക്കുക. അവർക്ക് പ്രവാചകനെ കുറിച്ച് പറഞ്ഞു കൊടുക്കുക. അവരുടെ ജീവിതത്തിൽ മാതൃകയായിരിക്കണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അവിടുത്തെ ചര്യകൾ, അവിടുത്തെ ജീവിത രീതികൾ, അവിടുത്തെ അധ്യാപനങ്ങൾ, ഏത് വിഷയത്തിലും അവർക്ക് സമാധാനിക്കാൻ, ഏത് വിഷയത്തിലും അവർക്ക് ഒരു പരിഹാരം കണ്ടെത്താൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിലൂടെ അവർക്ക് സാധിക്കുന്ന രൂപത്തിൽ അവർക്ക് നാം ഒരു മാർഗം ഉണ്ടാക്കി കൊടുക്കുക. നമ്മുടെ മക്കളുടെ വിഷയത്തിൽ നമുക്ക് ശ്രദ്ധയുണ്ടാകണം. ഇത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഇന്ന് ചില ആളുകളൊക്കെ അവർ പഠനത്തിൽ വലിയ ശ്രദ്ധയുള്ളവരായിരിക്കും, എന്നാൽ മക്കളോ ഭൗതികമായി പഠിക്കുന്നവർ. ഭൗതികമായി പഠിക്കേണ്ട എന്നല്ല, പക്ഷേ ദീനിയായ വിദ്യാഭ്യാസം മക്കൾക്ക് നൽകാൻ നാം ബാധ്യസ്ഥരാണ്. ദീനിയായ വിദ്യാഭ്യാസം അള്ളാഹുവിനെ കുറിച്ച്, റസൂലിനെ കുറിച്ച്, അബൂബക്കറിനെയും ഉമറിനെയും കുറിച്ച് അവർക്ക് നാം പഠിപ്പിച്ചു കൊടുക്കേണ്ടത് നമ്മുടെ ബാധ്യതയാണ്, നമ്മുടെ ഉത്തരവാദിത്തമാണ്.
അതല്ലെങ്കിൽ നേരത്തെ അള്ളാഹു പറഞ്ഞ ഖൂ അൻഫുസകും വഅഹ്ലീകും നാറ, നിങ്ങൾ നിങ്ങളുടെ ശരീരത്തെയും കുടുംബത്തെയും സൂക്ഷിക്കുക, അവരെ നരകത്തെ തൊട്ട് നിങ്ങൾ സംരക്ഷിക്കുക. വഖൂദുഹന്നാസു വൽ ഹിജാറ, അതിൽ അള്ളാഹു കത്തിക്കാൻ ഉപയോഗിക്കുന്ന വിറകുകളാണ് മനുഷ്യരും കല്ലുകളും. ഒരു പക്ഷേ നമ്മുടെ മകനാണ് ആ നരകത്തിലെ വിറകുള്ളിയാകുന്നതെങ്കിൽ, നമ്മുടെ ഉമ്മയാണ് ആ നരകത്തിലെ വിറകുള്ളിയാകുന്നതെങ്കിൽ, നമ്മുടെ ഭാര്യ, നമ്മുടെ ഉപ്പയാണ് ആ നരകത്തിലെ വിറകുള്ളിയാകുന്നതെങ്കിൽ, പ്രിയപ്പെട്ടവരെ, എത്രമാത്രം ഗൗരവമായിരിക്കും വിഷയം. കുല്ലമാ നضجت ജുലൂദുഹും ബദൽനാഹും ജുലൂദൻ ഗൈറഹാ, ഓരോരോ തവണയും ചുട്ടരിക്കപ്പെടുമ്പോൾ വീണ്ടും വീണ്ടും പുതിയ തൊലികൾ നൽകിക്കൊണ്ട് ശിക്ഷ കടുപ്പിക്കുമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല താക്കീത് നൽകും. അതുകൊണ്ട് വിഷയം നിസാരമല്ല. നരകം സ്വർഗം എന്നൊക്കെ പറയുന്നത് നിസാരമായ കാര്യമല്ല. കേവലം എന്തെങ്കിലും കാട്ടിക്കൂട്ടിയത് കൊണ്ട് ഇതൊക്കെ നേടിയെടുക്കാനും നമുക്ക് സാധിക്കുമെന്ന് ആരും കരുതരുത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, ലാ യദ്ഖുലന്ന അഹദും മിൻകുമുൽ ജന്നത ബിഅമലി, ജനങ്ങളെ, നിങ്ങളിൽ നിന്ന് ആരും നിങ്ങൾ ഈ ചെയ്യുന്ന കർമ്മങ്ങൾ കൊണ്ട്, ഇതാരോടാ പറയുന്നത്? 3 ദിവസത്തിൽ ഖുർആൻ ഖത്തം തീർക്കുന്ന സഹാബത്തിനോട്, 7 ദിവസത്തിൽ മുടങ്ങാതെ ഖത്തം തീർക്കുന്ന സഹാബത്തിനോട് അബ്ദുല്ലാഹ് ഇബ്നു അംർ വന്ന് ചോദിക്കുകയാണ്, പ്രവാചകരെ, എത്ര ദിവസത്തിലാണ് ഖത്തം തീർക്കേണ്ടത്? പ്രവാചകൻ പറയുന്നു 30 ദിവസത്തിൽ, ഒരു മാസത്തിൽ. അദ്ദേഹം പറയുന്നു, പ്രവാചകന്റെ ആവശ്യമില്ല. പ്രവാചകൻ പറയുന്നു 20 ദിവസത്തിൽ ഖത്തം തീർക്കുക. അദ്ദേഹം പറയുന്നു, പ്രവാചകൻ ഇനിയും കുറക്ക്. പ്രവാചകൻ പറഞ്ഞു 15 ദിവസത്തിൽ. വീണ്ടും ആവശ്യപ്പെടുന്നു, 7 ദിവസത്തിൽ തീർക്കാൻ ആവശ്യപ്പെടുന്നു. അദ്ദേഹം മരണം വരെ 7 ദിവസത്തിൽ ഖുർആൻ ഖത്തം തീർക്കാറുണ്ട്. ആ സഹാബത്തിനെ നോക്കിക്കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, നിങ്ങളിൽ നിന്ന് ആരും അമല് കൊണ്ട് സ്വർഗത്തിൽ കയറാമെന്ന് പ്രതീക്ഷിക്കേണ്ട. സഹാബികൾ ചോദിച്ചു, വല അൻത യാ റസൂലല്ലാഹ്, പ്രവാചകരെ, അങ്ങ് സ്വർഗത്തിൽ പ്രവേശിക്കുമോ? അങ്ങനെ താങ്കൾ രാത്രിയിൽ കാലിന് നീര് വരുന്നത് വരെ നിസ്കരിക്കുന്നവരാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വല അന, എനിക്കും എന്റെ അമലുകൾ കൊണ്ട് സ്വർഗ്ഗപ്രവേശനം സാധ്യമല്ല. സ്വർഗം പ്രവേശിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? ഇല്ലാ അയ്യതഗമ്മദനി അല്ലാഹു ബിറഹ്മത്തിൻ മിൻഹു വഫളൽ, അല്ലാഹുവിന്റെ കാരുണ്യം കൊണ്ട് അവൻ എന്നെ പൊതിഞ്ഞാലല്ലാതെ എനിക്കും സ്വർഗ്ഗപ്രവേശനം സാധ്യമല്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, സഹാബത്തിന്റെ അമലുകളുമായി നമ്മുടെ അമലുകൾ താരതമ്യം ചെയ്താൽ, സഹാബത്തിന്റെ അമലുമായി നമ്മുടെ അമൽ താരതമ്യം ചെയ്താൽ അവരുടെ സമീപത്തെത്താൻ നമുക്ക് സാധിക്കുകയില്ല എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. അതുകൊണ്ട് നമുക്ക് നേടിയെടുക്കാൻ സാധിക്കുന്ന മാർഗങ്ങൾ നിങ്ങൾക്കറിയാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ പറഞ്ഞു, ഓരോരുത്തരും ആരെയാണോ കൂടുതൽ ഇഷ്ടപ്പെടുന്നത് അവരുടെ കൂടെയായിരിക്കും പരലോകത്ത്. സഹാബികളിൽ ചിലർ പറഞ്ഞതായി കാണാം. ഈ ഒരു ഹദീസാണ് നമുക്ക് ഏറ്റവും വലിയ പ്രതീക്ഷയേകിയത്. അമലുകൾ കുറവാണെന്ന് അവർക്ക് വിശ്വാസമുണ്ടായിരുന്നു, അവർക്ക് ധാരണയുണ്ട്. അവരെ സംബന്ധിച്ചിടത്തോളം അവർ അമലുകൾ കുറവാണെന്ന് കരുതി. പക്ഷെ അവർക്ക് പ്രവാചകനെ അങ്ങേയറ്റം ഇഷ്ടമായിരുന്നു. അതുകൊണ്ട് അവർക്ക് ആ വിഷയത്തിൽ വലിയ പ്രതീക്ഷയുണ്ടായിരുന്നു. നമുക്ക് പറയാൻ പറ്റുമോ നമ്മൾ അള്ളാഹുവിന്റെ റസൂലിനെ വേണ്ടതുപോലെ സ്നേഹിക്കുന്നു എന്ന്? നമുക്ക് പറയാൻ പറ്റുമോ പ്രിയപ്പെട്ടവരെ, അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വേണ്ടതുപോലെ നാം ജീവിതത്തിൽ സ്നേഹിച്ചു എന്ന്? നമ്മുടെ ജീവിതം നാം ഒന്ന് വിലയിരുത്തണം. നാം ഒന്ന് ഇരുന്ന് നമ്മുടെ സ്വയം നഫ്സിന്റെ അവസ്ഥ നാം ഒന്ന് ഹിസാബ് ചെയ്യണം. എന്താണ് എന്റെ ജീവിതത്തിന്റെ അവസ്ഥ? എന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എനിക്ക് നൽകിയ അധ്യാപനങ്ങൾ എത്രമാത്രം എനിക്ക് പാലിക്കാൻ സാധിച്ചിട്ടുണ്ട്? സുന്നത്തിനെ നാം ബഹുമാനിക്കുക എന്ന് പറയുന്നത് നമ്മെ സംബന്ധിച്ചിടത്തോളം നിർബന്ധമായ ബാധ്യതയാണ്. അത് അഹ്ലുസ് സുന്നത്തി വൽ ജമാഅത്തിന്റെ ദഅവത്തിന്റെ അടിസ്ഥാനമാണ്. 6ാമത്തെ കാര്യം അൽ-ഇർതിബാത്തുൽ വസീഖ് ബി ഉലമാഇസ് സുന്ന. ഷെയ്ഖ് അബ്ദുസ്സലാം ബർജസ് റഹിമഹുല്ലാഹ് പറയുന്നു, പണ്ഡിതന്മാരുമായി നല്ല ബന്ധം ഉണ്ടാക്കിയെടുക്കുക എന്ന് പറയുന്നത് അഹ്ലുസ് സുന്നത്തി വൽ ജമാഅത്തിന്റെ അടിസ്ഥാനത്തിൽപ്പെട്ടതാണ്. പണ്ഡിതന്മാരുമായി നല്ല ബന്ധമുണ്ടാകണം. ഇത് അല്ലാഹുവിന്റെ നിർദ്ദേശമാണ്. ഫസ്അലു അഹ്ല ദിക്രി ഇൻ കുൻതും ലാ തഅലമൂൻ, നിങ്ങൾക്കറിയാത്ത കാര്യങ്ങൾ അറിവുള്ളവരോട് നിങ്ങൾ ചോദിക്കണമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയും. പണ്ഡിതന്മാരുമായി നല്ല ബന്ധം എന്നതിന്റെ ഉദ്ദേശം എന്താണ്? പണ്ഡിതന്മാരോട് കാര്യങ്ങൾ ചോദിക്കുക, അവരുടെ നിർദ്ദേശപ്രകാരം നമ്മൾ കാര്യങ്ങളിൽ തീരുമാനമെടുക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി അബ്ദുല്ലാഹ് ഇബ്നു അംറിന്റെ ഹദീസിൽ കാണാം, ഇന്നല്ലാഹ ലാ യഖ്ബിദുൽ ഇൽമ ഇന്തിസാഅൻ യൻതസിഉഹു മിനൻ നാസ്, ജനങ്ങളിൽ നിന്ന് ഒന്നടങ്കം അല്ലാഹു സുബ്ഹാനഹു വ തആല അറിവിനെ എടുത്തു മാറ്റുകയില്ല. വലാകിൻ യൻതസിഉഹു ബിഖബ്ദിൽ ഉലമാ, എങ്ങനെയാണ് ഈ ഉമ്മത്തിൽ നിന്ന് അറിവില്ലാതാവുക? പണ്ഡിതന്മാരെ അല്ലാഹു സുബ്ഹാനഹു വ തആല മരണപ്പെടുത്തും. ഹത്താ ഇദാ ലം യുബ്ഖി ആലിമൻ ഇത്തഖദ അന്നാസു റുഅസാ ജുഹാല, ഇത്തഖദ അന്നാസു റൂസൻ ജുഹാല, അങ്ങനെ അറിവുള്ളവരൊക്കെ മരണപ്പെട്ടു കഴിഞ്ഞാൽ അറിവില്ലാത്ത ആളുകളെ ജനങ്ങൾ അറിവുള്ളവരാണെന്ന് കരുതും, അറിവുള്ളവരാണെന്ന് മനസ്സിലാക്കും. ഫസുഇലു, അവരോട് ചോദ്യങ്ങൾ ചോദിക്കും. ഫഅഫ്തൗ ബിഗൈരി ഇൽമിൻ, അറിവില്ലാതെ അവർ മറുപടി പറയും. ഇന്ന് നിങ്ങൾ നോക്കിയാൽ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ എത്രയെത്ര ആളുകളാണ് അവർ ദീനിന്റെ വിഷയങ്ങൾ സംസാരിക്കാനായി വരുന്നത്. എന്തെങ്കിലും സംസാരത്തിനിടയിൽ വരുന്നതല്ല, അതിനായി വന്നിരുന്ന് ചാനൽ ചർച്ചകളിൽ ദീനിനു വേണ്ടി പ്രതിനിധീകരിച്ചു വരുന്ന ആളുകൾ
യൂട്യൂബ് അവരുടെ സ്വന്തം ചാനലുകളിൽ ദീനിന്റെ വിഷയങ്ങൾ ക്യാപ്ഷൻ നൽകിക്കൊണ്ട് ദീനി മസലകൾ സംസാരിക്കുന്ന എത്രയെത്ര ആളുകളെ നമുക്ക് ഇന്ന് കാണാൻ സാധിക്കും. ഇതൊക്കെ വ്യാപിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഒരു കാലഘട്ടം അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിനെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ പ്രത്യേകത എന്താണ്? അഹ്ലുസുന്നയുടെ പണ്ഡിതന്മാരുടെ മാർഗം നാം മുറുകെ പിടിക്കുക, അവരുടെ മാർഗം നാം മുറുകെ പിടിക്കുക. അവരെന്താണോ പറയുന്നത് അവിടെ നാം നിൽക്കുക. ഔസാഇ റഹിമഹുല്ലാഹ് പറഞ്ഞതുപോലെ ഖിഫ് ഹൈഥു വഖഫൽ ഖൗം, അവരെവിടെ നിന്നോ അവിടെ നാം നിൽക്കുക. അവരെവിടെയാണോ നിന്നത് അവിടെയാണ് നാം നിൽക്കേണ്ടത്. ചില ആളുകൾ പറയും ഇപ്പൊ പണ്ഡിതന്മാരുടെ വാക്ക് തെളിവാണ് എന്നാണ് അതിനർത്ഥം. ഒരിക്കലുമല്ല, അങ്ങനെ ആരും പറയുന്നുമില്ല. പണ്ഡിതന്മാരുടെ വാക്കുകൾ തെളിവാണെന്നതല്ല, ഏതെങ്കിലും ഒരു പണ്ഡിതനെ അന്ധമായി പിൻപറ്റണമെന്നുമല്ല. ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ് അൽ ഫതാവ അൽ മുസ്രിയയിൽ പറയുന്നതായി കാണാം, മൻ ജഅല ഇസ്മത ലി അഹദിൻ ബഅദ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഫഹുവ ളാലുൻ മുദിൽ. പ്രവാചകന് ശേഷം ഏതെങ്കിലും ഒരാൾ, അത് അബൂബക്കർ ആയാലും, അവര് പറയുന്നതെല്ലാം ശരിയാണെന്ന് ആരെങ്കിലും വിശ്വസിക്കുകയാണെങ്കിൽ അവൻ വഴിപിഴച്ചവനും പിഴപ്പിക്കുന്നവനാണ് എന്ന് ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ്, അല്ലെങ്കിൽ ചില നുസ്ഖകളിൽ ഫഹുവ ളാൽ, അവൻ പിഴച്ചവനാണ് എന്ന് ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ് പറയുന്നതായി നമുക്ക് കാണാം. ഏതെങ്കിലും ഒരു വ്യക്തിയെ അന്ധമായി പിൻപറ്റുക അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പണ്ഡിതനെ അന്ധമായി പിൻപറ്റുക എന്നുള്ളതല്ല, മറിച്ച് അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ പണ്ഡിതന്മാരുടെ പൊതുവായ രീതികളുണ്ട്. അവരെ നാം മുറുകെ പിടിക്കും. അവർ ഒരു വിഷയത്തിൽ നമുക്കൊരു വിഷയം പറഞ്ഞു തന്നാൽ, അവരൊരു വിഷയത്തിൽ വിശദീകരണം നൽകിയാൽ ആ വിശദീകരണം നാം മുറുകെ പിടിക്കുക. ഒരു ഹദീസിനെ പണ്ഡിതന്മാർ വിശദീകരിച്ചു, നാം പഠിച്ചിരിക്കുന്ന അറബി അനുസരിച്ച് അങ്ങനെയല്ല നമുക്ക് തോന്നുന്നതെങ്കിൽ അവരുടെ വാക്ക് നാം മുറുകെ പിടിക്കുക. ആ പണ്ഡിതന്മാരുടെ വാക്കുകൾ, അവരാണ് ദീനിനെ കുറിച്ച് അറിവുള്ളവർ, അവരാണ് ദീനിനെ കുറിച്ച് കൂടുതൽ പഠിച്ചവർ, അവരുടെ മാർഗം നാം മുറുകെ പിടിക്കുക. അതിന് സമീപകാലം ഷെയ്ഖ് അബ്ദുസ്സലാം ബർജസ് തന്നെ അദ്ദേഹത്തിന്റെ കിതാബിൽ പല പണ്ഡിതന്മാരുടെയും പേരുകൾ പറഞ്ഞിട്ടുണ്ട്. അതിൽ പലരും മരണപ്പെട്ടുപോയി, അതിൽ നിന്ന് ജീവിച്ചിരിക്കുന്നവർ. ഷെയ്ഖ് അബ്ദുസ്സലാം ബർജസ് പറഞ്ഞതിൽ നിന്ന് ഇന്ന് ജീവിച്ചിരിക്കുന്നവരാണ് ഷെയ്ഖ് സാലിഹ് അൽ ഫൗസാൻ ഹഫിളഹുല്ലാഹ്, സൗദി അറേബ്യയിലെ മുഫ്തി. അതുപോലെ തന്നെ മദീനയിലെ ഷെയ്ഖ് അബ്ദുൽ മുഹ്സിൻ അൽ അബ്ബാദ് അൽ ബദർ ഹഫിളഹുല്ലാഹ്. അങ്ങനെയുള്ള പണ്ഡിതന്മാർ ഇന്ന് അവരുടെ പിറകിൽ ഒരു വിഷയം വന്നാൽ, ഉമ്മത്തിനെ ബാധിക്കുന്ന ഒരു വിഷയം വന്നാൽ, അവരെന്താണോ പറഞ്ഞത് അത് നാം മുറുകെ പിടിക്കാൻ തയ്യാറാവും. അവരുടെ ബസീറത്ത്, പ്രിയപ്പെട്ടവരെ, അവരുടെ ഇൽമ്, അവർക്ക് നൽകിയിരിക്കുന്ന ഉൾക്കാഴ്ച എന്ന് പറയുന്നത് സാരമല്ല. അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് ഇവിടെ ചില ഫിത്നകൾ വന്നപ്പോൾ, ചില ഖവാരിജുകൾ ചില സ്ഥലങ്ങളിൽ വന്നപ്പോൾ ആളുകൾ, നമ്മുടെ നാട്ടിൽ നിന്നടക്കം ചില സംഘടനകളുടെ നേതാക്കന്മാർ വരെ അവർക്ക് കത്തുകൾ എഴുതി, അവരെ ബൈഅത്ത് ചെയ്തുകൊണ്ട് അവർക്ക് കത്തുകൾ എഴുതി, ജമാഅത്ത് തബ്ലീഗിന്റെ അടക്കം. പക്ഷേ ഷെയ്ഖ് അബ്ദുൽ മുഹ്സിൻ അബ്ബാദ് അൽ ബദർ ഹഫിളഹുല്ലാഹ് മസ്ജിദ് നബവിയിൽ വെച്ച് പിറ്റേ ദിവസം പറഞ്ഞു, അക്കൂട്ടർ ബൈഅത്ത് ചെയ്തിരിക്കുന്നത് പിശാചിനെയാണ്. പിറ്റേ ദിവസം ആളുകളൊക്കെ പല രൂപത്തിലും ഫിത്നയുടെ പിന്നാലെ പോകുമ്പോൾ അവരൊക്കെ വലിയ വലിയ അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ മാർഗമാണ്, അല്ലെങ്കിൽ ശരിയായ മാർഗമാണ് ഈ ഖവാരിജുകൾ കൊണ്ടുവന്നത് എന്ന് തെറ്റിദ്ധരിച്ച സമയം ഷെയ്ഖ് അബ്ദുൽ മുഹ്സിൻ പറഞ്ഞു, അവർ പിശാചിനെ ബൈഅത്ത് ചെയ്തവരാണ്. പിന്നീട് എല്ലാവർക്കും ബോധ്യപ്പെട്ടു അങ്ങനെ തന്നെയായിരുന്നു, പിശാചിനെയാണ് ബൈഅത്ത് ചെയ്തത്. അതുകൊണ്ടാണ് ഉലമാക്കൾ പറയുന്നത്, ഫിത്ന വരുന്നതിന് മുമ്പ് അത് ഫിത്നയാണെന്ന് പണ്ഡിതന്മാർക്ക് ബോധ്യപ്പെടും. എന്നാൽ സാധാരണക്കാർക്ക് ബോധ്യപ്പെടുക എപ്പോഴാണ്? ഇതൊക്കെ വന്ന് ആളുകളൊക്കെ ആശയക്കുഴപ്പത്തിലായതിനു ശേഷം. അതുകൊണ്ട് നമ്മെ സംബന്ധിച്ചിടത്തോളം അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ മനഹജ് അതിന്റെ പ്രത്യേകതകളിൽപ്പെട്ടതാണ്. ഒരു വിഷയത്തിൽ അവരൊരു നിലപാട് പറഞ്ഞാൽ ആ നിലപാടിൽ നാം നിൽക്കുക. അതൊരിക്കലും അവരുടെ വാക്ക് തെളിവായിക്കൊണ്ടല്ല. ഇന്ന് ചിലർ അതിനെ തെറ്റിദ്ധരിപ്പിക്കുന്നു, എന്നിട്ട് പറയുന്നു പണ്ഡിതന്മാരുടെ വാക്കുകൾ തെളിവാണെന്നാണ് വാദം. അങ്ങനെയല്ല, മറിച്ച് ഖുർആനും സുന്നത്തും അവരാണ് വ്യാഖ്യാനിക്കാൻ കൂടുതൽ അർഹരായവർ, അവരാണ് അതിനെ നമുക്ക് പറഞ്ഞു തരേണ്ടത്, അവരാണ് യഥാർത്ഥത്തിൽ ഈ ഇൽമ് നമുക്ക് എത്തിച്ചു തന്നവർ. അവരുടെ പിന്നിൽ നാം അണിനിരക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, അൽ ബറകതു മഅ അകാബിരിക്കും, നിങ്ങളുടെ ബറകത്ത് നിങ്ങളുടെ വലിയവരുടെ കൂടെയാണ്. പണ്ഡിതന്മാർ അതിന് നൽകിയ വിശദീകരണത്തിൽ കാണാം, അറിവ് കൊണ്ട് ഉയർന്നു നിൽക്കുന്ന ആളുകൾ, അവരുടെ പിന്നിൽ നാം നിൽക്കുക. അവരുടെ വാദങ്ങൾ, ഒരു വിഷയത്തിൽ അഭിപ്രായ വ്യത്യാസം വന്നു, രണ്ടുപേർ അഭിപ്രായ വ്യത്യാസം വന്നു, അവിടെ നോക്കുക പണ്ഡിതന്മാർ എന്ത് നിലപാടാണ് സ്വീകരിച്ചത്. അവരുടെ നിലപാടിൽ നിന്ന് പുറത്തേക്ക് പോകാൻ പാടില്ല, അവര് പറഞ്ഞിരിക്കുന്ന വാക്കുകളിൽ നിന്ന് പുറത്തേക്ക് പോകാൻ പാടില്ല. അതിൽ നാം ഉറച്ചു നിൽക്കാൻ ശ്രമിക്കുക. ഏത് വിഷയത്തിലും പ്രിയപ്പെട്ടവരെ, ഇന്ന് അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ ഉലമാക്കളോട് ചോദിക്കാൻ നമുക്ക് അവസരങ്ങളുണ്ട്. പ്രത്യേകിച്ച് ഇവിടെ താമസിക്കുന്ന സഹോദരങ്ങൾ, നിങ്ങളുടെ അരികിലാണ് സമാഹത്തുൽ മുഫ്തി ഷെയ്ഖ് സാലിഹ് അൽ ഫൗസാൻ ഹഫിളഹുല്ലാഹ് ഉള്ളത്. അദ്ദേഹത്തോട് നിങ്ങൾക്ക് ചോദിക്കാം. ഒരു വിഷയം വന്നാൽ അവരോട് സംശയങ്ങൾ ചോദിക്കുക, അതല്ലെങ്കിൽ മറ്റു പണ്ഡിതന്മാരോട് ചോദിക്കുക. ഇതായിരുന്നു താബിഈങ്ങളുടെ രീതി. അവർക്ക് സംശയങ്ങൾ വന്നാൽ സ്വഹാബത്തിന്റെ അരികിലേക്ക് അവർ മടങ്ങുമായിരുന്നു. സ്വഹാബത്തിന് സംശയം വന്നാൽ അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിലേക്ക് വരാറുണ്ട്. ഈ രൂപത്തിൽ പണ്ഡിതന്മാരുടെ പിന്നിൽ നിൽക്കുക എന്ന് പറയുന്നത് നമ്മെ സംബന്ധിച്ചിടത്തോളം അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ അടിസ്ഥാനത്തിൽപ്പെട്ടതാണ്. ഒരു സംഘടനയെ നമ്മൾ കാണുന്നു, ഒരു വിഭാഗത്തെ നമ്മൾ കാണുന്നു, പണ്ഡിതന്മാരിലേക്ക് മടങ്ങാൻ അവർ തയ്യാറാകുന്നില്ല. അവർ പറയുന്നു ഞങ്ങൾ തന്നെ മതിയായതാണ്, നമുക്ക് മനസ്സിലാകും ഖുർആനും സുന്നത്തും എന്ന് പറഞ്ഞാൽ നിങ്ങൾ തിരിച്ചറിയുക അത് വലാലത്തിന്റെ വഴിയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്.
അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ പണ്ഡിതന്മാരുടെ മൻഹജ്, അവരുടെ രീതിയിൽ നിലനിൽക്കുക എന്ന് പറയുന്നത് അഹ്ലുസുന്നയുടെ പ്രത്യേകതകളിൽ പെട്ടതാണ്. അവരിലേക്ക് കാര്യങ്ങൾ മടങ്ങുക, അവരുടെ വിധി എന്താണോ അത് നാം സ്വീകരിക്കുക എന്നുള്ളത് നമ്മുടെ ബാധ്യതയാണ്. ഒരു സംഘടന, ഒരു വിഭാഗം, അവരിൽ പിഴവുകളുണ്ട് എന്ന് സങ്കല്പിക്കുക, ഈ പിഴവുകൾ പണ്ഡിതന്മാരുടെ അരികിലേക്ക് എത്തിക്കുക. പണ്ഡിതന്മാർ അവരുടെ വിഷയത്തിൽ എന്താണോ വിധി പറയുന്നത് ആ വിധി നാം സ്വീകരിക്കുക. പണ്ഡിതന്മാർ പറയുന്നു ആ പിഴവുകൾ ചെറിയ പിഴവാണ്, അവരോട് നിങ്ങൾ സഹകരിക്കുക, അല്ലെങ്കിൽ അവരുടെ കൂടെ, ആ സംഘത്തിന്റെ കൂടെ നിങ്ങൾ നിൽക്കുക എന്ന് പറഞ്ഞാൽ നിൽക്കാം. അവര് പറയുന്നു ഇങ്ങനെ ഒരു വിഭാഗത്തിന് ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ കൂടെ നിങ്ങൾ നിൽക്കരുത്, മാറി നിൽക്കണം എന്ന് പറഞ്ഞാൽ ആ പണ്ഡിതന്മാരുടെ വാക്കിൽ നമ്മൾ ഉറച്ചു നിൽക്കുക. ഏത് വിഷയത്തിലും പണ്ഡിതന്മാർ എന്താണോ സംസാരിക്കുന്നത് അതാണ് നാം മുറുകെ പിടിക്കേണ്ടത്. ഇതാണ് ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് അദ്ദേഹത്തിന്റെ കിതാബിന് നൽകിയിരിക്കുന്ന പേര് തന്നെ എന്താണ്? ഇഅ്ലാമുൽ മുവഖ്ഖിഈൻ. പണ്ഡിതന്മാർ സംസാരിക്കുന്നത് ഈ വിഷയത്തിൽ അള്ളാഹുവിന്റെ വിധി ഇതാണ് എന്ന രൂപത്തിലാണ്. അതുകൊണ്ട് പണ്ഡിതന്മാരെ മുറുകെ പിടിക്കുക, അവരുടെ മനഹജിലേക്ക് കാര്യങ്ങൾ മടക്കുക എന്നുള്ളത് അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ വിശേഷണമാണ്. ഏഴാമത്തെ കാര്യം അൽ ഇബ്തിആദു അനിൽ ഹിസ്ബിയാത്ത് വൽ ജമാഅത്ത് അൽ ഇസ്ലാമിയ്യ. ഹിസ്ബിയത്തിനെ തൊട്ട്, അതുപോലെ തന്നെ വൽ ജമാഅത്ത് അൽ ഇസ്ലാമിയ്യ അസ്സിർരിയ്യ, രഹസ്യമായ സംഘങ്ങൾ, രഹസ്യമായ സംഘടനകൾ, പല രൂപത്തിൽ രഹസ്യ പ്രവർത്തനം നടത്തുന്നവർ, അവരെ തൊട്ട് നാം മാറി നിൽക്കുക. അതുപോലെ തന്നെ ഹിസ്ബിയത്തിന്റെ ആളുകളെ തൊട്ടും മാറി നിൽക്കുക. ഇത് അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ ഉസൂലുകളാണ് എന്ന് ഷെയ്ഖ് അബ്ദുസ്സലാം ബർജസ് റഹിമഹുല്ലാഹ് പറയും. എന്താണ് ഹിസ്ബിയത്ത് എന്ന് പറഞ്ഞാൽ? നമ്മൾ നേരത്തെ പറഞ്ഞ വിഷയം. ഒരു വിഭാഗം പറയാണ് നമ്മുടെ സ്നേഹം സംഘടനയുടെ അടിസ്ഥാനത്തിൽ, നമ്മുടെ വെറുപ്പ് സംഘടനയുടെ അടിസ്ഥാനത്തിൽ, നമ്മുടെ കൂടെയുള്ള ആളുകൾ അവരോട് നമുക്ക് പ്രത്യേക ഇഷ്ടമാണ്, നമ്മുടെ കൂടെയില്ലാത്ത ആളുകൾ അവരോട് നമുക്ക് വെറുപ്പാണ്. അങ്ങനെ ഒരു വിഭാഗം പറയുന്നുവെങ്കിൽ നിങ്ങൾ തിരിച്ചറിയുക, അത് അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ മനഹജിലുള്ളവരല്ല. അങ്ങനെയുള്ളവരുമായി പ്രിയപ്പെട്ടവരെ ഒരു കാരണവശാലും നാം സഹകരിക്കാനും പാടില്ല. ഒരു കാരണവശാലും. നിങ്ങൾ നോക്കിയാൽ ആദ്യ കാലഘട്ടത്തിൽ മുസ്ലിമീങ്ങളെല്ലാം അറിയപ്പെട്ടിരുന്നത് ഏത് പേരിലാണ്? മുസ്ലിമീങ്ങൾ എന്ന പേരിലാണ്. അള്ളാഹു പറയുന്നു ഹുവ സമ്മാകുമുൽ മുസ്ലിമീൻ. അള്ളാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് നൽകിയിരിക്കുന്ന പേര് അത് മുസ്ലിമീങ്ങൾ എന്നാണ്. പിന്നീട് ബിദ്അത്തിന്റെ ആളുകൾ വന്നു, ഖദറിന്റെ വാദവുമായി ആളുകൾ വന്നു. സഹാബത്തിന്റെ കാലത്ത് തന്നെ ചില ഫിത്നകൾ വന്നു, ബിദ്അത്തിന്റെ വാദങ്ങൾ വന്നു. യൗമ തബിയദ്ദു വുജൂഹുൻ വതസ്വദ്ദു വുജൂഹ് എന്ന ആയത്തിന്റെ വിശദീകരണത്തിൽ അബ്ദുല്ലാഹ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു തബിയദ്ദു വുജൂഹു അഹ്ലിസ്സുന്ന, അഹ്ലുസ്സുന്നയുടെ മുഖമാണ് പ്രകാശിക്കുക. അഹ്ലുസ്സുന്ന എന്ന പ്രയോഗം നുസൂസുകളിൽ വരാത്തതാണ്. പക്ഷേ ബിദ്അത്തിന്റെ ആളുകൾ വന്നു, അവർ പറഞ്ഞു ഞങ്ങൾ മുസ്ലിമീങ്ങളാണ്. ഇപ്പൊ മുസ്ലിം എന്ന പേരിൽ ബിദ്അത്തിന്റെ ആളുകൾ കൂടി കടന്നു കയറിയപ്പോൾ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഹഖിന്റെ ആളുകൾക്ക് പറഞ്ഞ പേരാണ് അഹ്ലുസ്സുന്ന, അവർ സുന്നത്തിന്റെ ആളുകളാണ്. അഹ്ലുസ്സുന്ന എന്ന് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഉപയോഗിച്ചു. ഇമാം ലാലകായി റഹിമഹുല്ലാഹ് ആ അഥർ ഉദ്ധരിക്കുന്നതായി കാണാം. പിന്നീട് താബിഈങ്ങളുടെ മനഹജ് നിങ്ങൾ നോക്കിയാൽ, അവരുടെ ജീവിത ചരിത്രം നോക്കിയാൽ അയ്യൂബ് അസ്സഖ്തിയാനി റഹിമഹുല്ലാഹ് പറയുന്നതായി കാണാം, അഹ്ലുസുന്നയിൽപ്പെട്ട ഏതെങ്കിലും ഒരു സഹോദരൻ എവിടെയെങ്കിലും വെച്ച് മരണപ്പെട്ട വിവരം എനിക്ക് ലഭിച്ചാൽ എനിക്ക് വേദനയുണ്ടാകും. ലോകത്തിന്റെ ഏത് ഭാഗത്താണെങ്കിലും എനിക്ക് വേദനയുണ്ടാകും. എന്റെ ഒരു അവയവം നഷ്ടപ്പെടുന്നത് പോലെ എനിക്ക് തോന്നും. അദ്ദേഹം അവിടെ ഉപയോഗിച്ചു അഹ്ലുസുന്ന എന്ന്. ഈ രൂപത്തിൽ ബിദ്അത്തിന്റെ ആളുകൾ, മുസ്ലിമീങ്ങൾ എന്ന ആദ്യം പേരുണ്ടായിരുന്നു, എന്നാൽ ബിദ്അത്തിന്റെ ആളുകൾ വന്നു, അവർ പറഞ്ഞു ഞങ്ങളും മുസ്ലിമീങ്ങളാണെന്ന് പറഞ്ഞപ്പോൾ അവരിൽ നിന്ന് മാറി നിൽക്കാൻ ഉപയോഗിച്ച പേരെന്താണ്? അഹ്ലുസുന്ന. പിന്നീട് അഹ്ലുർ റഅയ് എന്ന് പറഞ്ഞൊരു വിഭാഗം രൂപപ്പെട്ടു. അവരുടെ അഭിപ്രായങ്ങൾക്ക് മുൻഗണന നൽകുന്ന ആളുകൾ. അവിടെ അഹ്ലുസുന്ന സ്വീകരിച്ച പേര് അഹ്ലുൽ അസർ, അസറിന്റെ ആളുകളാണെന്ന് പറഞ്ഞു. കാരണം ബിദ്അത്തിന്റെ ആളുകളിൽ നിന്ന് മാറി നിൽക്കുക എന്ന് പറയുന്നത് ഏത് കാലഘട്ടത്തിലും അഹ്ലുസുന്നയുടെ പ്രത്യേകതയായിരുന്നു. ബിദ്അത്തിന്റെ ആളുകളോട് സഹകരിക്കാൻ പാടില്ല. അത് ഇൻഷാ അല്ലാഹ് ശേഷം ഷെയ്ഖ് അബ്ദുസ്സലാം ഇവിടെ വിശദീകരിക്കുന്നു. ഇതാണ് അഹ്ലുസുന്നത്തി വൽ ജമാഅയുടെ രീതി. ബിദ്അത്തിന്റെ ആളുകൾ, ഹിസ്ബിയത്തിന്റെ ആളുകൾ അവരുടെ മാർഗത്തിൽ നിന്ന് മാറി നിൽക്കുക എന്നുള്ളത് അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ രീതിയാണ്. ഹിസ്ബിയത്തിന്റെ ആളുകളുമായി സഹകരിക്കാൻ പാടില്ല. നേരെ മറിച്ച് ഖുർആനിന്റെയും സുന്നത്തിന്റെയും വക്താക്കൾ, ഫഹ്മുസ് സലഫിന്റെ വക്താക്കൾ, അവരുമായി നമ്മൾ സഹകരിക്കുക. അതല്ലാത്ത ആളുകളുമായി നമ്മൾ സഹകരിക്കാൻ പാടില്ല. നമ്മുടെ അടിസ്ഥാനം ഖുർആനാണ്, സുന്നത്താണ്, ഫഹ്മുസ് സലഫാണ്. മുൻഗാമികൾ, നേരത്തെ നമ്മൾ പറഞ്ഞ സഹാബികൾ എങ്ങനെയാണോ ദീന് മനസ്സിലാക്കിയത് അതാണ് നമ്മുടെ മാതൃക. താബിഈങ്ങൾ എങ്ങനെയാണോ ദീന് മനസ്സിലാക്കിയത് അതാണ് നമ്മുടെ മാതൃക. ഇപ്പൊ നിങ്ങൾ ഏത് സംഘടന എടുത്താലും, നമ്മുടെ നാട്ടിൽ ജമാഅത്ത് തബ്ലീഗ് എടുക്കുക, അവരെ സംബന്ധിച്ചിടത്തോളം അവരിൽ ഈ ഒരു ആശയം നിങ്ങൾ നോക്കുക. അവർ പറയുന്നു നന്മകളിലേക്ക് ആളുകളെ ക്ഷണിക്കാം, തിന്മകളിൽ നിന്ന് വിലക്കേണ്ടതില്ല. ഇത് അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ മാർഗമല്ല, ഇത് സഹാബത്തിന്റെ മാർഗമല്ല. അവരുടെ കൂടെയുള്ളവരോട് അവർക്ക് പ്രത്യേക ഇഷ്ടം, അവരിൽ പെട്ടവരല്ലെങ്കിൽ അവർ വെറുക്കുന്നു. ഇതൊരിക്കലും അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ രീതിയല്ല. ഖുർആനിന്റെയും സുന്നത്തിന്റെയും വക്താക്കളാണെങ്കിൽ അവരെ സ്നേഹിക്കണം.
ഖുർആനിന്റെയും സുന്നത്തിന്റെയും വക്താക്കളെ സ്നേഹിക്കണം. അതുപോലെ തന്നെ മറ്റ് സംഘടനകൾ, ഹദീസ് നിഷേധിക്കുന്ന ആളുകൾ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സംസം വെള്ളത്തിന്റെ ശ്രേഷ്ഠത പറഞ്ഞു. ഒരാൾ പറയാണ്, അങ്ങനെ സംസം വെള്ളം കുടിച്ചാൽ ശിഫാ ലഭിക്കുമെങ്കിൽ പിന്നെ എന്തിനാണ് മക്കയിൽ ഹോസ്പിറ്റൽ എന്ന് ചോദിച്ചാൽ അത് അഹ്ലുസ് സുന്നത്തി വൽ ജമാഅത്തിന്റെ മാർഗ്ഗമല്ല, അത് ബിദ്അത്തിന്റെ ആളുകളുടെ മാർഗ്ഗമാണ്. ഒരാൾ ചോദിക്കുകയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു ഈച്ച വെള്ളത്തിൽ വീണാൽ ആ ഈച്ചയെ അവിടെ മുക്കിയെടുക്കണം. ഒരാൾ പറയുന്നു, എന്റെ ബുദ്ധിക്ക് അത് യോജിക്കുന്നില്ല. മനസ്സിലാക്കുക, അത് പിഴച്ച, ഇവിടെ ഷെയ്ഖ് അബ്ദുസ്സലാം പറഞ്ഞ് സൂചിപ്പിച്ചതുപോലെ പിഴച്ച വിഭാഗത്തിൽപ്പെട്ടവരാണ്. ഒരാൾ പറയാണ്, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഞങ്ങളുടെ സംഘടനയിലുള്ള ആളുകൾ അവരോട് നമുക്ക് പ്രത്യേക ഇഷ്ടം, അതല്ലാത്ത ആളുകൾ അവരോട് നമുക്ക് വെറുപ്പാണ് എന്നൊരാൾ പറയുകയാണെങ്കിൽ അഖീദത്തുൽ വലാ വൽ ബറാ പൊളിച്ചവനാണ് അവൻ, ഹിസ്ബിയാണവൻ. അവനുമായി സഹകരിക്കുക എന്നുള്ളത് ഒരിക്കലും നമ്മെ സംബന്ധിച്ചിടത്തോളം പാടില്ലാത്തതാണ്. അപ്പൊ ഒരിക്കലും നമ്മുടെ സ്നേഹം പ്രിയപ്പെട്ടവരെ സംഘടനയുടെ അടിസ്ഥാനത്തിലാവരുത്, മറിച്ച് ഖുർആനിന്റെയും സുന്നത്തിന്റെയും വെളിച്ചത്തിലാകും. ഇത് നിങ്ങൾക്ക് ബാക്കിയുള്ള വിഭാഗങ്ങളെ മനസ്സിലാക്കാൻ ഉപകരിക്കുന്ന ഒരു കാര്യമാണ്. ഇപ്പൊ ഉദാഹരണത്തിന് അൽ ഇഖ്വാനുൽ മുസ്ലിമീൻ, നമ്മുടെ നാട്ടിലുള്ള ജമാഅത്തെ ഇസ്ലാം, അവരെ നിങ്ങൾ നോക്കൂ. അവരുടെ നേതാക്കന്മാർ സയ്യിദ് ഖുത്ബിനെ പോലുള്ള, ഹസനുൽ ബന്നയെ പോലുള്ള അവരുടെ നേതാക്കന്മാർ സഹാബികളെ ചീത്ത പറഞ്ഞു, ശിർക്കൻ വിശ്വാസങ്ങൾ കൊണ്ട് നടന്നു. ഹസനുൽ ബന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരുടെ സദസ്സിൽ വരുമെന്നും പാപങ്ങൾ മാപ്പാക്കുമെന്നും വിശ്വസിച്ചിരുന്നു. ശിർക്കൻ വിശ്വാസങ്ങൾ ഉണ്ടായിരുന്നു. സയ്യിദ് ഖുത്ബ് സഹാബത്തിനെ ചീത്ത പറഞ്ഞു, അമ്പിയാക്കളെ ചീത്ത പറഞ്ഞു. പക്ഷെ ഏതെങ്കിലും ഒരു ജമാഅത്ത് ഇസ്ലാമിൽപ്പെട്ട ഒരാൾ സയ്യിദ് ഖുത്ബിനെ എതിർക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? അദ്ദേഹത്തിന് തെറ്റുപറ്റി എന്ന് പറയുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഒരിക്കലും നിങ്ങളത് കാണുകയില്ല. ഹസനുൽ ബന്നക്ക് തെറ്റുപറ്റിയെന്ന് നിങ്ങൾ പറയുന്നത് കാണുകയില്ല. കാരണം എന്താണ്? അവരെ പരസ്പരം ബന്ധിപ്പിക്കുന്നത് ഹിസ്ബിയാണ്, അവരുടെ സംഘടനയാണ്. സംഘടനയിലുണ്ടോ എന്ത് വാദമുണ്ടെങ്കിലും നമുക്ക് പ്രശ്നമില്ല. സംഘടനയിലില്ലേ അവൻ ഖുർആനും സുന്നത്തും മുറുകെ പിടിക്കുന്നവനാണെങ്കിലും അവൻ ഫഹ്മുസ് സലഫ് അനുസരിച്ച് ജീവിക്കുന്നവരാണെങ്കിലും അവനെ നമ്മൾ സ്നേഹിക്കില്ല. ഇതൊരിക്കലും അഹ്ലുസ് സുന്നത്തി വൽ ജമാഅത്തിന്റെ രീതിയല്ല. അതുപോലെ ഏത് സംഘടനയാണെങ്കിലും നമ്മുടെ നാട്ടിലുള്ള ഓരോരോ വിഭാഗങ്ങൾ, പ്രത്യേകിച്ച് പേരുകൾ പറയുന്നില്ല, ഏത് വിഭാഗത്തെയും നിങ്ങൾക്ക് ഇത് വെച്ചുകൊണ്ട് വിലയിരുത്താം. ഏതാണെങ്കിലും, ജമാഅത്തെ ഇസ്ലാമിയാണെങ്കിലും മടവൂരികളാണെങ്കിലും KNM പോലുള്ള സംഘടനകളാണെങ്കിലും വിസ്ഡം ആണെങ്കിലും, വിസ്ഡത്തിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ കൂടെ സഹകരിക്കുന്നവർ, അവരോട് പ്രത്യേക ഇഷ്ടം. അവരിൽ നിന്ന് മാറി നിന്നാൽ അവരോട് പ്രയാസം. എത്രയെത്ര ആളുകളുണ്ട് ഖുർആനും സുന്നത്തും അനുസരിച്ച് പ്രവർത്തിക്കുന്നവർ. അവരുടെ ദഅവത്തുകൾ മുടക്കാൻ വേണ്ടി ശ്രമിക്കുക, അവരുടെ ദഅവത്തുകൾ തടസ്സപ്പെടുത്തുക. എന്താ കാരണം? നമ്മുടെ സംഘടനയില്ലാത്തതിന്റെ പേരിൽ. അവരുടെ സംഘടനകളിൽ, അവരുടെ പരിപാടികളിൽ പങ്കെടുപ്പിക്കാൻ വേണ്ടി നിരീശ്വരവാദികളെ കൊണ്ടുവരിക, അതിൽ എന്നിട്ട് അവർ ക്ലാസ് എടുക്കുക, നിരീശ്വരവാദികൾ വന്നുകൊണ്ട് ക്ലാസ് എടുക്കുക. നടന്ന സംഭവമാണ്. ഇതൊക്കെ അവരിൽ സംഭവിക്കുന്നു. പക്ഷേ ഖുർആനും സുന്നത്തും അനുസരിച്ച് ഒരു ദാഇ ഒരു ഭാഗത്ത് ദർസ് എടുക്കുന്നുവെങ്കിൽ അവരുടെ ദർസ് മുടക്കുക. എന്താ കാരണം? ഞങ്ങളുടെ സംഘടനയിലില്ല. സംഘടനയിൽ നിൽക്കാത്തതിന്റെ പേരിൽ ഈ രൂപത്തിൽ എതിർക്കുക എന്ന് പറയുന്നത് ഒരിക്കലും അഹ്ലുസ് സുന്നത്തി വൽ ജമാഅത്തിന്റെ രീതിയല്ല. അത് ഹിസ്ബികളുടെ അടയാളമാണ്. അതൊരിക്കലും അഹ്ലുസ് സുന്നത്തി വൽ ജമാഅ സ്വീകരിക്കുന്ന രീതിയല്ല. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഈ പറഞ്ഞ സംഘടനകളുടെ ബലിയാടുകളായി നാം മാറാൻ പാടില്ല. നാം പഠിക്കുക. ഇത് വാശിയുടെ വിഷയമല്ല, വല്ലാഹി അല്ല. ഭൗതികമായ താല്പര്യങ്ങളാണ് നമ്മുടെ ലക്ഷ്യമെങ്കിൽ ഈ സംഘടനകളുടെ കൂടെ നിൽക്കലായിരുന്നു നമുക്ക് ഏറ്റവും നല്ലത്. പക്ഷേ അള്ളാഹുവിന്റെ മുമ്പിൽ വിചാരണക്കെടുക്കപ്പെടും എന്ന് ഉറച്ച ബോധ്യമുള്ളത് കൊണ്ടാണ് ഈ കാര്യം പറയുന്നത്. നസീഹത്തോടുകൂടി പറയുകയാണ്, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, ഈ സംഘടനകളുടെ പിന്നാലെ പോകുമ്പോൾ നാം പഠിക്കുക. ഞാൻ പറഞ്ഞതിന്റെ പേരിൽ നിങ്ങൾ എടുക്കാനല്ല, നിങ്ങൾ പഠിക്കുക. എന്തുകൊണ്ട് ഇവരിൽ ഈ പ്രശ്നങ്ങളുണ്ട്? എന്തുകൊണ്ട് ഇവർ ഈ രൂപത്തിൽ പ്രവർത്തിക്കുന്നു? ഇതായിരുന്നോ സഹാബികളുടെ പ്രവർത്തനങ്ങൾ? ഇതായിരുന്നോ സഹാബത്തിന്റെ രീതികൾ? ഒരിക്കലുമല്ല. അതുകൊണ്ട് യാ ഇബാദല്ലാഹി ഇസ്ബുതു, അല്ലാഹുവിന്റെ അടിമകളെ, അല്ലാഹുവിന്റെ ദീനിൽ നിങ്ങൾ ഉറച്ചു നിൽക്കുക. എട്ടാമത്തെ കാര്യമായി ഷെയ്ഖ് അബ്ദുസ്സലാം റഹിമഹുല്ലാ ഇവിടെ പറയുന്നു, അസ്സംഉ വത്വാഅതു ലിവുലാത്തിൽ ഉമൂർ. ഭരണാധികാരികളെ, ഇസ്ലാമിക ഭരണകൂടങ്ങളിലെ ഭരണാധികാരികളെ അനുസരിക്കുക. അവർക്കെതിരിൽ ഒരിക്കലും പുറപ്പെടാൻ പാടില്ല. വാളുകൊണ്ടാണെങ്കിലും സംസാരം കൊണ്ടാണെങ്കിലും. ചില ആളുകളൊക്കെ റൂമിലൊക്കെ ഇരിക്കുമ്പോൾ ഇസ്ലാമിക ഭരണകൂടങ്ങളിലെ ഭരണാധികാരികൾക്കെതിരിൽ സംസാരിക്കും. എന്തായിരിക്കും കാരണം? ഒരു പക്ഷെ അവരുടെ കച്ചവടത്തിൽ എന്തെങ്കിലും അവർ വിചാരിക്കുന്ന രൂപത്തിലൂടെ കച്ചവടം ചെയ്യാൻ പറ്റണമെന്നില്ല. അത് കാരണത്താൽ ഭരണാധികാരികൾക്കെതിരിൽ സംസാരിക്കും. അതൊരിക്കലും പാടില്ലാത്തതാണ്. ഭരണാധികാരികൾക്കെതിരിൽ പരസ്യമായി സംസാരിക്കുക എന്നുള്ളത് അഹ്ലുസ് സുന്നത്തി വൽ ജമാഅത്തിന്റെ രീതിയല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അവർ നിങ്ങളെ ദ്രോഹിച്ചാൽ പോലും നിങ്ങളുടെ സമ്പാദ്യം, അതൊരു അധികം വിശദീകരിക്കാൻ സമയമില്ല, പക്ഷെ ഒരു ഉദാഹരണം മാത്രം പറയാം. ഒരു സാധാരണക്കാരൻ നമ്മുടെ വീട്ടിൽ വന്ന് നമ്മുടെ സമ്പാദ്യം അപഹരിക്കുന്നെന്ന് കരുതുക. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പ്രതിരോധിക്കാം. അത് കാരണത്താൽ അവൻ കൊല്ലപ്പെട്ടു എന്ന് സങ്കല്പിക്കുക. ശരീഅത്തിന്റെ ഭരണകൂടമാണെങ്കിൽ നമ്മെ ശിക്ഷിക്കുവോ? ശിക്ഷിക്കില്ല. ശരീഅത്തിന്റെ ഭരണകൂടം നമ്മൾ ഒഴിവാക്കും. നേരെ മറിച്ച് നമുക്ക് അയാളെ പ്രതിരോധിക്കാൻ അനുവദനീയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഭരണാധികാരിയാണ് നിന്റെ സമ്പാദ്യം എടുക്കാൻ വരുന്നതെങ്കിൽ
വഇൻ ജലദ ലഹറക, അവൻ നിന്നെ അടിച്ചാലും, വഅഖദ മാലക, അവൻ നിന്റെ സമ്പാദ്യം എടുത്താലും, ഫസ്ബിർ, നീ സബർ ചെയ്യുക. അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹുവിന്റെ അരികിൽ ഹജ്ജാജ് ബിൻ യൂസുഫിന്റെ കാലഘട്ടത്തിൽ അദ്ദേഹം ക്രൂരനായ ഭരണാധികാരിയായിരുന്നു. പല സഹാബികളെയും കൊന്നുകളഞ്ഞ, അബ്ദുല്ലാഹി ബിൻ സുബൈറിനെ കഅബാലയത്തിന് മുമ്പിൽ വെച്ച് കൊന്നുകളഞ്ഞ വ്യക്തിയായിരുന്നു. അദ്ദേഹത്തിന്റെ അരികിൽ വന്ന് അനസ് ബിൻ മാലിക്കിന്റെ അരികിൽ വന്നിട്ട് പറഞ്ഞു, ഹജ്ജാജ് ഇത്രയും വലിയ പരീക്ഷണങ്ങൾ ഹജ്ജാജിൽ നാം നേരിടേണ്ടി വരികയാണ്, നാം എന്ത് ചെയ്യണം? അനസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, നിങ്ങൾ സബർ ചെയ്യുക. ആളുകൾ ചോദിച്ചു, എത്ര കാലമാണ് സബർ ചെയ്യേണ്ടത്? അനസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, ഹൗളിന്റെ അരികിൽ എന്നെ നിങ്ങൾ കണ്ടുമുട്ടുന്നത് വരെ നിങ്ങൾ സബർ ചെയ്യുക എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട് എന്ന് അനസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു. അതുകൊണ്ട് ഭരണാധികാരികൾക്കെതിരിൽ ഇറങ്ങുക, അവർക്കെതിരിൽ പരസ്യമായി സംസാരിക്കുക എന്നുള്ളത് ഒരിക്കലും അഹ്ലുസുന്ന സ്വീകരിച്ച രീതിയല്ല. ഒമ്പതാമത്തെ കാര്യം, മുനാബദതു അഹ്ലിൽ ബിദ്അ വത്തഹ്ദീറു മിൻഹും, ബിദ്അത്തിന്റെ ആളുകളോട് മാറി നിൽക്കുക. ഇത് പ്രിയപ്പെട്ടവരെ വളരെയധികം നാം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അഹ്ലുസുന്നയുടെ അടിസ്ഥാനങ്ങളിൽ പെട്ടതാണ് ബിദ്അത്തിന്റെ ആളുകളോട് നാം ബന്ധവിച്ഛേദനം നടത്തുക എന്നുള്ളത്. ബിദ്അത്തിന്റെ ആളുകൾ എന്ന് പറഞ്ഞാൽ ദീനിൽ പുതുതായി കാര്യങ്ങൾ കൊണ്ടുവരുന്നവർ, ദീനിൽ പുതുതായ ആശയങ്ങൾ കൊണ്ടുവരുന്നവർ, അവരുമായി ബന്ധവിച്ഛേദനം നടത്തണം. അത് അള്ളാഹുവിനോടുള്ള ഹക്കിൽപ്പെട്ടതാണ്. ഇമാം ബഗവി റഹിമഹുല്ലാ ആ വിഷയത്തിൽ ഇജ്മാ ഉദ്ധരിക്കുന്നുണ്ട്. ഇബ്നു ബത്താ റഹിമഹുല്ലാ ആ വിഷയത്തിൽ ഇജ്മാ ഉദ്ധരിക്കുന്നതായി നമുക്ക് കാണാൻ സാധിക്കും. കാരണം അള്ളാഹുവിന്റെ ദീനിൽ പുതുതായി ഉണ്ടാക്കിയ ഒരുവൻ അവൻ അള്ളാഹുവിനെ വെല്ലുവിളിക്കുന്നത് പോലെയാണ്. ഇമാം മാലിക് പറഞ്ഞ വാക്കുകളില്ലേ, ഒരുവൻ അള്ളാഹുവിന്റെ ദീനിൽ പുതുതായി എന്തെങ്കിലും ഉണ്ടാക്കിയാൽ അവൻ അള്ളാഹുവിന്റെ ദീനിൽ കുറവുണ്ട് എന്ന് വ്യാഖ്യാനിക്കുന്നവനാണ്. അതുകൊണ്ട് അള്ളാഹുവിന്റെ ദീനിൽ പുതുതായി ആശയങ്ങൾ കൊണ്ടുവരുന്ന ആളുകൾ, അവരെ നാം വെറുക്കുക എന്നുള്ളത് അഹ്ലുസുന്നയുടെ അടിസ്ഥാനത്തിൽപ്പെട്ടതാണ്. അത് നിങ്ങൾ സങ്കല്പിച്ചു നോക്കിയാൽ, നിങ്ങളുടെ ഉമ്മയെ ഒരാൾ ചീത്ത പറയാം, അയാളുടെ കൂടെ നമ്മൾ ഇരിക്കോ? അയാളുടെ കൂടെ നമ്മൾ സഹവസിക്കോ? അള്ളാഹുവിനെ ചീത്ത പറയുന്നവർ, അല്ലെങ്കിൽ അള്ളാഹുവിന്റെ ദീനിൽ പുതുതായി കാര്യങ്ങൾ ഉണ്ടാക്കുന്നവർ അതിനേക്കാളും ഗൗരവമുള്ള പ്രവർത്തനമല്ലേ ചെയ്യുന്നത്? അതുകൊണ്ട് ആ വിഷയത്തിൽ നമുക്ക് ശ്രദ്ധയുണ്ടാകണം. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല, ഒന്ന് രണ്ട് ആധാറുകൾ മാത്രം ആ വിഷയത്തിൽ പറയാം. മഅ്മർ റഹിമഹുല്ല പറഞ്ഞതായി കാണാം, കുന്തു ഇൻദ ഇബ്നു താഊസ്, ഞാൻ ഒരിക്കൽ ഇബ്നു താഊസ് റഹിമഹുല്ലയുടെ അരികിലായിരുന്നു. ഇദ് അതാഹു റജുലുൻ യുഖാലു ലഹു സാലിഹ്, സാലിഹ് എന്ന പേരുള്ള ഒരു വ്യക്തി ആ സദസ്സിലേക്ക് വന്നു. യതകല്ലമു ഫിൽ ഖദർ, ഖദറിന്റെ വിഷയത്തിൽ പിഴച്ചവാദമായിരുന്നു അദ്ദേഹത്തിനുണ്ടായിരുന്നത്, അഥവാ ബിദ്അത്തുകാരനായിരുന്നു. ഫതകല്ലമ ബിശൈഇൻ മിൻ, അങ്ങനെ അയാളുടെ പിഴച്ചവാദം ആ സദസ്സിൽ വെച്ച് പറയാൻ തുടങ്ങി. ഫഅദ്ഖല ഇബ്നു താഊസ് ഉസ്ബുഅൈഹി ഫി ഉദ്നൈ, ഇബ്നു താഊസ് റഹിമഹുല്ലാ അദ്ദേഹത്തിന്റെ രണ്ട് വിരലുകൾ എടുത്ത് ചെവിയിൽ വെച്ചു. വഖാല ലിബ്നി, അദ്ദേഹത്തിന് അരികിലുണ്ടായ മകനോട് പറഞ്ഞു, അദ്ഖിൽ ഉസ്ബുഅൈക ഫി ഉദ്നൈക വഷ്ദുദ്, നീ നിന്റെ ചെവിയിൽ രണ്ട് വിരലുകളും വെച്ച് കേൾക്കാത്ത രൂപത്തിൽ നിന്റെ ചെവിയെ നീ അടച്ചു കളയുക. ഹത്താ ലാ തസ്മഅ മിൻ ഖൗലിഹി ഷൈഅ, അയാൾ പറയുന്നത് ഒന്നും കേൾക്കുന്ന ഒരു സാഹചര്യം നിനക്കുണ്ടാകരുത് എന്ന് ഇബ്നു താഊസ് റഹിമഹുല്ലാ തന്റെ മകന് നസീഹത്ത് നൽകിയതായി ഇമാം ഇബ്നു ബത്താ അദ്ദേഹത്തിന്റെ അൽ ഇബാനയിൽ ഉദ്ധരിക്കുന്നതായി നമുക്ക് കാണാം. നിങ്ങൾ നോക്കൂ, നമ്മുടെ മുൻഗാമികൾ ബിദ്അത്തിന്റെ ആളുകളോട് സമീപിച്ച സമീപനമാണ്. ഒരു വ്യക്തിയിൽ നിന്നല്ല, അനേകം ആളുകളിൽ നിന്ന്, ധാരാളം ആളുകളിൽ നിന്ന്. അയ്യൂബ് അസ്സഖ്തിയാനി റഹിമഹുല്ലാ, മഹാനായ താബിഈ പണ്ഡിതൻ, അദ്ദേഹത്തിന് അരികിൽ ഒരാൾ വന്നിട്ട് പറഞ്ഞു, യാ അബാ ബക്കറിൻ അസ്അലുക അൻ കലിമ, അബൂബക്കർ അദ്ദേഹത്തിന്റെ കുനിയറ്റാണ്, താങ്കളോട് ഞാൻ ഒരു കാര്യം ചോദിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഖാല ഫറഅയ്തുഹു യുശീറു ബിയദിഹി വയഖൂൽ, ഈ സംഭവം ഉദ്ധരിക്കുന്ന വ്യക്തി പറയാണ്, അയ്യൂബ് അസ്സഖ്തിയാനിയോട് അങ്ങനെ ആവശ്യപ്പെട്ടപ്പോൾ അദ്ദേഹം കൈകൊണ്ട് ആംഗ്യം കാണിച്ചുകൊണ്ട് പറഞ്ഞു, വലാ നിസ്ഫി കലിമ, ഒരു വാക്ക് ചോദിക്കട്ടെ എന്നല്ല നീ പറഞ്ഞത്, ഒരു വാക്ക് പോയിട്ട് ഒരു പകുതി വാക്ക് പോലും നിന്റെ സംസാരം കേൾക്കാൻ ഞാൻ തയ്യാറല്ല എന്ന് അയ്യൂബ് അസ്സഖ്തിയാനി റഹിമഹുല്ലാ പറഞ്ഞതായി നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ബിദ്അത്തിന്റെ ആളുകൾ, അവരെ നാം സൂക്ഷിക്കുക. സഹാബത്തിനെ ചീത്ത പറയുന്നവർ, സംഘടനയുടെ അടിസ്ഥാനത്തിൽ സ്നേഹവും വെറുപ്പും നടത്തുന്നവർ, സംഘടനയിലുള്ളവരെ മാത്രം സ്നേഹിക്കുന്നവർ, സംഘടന വിട്ടതിന്റെ പേരിൽ അവരെ വെറുക്കുന്നവർ, സഹാബത്തിനെ ചീത്ത പറയുന്നവർ, ഹദീസിനെ നിഷേധിക്കുന്നവർ, അവരെ പ്രിയപ്പെട്ടവരെ അവരുമായി ബന്ധവിച്ഛേദനം നടത്തുക എന്നുള്ളത് അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ അടിസ്ഥാനത്തിൽപ്പെട്ടതാണ്. ഇമാം ബഗവി റഹിമഹുല്ലാ ഇജ്മാ ഉദ്ധരിച്ച വിഷയമാണ്. ഇബ്നു ബത്താ അൽ ഇബാനത്തുൽ കുബ്രയിൽ ഇജ്മാ ഉദ്ധരിച്ച വിഷയമാണ്. അതുകൊണ്ട് ഒരു കാരണവശാലും എവിടെ നിന്ന് കേൾക്കുന്ന ദർസും ആരുടെ ദർസും കേൾക്കാമെന്നൊരു തോന്നൽ നമുക്കുണ്ടാകാൻ പാടില്ല. ഇബ്നു സീരീൻ പറഞ്ഞതുപോലെ, ഇന്ന ഹാദൽ ഇൽമ ദീൻ, ഇത് അല്ലാഹുവിന്റെ ദീനാണ്. ഫൻദുറു അമ്മൻ തഅഖുദൂന ദീനകും, ആരിൽ നിന്ന് പഠിക്കുന്നു എന്ന് ഉത്തമമായ ബോധ്യം നമുക്കുണ്ടാകണം. അതുപോലെ നാം ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്, ബിദ്അത്തിന്റെ ആളുകളിൽ നിന്ന് കേൾക്കാൻ പാടില്ലാത്തതുപോലെ അവരുടെ കൂടെ ഇരിക്കുന്നതും നാം സൂക്ഷിക്കുക. പിന്നെ നമ്മുടെ നാട്ടിൽ ചില ആളുകളും ചില സംഘടനയുടെ ആളുകളും മറ്റുമൊക്കെ നമുക്ക് കാണാം, അവര് പറയും അവർ അഹ്ലുസുന്നയാണ്, പക്ഷേ ബിദ്അത്തിന്റെ ആളുകളുടെ കൂടെ അവരിയ്ക്കും, ഒരു വേർതിരിവുമില്ലാതെ,
എപ്പോഴും എന്ത് നിസാര കാര്യങ്ങൾക്കും അവരുടെ കൂടെ സദസ്സുകൾ പങ്കിടുക, അവരുടെ കൂടെ ഒന്നിച്ചിരിക്കുക, അവരെ കുറിച്ച് പുകഴ്ത്തി സംസാരിക്കുക. ഇതൊരിക്കലും അഹ്ലുസുന്നയുടെ രീതിയല്ല. ഇത് അഹ്ലുസുന്നത്തി വൽ ജമാഅ ഇജ്മാഉ ഉദ്ധരിച്ച വിഷയമാണ്. ഇത് പാടില്ല എന്നുള്ളത്. സുഫിയാൻ അസ്സൗരി റഹിമഹുല്ലാ യഹ്യ ഇബ്നു സഈദ് അൽ ഖത്താൻ പറയുന്നതായി കാണാം. സുഫിയാൻ അസ്സൗരി ഒരിക്കൽ ബസറയിലേക്ക് വന്നു. അവിടെയുള്ള ആളുകളോട് ചോദിച്ചു, റബീഅ ഇബ്നു സുബൈഹിന്റെ അവസ്ഥ എന്താണ്? അവർ പറഞ്ഞു, നമുക്കറിയാവുന്നത് റബീഅ ഇബ്നു സുബൈഹ് സുന്നത്തിന്റെ ആളാണ്, അദ്ദേഹം സുന്നിയാണ്, അദ്ദേഹത്തിന് പ്രശ്നങ്ങളില്ല. സുഫിയാൻ അസ്സൗരി റഹിമഹുല്ലാ ചോദിച്ചു, ആരുടെ കൂടെയാണ് അവരുടെ സഹവാസം, ആരുടെ കൂടെയാണ് ഇരിക്കാറുള്ളത്? അവർ പറഞ്ഞു, ഖദരിയാക്കളുടെ കൂടെയാണ്, ഖദരിയാക്കളുടെ കൂടെ. സുഫിയാൻ അസ്സൗരി റഹിമഹുല്ലാ പറഞ്ഞു, ഇദൻ ഹുവ ഖദരി, അങ്ങനെയാണെങ്കിൽ അവൻ ഖദരിയാണ് എന്ന് സുഫിയാൻ അസ്സൗരി റഹിമഹുല്ലാ പറഞ്ഞതായി ഇമാം ഇബ്നു ബത്തൂഹ റഹിമഹുല്ലാ അദ്ദേഹത്തിന്റെ അൽ ഇബാനയിൽ ഉദ്ധരിക്കുന്നത് കാണാം. പ്രിയപ്പെട്ടവരെ, വിഷയം വളരെ ഗൗരവമാണ്. അഹ്ലുസുന്നയുടെ പണ്ഡിതന്മാർ ഏക അഭിപ്രായത്തിൽ പറഞ്ഞ കാര്യമാണ് ബിദ്അത്തിന്റെ ആളുകളുടെ കൂടെ ഇരിക്കാൻ പാടില്ല എന്ന്. നിർബന്ധിത സാഹചര്യങ്ങൾ വന്നാൽ അതിന്റെ നിബന്ധനകൾ വെച്ചുകൊണ്ട് പണ്ഡിതന്മാർ വിശദീകരിച്ചു അവിടെ എന്ത് ചെയ്യണമെന്നുള്ളത്. നമ്മുടെ നാട്ടിൽ നിന്ന് പഠിപ്പിക്കുന്നത് എന്താണ്? ഈ നിർബന്ധിത സാഹചര്യത്തിൽ വന്നിരിക്കുന്ന വിധികൾ എടുത്തുകൊണ്ട് അതാണ് അടിസ്ഥാനം എന്ന രൂപത്തിൽ പഠിപ്പിക്കും, അതാണ് അടിസ്ഥാനം എന്ന രൂപത്തിൽ പഠിപ്പിക്കും. നേരെ മറിച്ച് അഹ്ലുസുന്നയുടെ അടിസ്ഥാനം എന്താണ്? അഖീദയുടെ ഏത് കിതാബുകൾ നിങ്ങൾ എടുത്തു നോക്കിക്കോളൂ, ഞാൻ പറഞ്ഞതുകൊണ്ട് നിങ്ങൾ സ്വീകരിക്കണമെന്നില്ല. താബിഈങ്ങളുടെ വാക്കുകൾ, സഹാബത്തിന്റെ വാക്കുകൾ. അബ്ദുല്ലാഹ് ഇബ്നു ഉമറിന്റെ അരികിൽ ഒരാൾ വന്നിട്ട് പറയാണ്, ബസറയിൽ ഖദറിന്റെ വാദം പറഞ്ഞ ചില ആളുകൾ വന്നിട്ടുണ്ട്. ഇബ്നു ഉമർ അവരോട് പറഞ്ഞു, നിങ്ങൾ അവരുടെ അരികിൽ ചെന്ന് പറയുക, ഇബ്നു ഉമറിന് അവരുമായിട്ട് യാതൊരു ബന്ധവുമില്ല. ബന്ധവിച്ഛേദനം നടത്തി. കാരണം അള്ളാഹുവിന്റെ ദീനിൽ പുതുതായി ഉണ്ടാക്കുന്നവരെ അത്രയും ഗൗരവത്തിൽ അവർ കൈകാര്യം ചെയ്തിരുന്നു. അതുകൊണ്ട് ബിദ്അത്തിന്റെ ആളുകൾ അവരുടെ കൂടെ ഇരിക്കാൻ പാടില്ല. നമ്മുടെ നാട്ടിൽ നിന്ന് ചില ആളുകളൊക്കെ ബിദ്അത്തിന്റെ കൂടെ മാത്രമല്ല, നിരീശ്വരവാദികൾ അവരുടെ കൂടെ ഇരിക്കുക, അവരുടെ കൂടെ പരിപാടികൾ പങ്കെടുപ്പിക്കുക, അവരെ കുറിച്ച് പുകഴ്ത്തിക്കൊണ്ട് പറയുക, നല്ല സംവാദകനാണ്, സംവദിക്കാൻ നല്ല പ്രതിപക്ഷ ബഹുമാനം നടത്തുന്ന ആളുകളാണ് എന്നൊക്കെ പറഞ്ഞ് അവരെ കുറിച്ച് നല്ല നല്ല വാക്കുകൾ ജനങ്ങൾക്കിടയിൽ പറഞ്ഞു കൊടുക്കുക. എന്തിനാണ് ഈ കാര്യങ്ങൾ പറയുന്നത്? ഈ പിഴച്ച ആളുകളുടെ നന്മകൾ പറയുന്നതിന്റെ ഉദ്ദേശം എന്താണ്? അവർ ഈ വിഷയത്തിലൊക്കെ നീതി പാലിക്കുന്നു എന്ന് ഈ ആളുകളെ അറിയിച്ചുകൊണ്ട് മറ്റുള്ളവർ അവരുടെ സംസാരം കേൾക്കാനാണോ ഇത് ചെയ്യുന്നത്? ഒരിക്കലും അത് അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ മാർഗമായിരുന്നില്ല. അവരെയൊക്കെ മാറ്റി നിർത്തുക എന്നുള്ളതാണ് അഹ്ലുസുന്നയുടെ നിലപാട്. അതല്ലാതെ ഈ പിഴച്ച ആളുകൾ അവരുടെ കൂടെ ഇരിക്കുക, എന്നിട്ട് അവരെ പുകഴ്ത്തുക, അതിലൊന്നും യാതൊരു പ്രശ്നമില്ല എന്ന് പറയാം. ഈ ബിദ്അത്തിന്റെ ആളുകളെയും ഹവയുടെ ആളുകളെയും ജനങ്ങൾക്ക് മാതൃകകളായി അവതരിപ്പിച്ചിട്ടുണ്ട്. പല സാഹചര്യങ്ങളിലും പല പേരുകളും ഈ സദസ്സിൽ പറയാൻ മടിക്കുന്നു എന്ന് മാത്രം. ചില ആളുകളെ കുറിച്ച് ഇവരെ നിങ്ങൾ മാതൃകയാക്കണം, ഈ ആളുകളെ നിങ്ങൾ മാതൃകയാക്കണം. പിഴച്ചവരെ മാതൃകയാക്കാൻ ചില വിഷയങ്ങൾ എടുത്തുകൊണ്ട് അഹ്ലുസുന്നക്ക് വ്യക്തമായ മാതൃകകളുള്ള വിഷയങ്ങളിൽ വരെ ഇത്തരത്തിലുള്ള പിഴച്ച ആളുകളെ, നാം ബറാഅത്ത് കാണിക്കേണ്ട ആളുകളെ മാതൃകയായി കൊണ്ടുവരുന്ന സംഘടനകളെ നമ്മുടെ നാട്ടിൽ നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഇതൊരു വാശിയുടെ വിഷയമല്ല, ഇതേതെങ്കിലും ആളുകളെ തോൽപ്പിക്കേണ്ട വിഷയമല്ല. പരലോകത്ത് റബ്ബിന്റെ മുമ്പിൽ നാം മറുപടി പറയേണ്ട കാര്യമാണ്, അള്ളാഹുവിന്റെ മുമ്പിൽ മറുപടി പറയേണ്ട കാര്യമാണ്. അതുകൊണ്ട് സൂക്ഷ്മതയോടെ ഈ കാര്യം കൈകാര്യം ചെയ്യുക. അള്ളാഹു പറയുന്നു, ലാ തജിദു ഖൗമൻ യുഅ്മിനൂന ബില്ലാഹി വൽ യൗമിൽ ആഖിർ യുവാദ്ദൂന മൻ ഹാദ്ദല്ലാഹ വറസൂലഹു. അള്ളാഹുവിനോടും റസൂലിനോടും എതിര് പ്രവർത്തിക്കുന്നവർ, അവരെ സ്നേഹിക്കുന്നവരെ നിനക്കൊരിക്കലും യഥാർത്ഥ വിശ്വാസികളായി കണ്ടെത്താൻ സാധിക്കുകയില്ല എന്ന് അള്ളാഹു പറയും. വലൗ കാനു ആബാഅഹും, അത് അവരുടെ ഉപ്പമാരാണെങ്കിലും, ഔ അബ്നാഅഹും, അല്ലെങ്കിൽ മക്കളാണെങ്കിലും, ഔ ഇഖ്വാനഹും, അല്ലെങ്കിൽ സഹോദരങ്ങളാവട്ടെ, ഔ അശീറതഹും, കുടുംബങ്ങളാവട്ടെ, ആരാണെങ്കിലും അള്ളാഹുവിന്റെ ദീനിനെതിരായി നിൽക്കുന്നവരാണെങ്കിൽ അവരുമായി ആ അകൽസയിൽ നിൽക്കുക എന്നുള്ളത് അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ രീതിയിൽപ്പെട്ടതാണ്. ഇത് പലപ്പോഴും നമ്മൾ മനസ്സിലാകാതെ പോകുന്നത് എന്തുകൊണ്ടാണ്, അല്ലെങ്കിൽ നിസാരവൽക്കരിക്കുന്നത് എന്തുകൊണ്ടാണ്? അള്ളാഹുവിനോടുള്ള ബാധ്യതയെക്കുറിച്ച് നമുക്ക് ബോധ്യമില്ലാത്തത് കൊണ്ട്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. നിങ്ങൾ ചിന്തിക്കുക, നമ്മുടെ ഉമ്മയെ ഒരാൾ അടിച്ചു, ഉമ്മയെ ചീത്ത പറഞ്ഞു, അയാളുടെ കൂടെ നമ്മൾ ഇരിക്കോ? ഒരിക്കലും ഇരിക്കില്ല, അയാളുടെ കൂടെ നമ്മൾ ഇരിക്കില്ല. എന്നാൽ അള്ളാഹുവിനെ ചീത്ത പറയുന്ന നിരീശ്വരവാദി, അവന്റെ കൂടെ നിന്ന് ചിരിച്ച് ഫോട്ടോ എടുക്കുക, എന്നിട്ട് അതിൽ ആക്ഷേപങ്ങൾ വരുമ്പോൾ രണ്ട് വാക്കുകൾ പറഞ്ഞുകൊണ്ട് അത് ഒഴിവാക്കുക. അത്തരത്തിലുള്ള ആളുകൾ ഇങ്ങനെയുള്ള വലിയ വലിയ വിഷയങ്ങൾ കൈകാര്യം ചെയ്യുക. ഇതെവിടെയാണ് അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ രീതി? സ്വന്തം മാതാവിനെ ഒരാൾ ഇങ്ങനെ തല്ലിയെങ്കിൽ അയാളുടെ കൂടെ നിന്ന് ഫോട്ടോ എടുക്കോ? ഇല്ല. അള്ളാഹുവിനെ കുറ്റം പറയുന്നവൻ, അള്ളാഹുവിനെ ചീത്ത പറയുന്നവൻ, അവന്റെ കൂടെ നിന്ന് ഫോട്ടോ എടുക്കുക, അത് പ്രചരിപ്പിക്കുക. എത്രമാത്രം പിഴച്ച അവസ്ഥയിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഈ വിഷയത്തിൽ നാം ഗൗരവം കാണിക്കണം. ചില ആളുകൾ പറയുന്നത് എന്താ, അവർക്കൊക്കെ ധാരാളം നല്ല നല്ല കാര്യങ്ങളില്ലേ, അവർ ഇസ്ലാമിന് വേണ്ടി ധാരാളം ജുഹൂദുകൾ ചെയ്യുന്നില്ലേ? ചെയ്യുന്നുണ്ടാവാം, അത് അവരും അള്ളാഹുമായിട്ടുള്ള വിഷയമാണ്. അത് കാരണത്താൽ അവർ ചെയ്യുന്ന തിന്മകളെ എതിർക്കരുത് എന്ന് പറയുന്നത് ഒരിക്കലും അഹ്ലുസുന്നയുടെ രീതിയല്ല. ഇമാം അഹ്മദ് പറഞ്ഞു, ലാ തുജാലിസു അഹ്ലൽ അഹ്വാ, നിങ്ങൾ ഹവയുടെ ആളുകളുടെ കൂടെ ഇരിക്കരുത്. വഇൻ ദബ്ബു അനിസ് സുന്ന,
അവർ സുന്നത്തിന് വേണ്ടി വാദിച്ചാലും അതുകൊണ്ട് തന്നെ നിങ്ങൾ നോക്കിയാൽ അബൂ ഹാമിദ് അൽ-ഇസ്ഫറായിനി റഹിമഹുല്ലാ അബൂബക്കർ അൽ ബാഖില്ലാനിയെ കുറിച്ച് ജനങ്ങൾക്ക് താക്കീത് നൽകാറുണ്ട്. ബാഖില്ലാനി ക്രിസ്ത്യാനികൾക്ക് മറുപടി കൊടുക്കാറുണ്ടായിരുന്നു, മുഅ്തസിലിയാക്കൾക്ക് മറുപടി കൊടുക്കാറുണ്ടായിരുന്നു. എന്നിട്ടും അബൂ ഹാമിദ് അൽ-ഇസ്ഫറായിനി മിമ്പറിൽ വെച്ച് ബാഖില്ലാനിക്കെതിരിൽ മറുപടി പറയാറുണ്ട്. എത്രത്തോളം എന്ന് പറഞ്ഞാൽ ശക്തമായ മറുപടികൾ കാരണത്താൽ ബാഖില്ലാനി മുഖം മറച്ചുകൊണ്ടാണ് പലപ്പോഴും പുറത്തേക്ക് ഇറങ്ങാറുള്ളത് എന്ന് ചരിത്രങ്ങളിൽ കാണാൻ സാധിക്കും. അദ്ദേഹത്തിന് ധാരാളം ജുഹൂദുകളുണ്ട്. നസാറാക്കൾക്ക് ഒരു ഭാഗത്ത് മറുപടി പറയുന്നു, ഇതൊക്കെയുണ്ട്. അത് കാരണത്താൽ നമ്മുടെ മനഹജ് മറന്ന് ബിദ്അത്തിന്റെ ആളുകളുടെ കൂടെ ഇരിക്കുക എന്നുള്ളത് ഒരിക്കലും അഹ്ലുസുന്നയുടെ രീതിയല്ല. നിരീശ്വരവാദികൾക്ക് മറുപടി പറയാൻ ഏത് പിഴച്ചവനെയും കൂടെ കൂട്ടിക്കൊണ്ട് ഒന്നിച്ച് നടക്കുക എന്ന് പറയുന്ന അഹ്ലുസുന്നയുടെ രീതിയല്ല. അതൊരിക്കലും അഹ്ലുസുന്ന സ്വീകരിക്കാത്ത രീതിയാണ്. ഇബ്നു ഖില്ലാബ് മുഅ്തസിലിയാക്കൾക്ക് മറുപടി പറഞ്ഞുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിലാണ് ഇമാം അഹ്മദ് അയാൾക്കെതിരിൽ മറുപടി പറഞ്ഞത്. ഒരു വ്യക്തി ചെയ്യുന്ന നന്മകളുണ്ട് എന്ന കാരണത്താൽ അയാളുടെ ബിദ്അത്തിനെ കുറിച്ച് മിണ്ടാതിരിക്കണമെന്നില്ല. അത് അഹ്ലുസുന്ന സ്വീകരിക്കുന്ന രീതിയല്ല. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ആ വിഷയത്തിൽ നമുക്ക് ശ്രദ്ധ വേണം. അവസാനത്തെ കാര്യം, ഷെയ്ഖ് അബ്ദുസ്സലാം ബർജസ് റഹിമഹുല്ലാഹ് പറയുന്നു, അൽ-ഇൽതിസാമു ബിൽ കിതാബി വസ്സുന്ന ഫീ ജമീഇൽ ഉമൂർ. എല്ലാ വിഷയത്തിലും നമ്മുടെ ജീവിതത്തിൽ ഖുർആനും സുന്നത്തും നാം മുറുകെ പിടിക്കുക. എല്ലാ കാര്യങ്ങളിലും അല്ലാഹു പറഞ്ഞു, യാ അയ്യുഹല്ലദീന ആമനു ഉദ്ഖുലൂ ഫിസ്സിൽമി കാഫ. ജനങ്ങളെ, നിങ്ങൾ പരിപൂർണമായി ദീനിലേക്ക് പ്രവേശിക്കുക. ഏത് വിഷയത്തിലാണെങ്കിലും നമ്മുടെ ദീൻ നാം മുറുകെ പിടിക്കുക. കുടുംബ ജീവിതത്തിൽ ദീന് മുറുകെ പിടിക്കുക, പ്രവാചകന്റെ അധ്യാപനങ്ങൾ പഠിക്കുക, നമ്മുടെ കച്ചവട ഇടപാടിൽ ദീന് മുറുകെ പിടിക്കുക, ഇബാദത്തുകളിൽ മുറുകെ പിടിക്കുക. ഇന്ന് ചില ആളുകൾക്ക് പറ്റുന്ന പ്രശ്നം എന്താണ്? വിശ്വാസം അഹ്ലുസുന്നയുടെ വിശ്വാസമായിരിക്കും, എന്നാൽ അമലോ അഹ്ലുസുന്നയുടേതല്ല. നമ്മുടെ അമലുകളിൽ നാം സലഫികളായിരിക്കണം, അഹ്ലുസുന്നയായിരിക്കണം. നമ്മുടെ തഹജ്ജുദ് നിസ്കാരത്തിൽ അഹ്ലുസുന്നയായിരിക്കണം, സലഫികളായിരിക്കണം. ഭാര്യമാരോടുള്ള പെരുമാറ്റത്തിൽ നാം സഹാബത്തിന്റെ മാർഗം സ്വീകരിക്കണം, പ്രവാചകന്റെ മാർഗം സ്വീകരിക്കണം. സഹോദരങ്ങളോടുള്ള പെരുമാറ്റം അത് ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. നമ്മുടെ കൂടെയുള്ള ബന്ധം, ഈ ഇരിക്കുന്ന ആളുകൾ, നിങ്ങൾ തമ്മിലുള്ള ബന്ധം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ, തബസ്സുമുക ഫീ വജ്ഹി അഖീക സദഖ. നിന്റെ സഹോദരനെ നോക്കി നീ പുഞ്ചിരിക്കുക എന്ന് പറയുന്നത് സദഖയാണ്. അത് നാം നമ്മുടെ ജീവിതത്തിലൂടെ ഹയാത്താക്കണം. ആ അമലിൽ നാം മുന്നേറണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, അൽ മുസ്ലിമു അഖുൽ മുസ്ലിം. ഒരു വിശ്വാസി തന്റെ സഹോദരന്, തന്റെ മുസ്ലിമായ മറ്റൊരു വിശ്വാസിക്ക് സഹോദരനെ പോലെയാണ്. ലാ യദ്ലിമു, അവനെ ദ്രോഹിക്കുകയില്ല. വലാ യുസ്ലിമു, അവനെ ആരെങ്കിലും ദ്രോഹിക്കാൻ അനുവദിക്കുകയുമില്ല. വമൻ കാന ഫീ ഹാജതി അഖി കാന അല്ലാഹു ഫീ ഹാജതി. ആരെങ്കിലും തന്റെ സഹോദരനെ സഹായിച്ചാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവനെ സഹായിക്കുന്നതാണ്. ഈ രൂപത്തിൽ നമുക്കിടയിലുള്ള ബന്ധങ്ങൾ അത് ഊട്ടിയുറപ്പിക്കാൻ, അല്ലാഹുവിന് വേണ്ടി ഊട്ടിയുറപ്പിക്കാൻ പ്രിയപ്പെട്ടവരെ നമുക്ക് സാധിക്കണം. അബൂ ദർദാ റളിയല്ലാഹു അൻഹുവിന്റെ ഹദീസിൽ കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ റദ്ദ അൻ ഇർളി അഖി റദ്ദ അല്ലാഹു അൻ വജ്ഹിഹി അൻ-നാറ യൗമൽ ഖിയാമ. തന്റെ സഹോദരന്റെ അഭിമാനത്തിന് ആരെങ്കിലും പ്രതിരോധം തീർത്താൽ, തന്റെ സഹോദരനെ കുറിച്ച് മോശമായി പറയപ്പെടുന്നത് കേട്ടാൽ, അവന് വേണ്ടി ആരെങ്കിലും പ്രതിരോധം തീർത്താൽ, പരലോകത്ത് പ്രതിരോധം തീർത്തവന്റെ മുഖത്തെ തൊട്ട് അള്ളാഹു നരകത്തെ മാറ്റിക്കളയുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി ഇമാം തിർമിദി ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം. ഈ രൂപത്തിൽ നമ്മുടെ സാഹോദര്യത്തിൽ യഥാർത്ഥ ഇസ്ലാമിന്റെ വജ്ഹ് പാലിച്ചുകൊണ്ട് പ്രിയപ്പെട്ടവരെ നാം ജീവിക്കാൻ തയ്യാറാകണം. നമുക്കിടയിലുള്ള സ്നേഹം അള്ളാഹുവിന് വേണ്ടി. ഒരു തെറ്റ് നമ്മളിൽ കണ്ടാൽ അത് ഉണർത്താൻ നമുക്ക് പരസ്പരം സാധിക്കണം. ഒരു തിന്മ കണ്ടാൽ അത് ഉണർത്താൻ നമുക്ക് സാധിക്കണം. നന്മകൾ പറഞ്ഞു കൊടുക്കാൻ നമുക്ക് സാധിക്കണം. എല്ലാത്തിലും ഉപരി നമ്മുടെ ഒഴിഞ്ഞുള്ള സമയത്ത് നമ്മുടെ സഹോദരന് വേണ്ടി നാം ദുആ ചെയ്യുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ, ദഅവത്തുൽ മർഇൽ മുസ്ലിമി ലി അഖീഹി ഫീ ളഹ്റിൽ ഗൈബ് മുസ്തജാബ. ഒരു സഹോദരൻ തന്റെ സഹോദരന് വേണ്ടി അവന്റെ അഭാവത്തിൽ അവന് വേണ്ടി ദുആ ചെയ്താൽ അത് അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കുന്ന ദുആയാണ്. ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, അവന്റെ അരികിൽ ഒരു മലക്കിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഏർപ്പാടാക്കിയിട്ടുണ്ട്. ഓരോരോ തവണയും തന്റെ സഹോദരന് വേണ്ടി ഇവൻ ദുആ ചെയ്യുമ്പോൾ മലക്കുകൾ പറയും, അല്ലാഹുവേ അത് നീ സ്വീകരിക്കണം എന്ന് പറയും. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മുടെ സഹോദരങ്ങളെ നാം സ്നേഹിക്കുക, പരസ്പരം വിട്ടുവീഴ്ചക്ക് നാം തയ്യാറാവുക. അല്ലാഹു പറഞ്ഞു, വല്യഅഫു വല്യസ്ഫഹു, നിങ്ങൾ വിട്ടുവീഴ്ച ചെയ്യാൻ തയ്യാറാവുക. വല്യസ്ഫഹു, നിങ്ങൾ സഫഹ ചെയ്യുക. എന്താണ് സഫഹ എന്ന് പറഞ്ഞാൽ? ഇവിടെ കഴുത്തിന്റെ ഈ ഭാഗത്തിനാണ് സഫഹ എന്ന് പറയാം. അഥവാ ഒരു പ്രശ്നം നടന്നാൽ അത് കണ്ടില്ല എന്ന് നടിക്കുക, അത് ഒഴിവാക്കി വിടുക. എന്താണ് അതിന്റെ നേട്ടം? അല്ലാഹു പറയുന്നു, അലാ തുഹിബ്ബൂന അൻ യഗ്ഫിറല്ലാഹു ലക്കും. എന്നാൽ അല്ലാഹു നിങ്ങൾക്ക് വിട്ടുവീഴ്ച നൽകും. അതുകൊണ്ട് നമ്മുടെ സാഹോദര്യം അത് ഊട്ടിയുറപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുക. സഹാബത്തിന്റെ ചരിത്രം നിങ്ങൾ വായിച്ചാൽ പ്രിയപ്പെട്ടവരെ, അവരെ നന്മകളിൽ വളരെയധികം പ്രോത്സാഹനം കൊടുത്ത ഒരു വിഷയമായിരുന്നു അവരുടെ സാഹോദര്യം എന്നുള്ളത്. പല തിന്മകളെ തൊട്ടും അവരെ തടയാൻ അവരുടെ സാഹോദര്യം അവരെ ഉപകരിച്ചു. ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഹറാമുകളിൽ പോകാൻ പല കാരണങ്ങളും ഉണ്ടാകാം. അത് നമ്മുടെ സഹോദരനുണ്ട് എന്നറിഞ്ഞാൽ ഏത് വിഷയങ്ങളാവട്ടെ അതിനെ തൊട്ട് അവനെ തടയാൻ നമുക്ക് സാധിക്കുന്ന മാർഗങ്ങൾ അത് നമ്മൾ സ്വീകരിക്കുക. ഇങ്ങനെ പരസ്പര സാഹോദര്യ ബന്ധം ഷെയ്ഖ് അബ്ദുസ്സലാം ബർജസ് റഹിമഹുല്ലാഹ് ഇവിടെ പറഞ്ഞതുപോലെ നമ്മുടെ സാഹോദര്യ ബന്ധം
ദീനിന്റെ വിഷയത്തിൽ എല്ലാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അധ്യാപനങ്ങൾ പാലിച്ചുകൊണ്ട് ഊട്ടിയുറപ്പിക്കാൻ നമുക്ക് സാധിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ ആശയങ്ങൾ മുറുകെ പിടിക്കാൻ നമുക്ക് ഏവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ വിഷയങ്ങൾ, ഈ 10 കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നാം പാലിക്കുക. ഏത് വിഭാഗത്തിന്റെ കൂടെ കൂടുമ്പോഴും പ്രിയപ്പെട്ടവരെ, ഈ വിഷയങ്ങൾ ഉണ്ടോ എന്നുള്ളത് നിങ്ങൾ അന്വേഷിക്കുക. ഞാൻ നേരത്തെ പറഞ്ഞു, ഇതെന്റെ വാക്കുകളല്ല, ഇത് ഞാൻ ഇവിടെ വന്ന് പറഞ്ഞ കാര്യങ്ങളല്ല. ഖുർആനിന്റെയും സുന്നത്തിന്റെയും വെളിച്ചത്തിലാണ് ഈ പറഞ്ഞ എല്ലാ കാര്യങ്ങളും നാം ഇവിടെ സൂചിപ്പിച്ചിട്ടുള്ളത്. അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ അഖീദയുടെ കിതാബുകളിൽ രേഖപ്പെടുത്തിയ വിഷയങ്ങളാണ്. അതല്ലാതെ ആരുടെയെങ്കിലും വ്യക്തി താൽപര്യങ്ങളോ മറ്റോ ഒന്നുമല്ല. ഖുർആനിന്റെയും സുന്നത്തിന്റെയും വെളിച്ചത്തിലുള്ള അധ്യാപനങ്ങളാണ്. അത് പാലിക്കുക എന്നുള്ളത് ഒരു വിശ്വാസിയുടെ ബാധ്യതയാണ്. അതുകൊണ്ട് ഒരു കാരണവശാലും ഈ വിഷയങ്ങളിൽ കുറവ് വരുത്തരുത്. ആരിൽ നിന്നും കേൾക്കാം, എവിടെ നിന്നും കേൾക്കാം, ആരെങ്കിലും പറയുന്നത് കേട്ടാൽ എന്താണെന്ന് കേട്ടു നോക്കാം എന്നുള്ള ധാരണയിലൊന്നും ഇൽമ് സ്വീകരിക്കേണ്ടവരല്ല നമ്മൾ എന്ന് ഉറച്ച ബോധ്യം നമുക്കുണ്ടാവുക. നമ്മുടെ കച്ചവടം ചെയ്യുമ്പോൾ അതിനെക്കുറിച്ച് നാം പഠിക്കും. കച്ചവടം ലാഭമുള്ള കച്ചവടം മാത്രമേ നമ്മൾ ചെയ്യാറുള്ളൂ. അതുപോലെ അള്ളാഹുവിന്റെ ദീനിനെ കുറിച്ച് അതിനേക്കാളും ഗൗരവത്തിൽ നാം പഠിക്കാൻ തയ്യാറാകണം. അതിനെക്കുറിച്ച് ശരിയായ ഹക്കിന്റെ മാർഗം കണ്ടെത്താൻ നാം തയ്യാറാകണം. അതിനുള്ള ദർസുകളും മറ്റും നാം ഉപയോഗപ്പെടുത്തുക. അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും നാഫിയായ ഇൽമ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. സല്ലല്ലാഹു അലാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനകല്ലാഹുമ്മ ബിഹംദിക് അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്.